ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ജോയ്സ് TV എന്ന ഈ ടെസ്റ്റ്മെൻ്റ് ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകലിൽ നമ്മുടെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവ സാക്ഷ്യവുമായിട്ടാണ് ഒരു കർത്താവിൻ്റെ ദാസനാണ് കടന്നു വന്നിരിക്കുന്നത്. പാസ്റ്റർ ജോസഫ് PA തിരുവല്ല. ആ പ്രിയ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ഈ ജോയ്സ് TVയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. പ്രൈസ് ഗോഡ്. എന്തുകൊണ്ട് ദേവദാസന്റെ വിശേഷങ്ങൾ? ദൈവകൃപയാൽ സന്തോഷമായിട്ട് പോകുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ മൂവ് ചെയ്യുന്നു? കർത്താവിന്റെ കൃപയാൽ ഓരോ ദിവസവും കർത്താവ് നടത്തുന്നു, അതിനനുസരിച്ച് ഓടാൻ ശ്രമിക്കുന്നു. ഓക്കെ, ആട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ജീവിതത്തിൽ പിന്നിട്ടതായ നാൾ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ജീവിതത്തിൽ ഒത്തിരി അനുഭവങ്ങളുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ആ അനുഭവങ്ങൾ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു മിനിറ്റ് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ നല്ല നിമിഷങ്ങൾക്കായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. വിശേഷ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനുമായി ഒന്നിച്ച് അവിടുത്തെ പാദപീഠത്തിൽ ഇരിക്കുവാൻ ദൈവം തന്ന ഈ വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തീയ ജീവിതത്തിൽ ഞങ്ങൾ പിന്നിട്ടതായ നാൾ വഴികൾ ഒന്നുകൂടി അയവിറക്കുവാനും ഒന്നുകൂടി അത് ചിന്തിക്കുവാനും ഞങ്ങൾ അത് പ്രസ്താവിക്കുന്നത് അത് അനേകർക്ക് അത് ഉപകാരപ്രദവും ആശ്വാസത്തിനും കർത്താവിലേക്ക് നടത്തപ്പെടുന്നതായ ഒരു വഴിയുമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിത്തെ എല്ലാം കർത്താവ് നിയന്ത്രിക്കണം. തുടർന്ന് കർത്താവിൻ്റെ സാന്നിധ്യം അടിയങ്ങളുടെ രണ്ടുപേരോടും കൂടെ ഇരിക്കണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു, ദയതോ നീ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓക്കെ, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനെ തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസന് വേണ്ടി അനുവദിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനെ ഒന്ന് ഇൻട്രൊഡക്ഷനായിട്ട് പരിചയപ്പെടുത്തി ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളൊന്ന് ഷെയർ ചെയ്ത് തൻ്റെതായ സാക്ഷ്യങ്ങളിലേക്ക് ദയവായിട്ട് കടക്കാം. ഓക്കെ, കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് ജോയ്സ് TVയിലൂടെ കർത്താവ് എന്നെ നടത്തിയ വിധങ്ങൾ പറയാൻ ഒരു അവസരം എനിക്ക് തന്നതിന് ഞാൻ ആദ്യം പാസ്റ്റർക്കും അതിന്റെ അണിയറ പ്രവർത്തകരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉള്ള നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കട്ടെ. എന്റെ പേര് ജോസഫ് PA എന്നാണ്. എന്നെ ഇവിടെ നാട്ടിലെ സ്നേഹത്തോടെ എല്ലാവരും ഷജൻ എന്നാണ് വിളിക്കുന്നത്. വീട്ടില് തിരുവല്ലയാണ് എൻ്റെ നാട്. എൻ്റെ മാതാപിതാക്കള് ഇവിടെ ജനിച്ച് വളർത്തപ്പെട്ടവരാണ്. പക്ഷെ ഞാൻ ഇവിടെ അല്ല ജനിച്ചത്. എൻ്റെ പപ്പായ്ക്ക് ഒറീസയിലായിരുന്നു ജോലി. ഒറീസയിലെ റൂർക്കല എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ പപ്പ ജോലി ചെയ്തത്. 1969 അവിടെയുള്ള സർക്കാരിന്റെ ഒരു ആശുപത്രിയിലാണ് എൻ്റെ ജനനം നടന്നതെന്നാണ് എൻ്റെ മാതാപിതാക്കൾ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ തന്നെ ബാല്യകാലങ്ങളിൽ പഠിച്ചു. ഏതാണ്ട് ഒരു 6ാം ക്ലാസ് വരെയൊക്കെ അവിടെ പഠിച്ചു. അതിനുശേഷം നാട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. നാട്ടിലേക്ക് പോരാനുണ്ടായ സാഹചര്യം, ഞാൻ ഈ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ ഈ ഏകദേശം ഒരു 5ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ സമയം മുതൽ എൻ്റെ ശബ്ദം വല്ലാതെ അടഞ്ഞു പോകുമായിരുന്നു. എനിക്ക് വർത്താനം പറയാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. ശബ്ദം നമ്മൾ ഉറക്ക ശബ്ദം എടുത്ത് സംസാരിച്ചിട്ട് കോഴിക്കുഞ്ഞ് കരയുന്ന പോലെ കീ എന്നുള്ള ചെറിയ സൗണ്ടേ വരത്തുള്ളൂ. ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് വേണം വർത്താനം പറയാൻ. അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു. ഇപ്പോൾ എൻ്റെ മമ്മിയും പപ്പ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർമാരുടെ പരിശോധനകൾ പലതും നടന്നു. അതിനുശേഷം അവർ പറഞ്ഞത് എൻ്റെ തൊണ്ടയ്ക്ക് എന്തോ ചെറിയ മുഴ പോലെ വരുന്നുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്ത് കളയേണ്ടി വരും. ഓപ്പറേഷൻ ചെയ്തെങ്കിൽ മാത്രമേ സൗണ്ട് വീണ്ടെടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഓപ്പറേഷൻ ചെയ്താലും അത് സക്സസ് ആകുമെന്ന് ഉറപ്പൊന്നുമില്ല. ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഈ ശബ്ദം പരിപൂർണമായിട്ട് അടഞ്ഞു പോകും. ആ മുഴ ഇങ്ങനെ വലുതായി ആൾക്ക് സംസാരിക്കാൻ പറ്റാത്ത സ്ഥിതി ഉണ്ടാകും. ഇങ്ങനെയാണ് ഡോക്ടർ അന്ന് പറഞ്ഞത്. ഇത് കേട്ട പപ്പായും മമ്മി ഒരുപാട് ഭാരപ്പെട്ട് വിഷമിച്ചു. ഇത് നാട്ടിലെ എൻ്റെ വല്യപ്പച്ചൻ, പപ്പാടെ പപ്പ, അപ്പച്ചൻ ഇതറിഞ്ഞു. അപ്പച്ചനെ ഒരു ഭക്തനായിരുന്നു. ഭക്തൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യാക്കോബായ ജ്ഞാനായ സമുദായത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവരാണ്. ഇപ്പൊ എൻ്റെ വല്യപ്പച്ചൻ ജ്ഞാനായ സമുദായത്തിൽ അംഗമായിരുന്നത് കൊണ്ട് ജ്ഞാനായ നിലവാരത്തിലുള്ള ഭക്തിയിൽ അദ്ദേഹം മുന്നിലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ 3 നേരം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ വല്യപ്പച്ചനെ മാത്രമാണ്. രാവിലെ ഇരുന്ന് പ്രാർത്ഥിക്കും. ഉച്ച സമയത്ത് ഭക്ഷണം കഴിഞ്ഞാൽ ഉടനെ ഇരുന്ന് എല്ലാവരും വിളിച്ചിരുത്തി, അന്ന് വീട്ടിലുള്ളവരെ എല്ലാവരും വിളിച്ചിരുത്തി പ്രാർത്ഥിക്കും. വൈകുന്നേരം സന്ധ്യയ്ക്ക് ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പൊ പപ്പ ഈ അവസ്ഥ പറഞ്ഞപ്പോൾ വല്യപ്പച്ചൻ പറഞ്ഞ അവനെ അവിടെ ഡോക്ടർമാരെ ഒന്നും കൊണ്ട് കാണിക്കണ്ട, ഓപ്പറേഷൻ ഒന്നും ചെയ്യണ്ട, നീ നാട്ടിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഇങ്ങനെ നാട്ടിൽ വന്നു.
പിന്നെ പപ്പായ്ക്കും നാട്ടിൽ തന്നെ അങ്ങ് സെറ്റിൽ ആകണം, ഞങ്ങളെ എല്ലാവരും സെറ്റിൽ ആക്കണം എന്നുള്ളൊരു ചിന്തയാക്കിയായി. അങ്ങനെ ഇവിടെ വല്യപ്പച്ചൻ കൊടുത്തൊരു വീതത്തിനകത്ത് പപ്പ ഒരു വീടൊക്കെ വെച്ചു. അങ്ങനെ ഞങ്ങളെ അവിടെ താമസമാക്കി. അപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ എന്നെ അടുക്ക വിളിച്ചിട്ട് എന്നെ ബൈബിളിലെ കഥകളൊക്കെ പറഞ്ഞു തരാൻ തുടങ്ങി. മോനെ, നീ പള്ളിയിൽ മദ്ബഹായ്ക്കകത്ത് ശുശ്രൂഷയ്ക്ക് കയറണം. വിക്കനായ മോശയോട് കൂടെ ദൈവം ഇരുന്നെങ്കിൽ നിന്റെ നാവിൻ്റെ പ്രശ്നവും നിന്റെ ശബ്ദത്തിൻ്റെ പ്രശ്നവും ഒക്കെ മാറ്റിത്തരാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ എനിക്ക് ചെറിയ ചെറിയ ആത്മീയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് വല്യപ്പച്ചൻ്റെ പ്രോത്സാഹനത്തോടെ ഞാൻ ഞങ്ങളുടെ പള്ളിയിൽ മദ്ബഹായിൽ ശുശ്രൂഷയ്ക്ക് കയറി. ദൈവത്തിൻ്റെ വലിയൊരു അത്ഭുത പ്രവൃത്തി. ഞാൻ ശുശ്രൂഷയ്ക്ക് പ്രവേശിച്ച് എനിക്ക് തോന്നുന്നു 1-2 ആഴ്ച ആയപ്പോഴത്തേക്ക് എൻ്റെ ശബ്ദം പഴയതുപോലെ തന്നെ തിരിച്ചു വരാൻ തുടങ്ങി. അത് ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഭയങ്കര സന്തോഷവും ഞങ്ങളുടെ ആ ദൈവത്തോടുള്ളൊരു വിശ്വാസവും ഒരു ഭക്തിയും ഒക്കെ വർദ്ധിക്കാനിടയായി. അങ്ങനെ ഞാൻ പള്ളിയിലെ മദ്ബഹായിലെ ശുശ്രൂഷകനായിട്ട് അങ്ങനെ ചെറിയ പ്രായത്തിൽ തന്നെ പോയി. സ്കൂളിൽ നാട്ടിൽ പഠിക്കാൻ തുടങ്ങി. ഹിന്ദി ആയിരുന്നു പഠിച്ച് വളർന്നതുകൊണ്ട് മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ലായിരുന്നു. എങ്കിലും പതിയെ പതിയെ അത് പിക്കപ്പ് ആകാൻ തുടങ്ങി. അധ്യാപകരും എന്നെ സഹായിച്ചുകൊണ്ടിരുന്നു. പള്ളിയിലെ മദ്ബഹായ്ക്കകത്ത് ശുശ്രൂഷകളിൽ ഇങ്ങനെ മുന്നോട്ട് വളർന്നു വരുമ്പോൾ ഈ ശബ്ദമൊക്കെ എനിക്ക് മടക്കി തന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ എനിക്ക് തിരിച്ചറിയാൻ പറ്റിയപ്പോൾ വല്യപ്പച്ചൻ്റെ ഒരു പ്രാർത്ഥനയും സഹായവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എൻ്റെ ഉള്ളിൽ പതിയെ ഈ ദൈവത്തെ കൂടുതൽ അറിയണം, വചനം കൂടുതലായിട്ട് മനസ്സിലാക്കണം, കർത്താവിൻ്റെ വേലക്കാരനാകണം. ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ വലിയൊരു ആഗ്രഹം. അങ്ങനെ ഞാൻ പള്ളിയിൽ വളരെ ഭക്തനായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ കടുങ്കാപ്പി പോലും കുടിക്കത്തില്ല. അങ്ങനെ പള്ളിയിൽ ഞങ്ങളുടെ ഒരു ബോധ്യം അങ്ങനെയാണ്, മദ്ബഹായിൽ ശുശ്രൂഷിക്കുന്നവർ കാപ്പിയോ ചായയോ ഒന്നും കുടിക്കാൻ പാടില്ല. വിശന്ന്, അതായത് രാവിലെ തന്നെ ഫാസ്റ്റിങ്ങിലായിരിക്കണം മദ്ബഹായിൽ പോകേണ്ടത്. അപ്പം അങ്ങനെയൊക്കെ കയറി മുന്നോട്ട് ഇങ്ങനെ വന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ദൈവവചനം എനിക്ക് കേൾക്കാനുള്ള വലിയ ആഗ്രഹങ്ങളുണ്ടായി. അപ്പോൾ പള്ളിയിൽ അച്ഛൻ കുർബാന നടത്തുമ്പോൾ കുർബാനയിൽ മിക്കവാറും എല്ലാം നമ്മൾ സ്ഥിരം കേൾക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് അത് അത്ര ശ്രദ്ധ കൊടുക്കാൻ താല്പര്യം തോന്നിയിട്ടില്ല. എന്നാൽ അച്ഛൻ ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് പ്രസംഗിക്കും. അതെനിക്ക് ഭയങ്കര എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിമിഷം എന്ന് പറയുന്നത് അച്ഛൻ്റെ പ്രസംഗമാണ്. ആ പ്രസംഗ സമയത്ത് അച്ഛൻ ഈ ബൈബിളിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുമ്പോൾ അത് ഇങ്ങനെ കേൾക്കും. അങ്ങനെ വളരെ സന്തോഷവാനായിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞങ്ങൾ നാട്ടിൽ താമസമായി. പപ്പ ഒറീസയിൽ തന്നെയായിരുന്നു പിന്നീടും തുടർന്നത്. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഒരു 7ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ ഹൈസ്കൂൾ പ്രായം എപ്പോഴോ ആയ സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ എല്ലാ ശനിയാഴ്ചയും ഒരു പ്രാർത്ഥന വയ്ക്കുമായിരുന്നു. അപ്പോൾ കുറേ അമ്മച്ചിമാരും കുറേ സഹോദരിമാരും ഒക്കെയാണ് കൂടുന്നത്. ആണുങ്ങളൊന്നും അങ്ങനെ മീറ്റിങ്ങുകളിലൊന്നും വരാറില്ല. പക്ഷെ ഞാൻ പോകും. ഞങ്ങളുടെ വീട്ടിലെ കൂട്ടായ്മയിൽ മസ്റ്റായിട്ട് ഞാൻ പങ്കെടുക്കും. പുറത്ത് വേറെ എവിടെയെങ്കിലും ആണെങ്കിൽ അതിലൊക്കെ എനിക്ക് വലിയ താല്പര്യമായിരുന്നു. എൻ്റെ മമ്മി അക്കാര്യത്തിൽ എന്നെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. അപ്പം മമ്മിയുടെ കൂടെ ഞാൻ ഇതിന് പോവുകയൊക്കെ ചെയ്യുമായിരുന്നു. ഇതിനിടയ്ക്ക് മമ്മിക്കും ശാരീരികമായ ഒത്തിരി പ്രശ്നങ്ങൾ, ചൊറിഞ്ഞു കൂട്ടുക, ഇങ്ങനെ കുറേ വിഷയങ്ങളൊക്കെ മമ്മിക്ക് ഉണ്ടായി. അപ്പം മമ്മിയും പ്രാർത്ഥിച്ച് സൗഖ്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞങ്ങളൊരു ഒരു ഭക്തി ലെവലിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ശനിയാഴ്ച ഞങ്ങളുടെ വീട്ടിലെ പ്രാർത്ഥന നടക്കുമ്പോൾ അന്ന് പ്രസംഗിക്കേണ്ട ഉപദേശി വന്നില്ല. അപ്പം ഉപദേശിയെ നോക്കി സഹോദരിമാരൊക്കെ ഇരിക്കുക. അവിടെ ഞാനേ ഉള്ളൂ പിന്നെ ഒരു ആണായിട്ടുള്ളത്, ബാക്കി എല്ലാ സ്ത്രീകളാണ്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലൊരു അമ്മച്ചി പറഞ്ഞു, എടാ ഇന്ന് ഉപദേശി വരുമെന്ന് തോന്നുന്നില്ല, നീയേ ഉള്ളൂ ഇപ്പം ഇതിനകത്ത് ആണായിട്ടുള്ളത്, നീ എഴുന്നേറ്റ് ഒന്ന് പ്രസംഗിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒത്തിരി നാളായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹമുണ്ട്, എനിക്ക് ഈ അച്ഛനൊക്കെ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിക്കണമെന്ന്. പക്ഷേ അത് എങ്ങനെയാ എന്നുള്ളതിനെ പറ്റി ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു അവസരം വരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ 8ലോ 9ലോ പഠിക്കുന്ന ഒരു പ്രായമാണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അമ്മച്ചി ഇത് തമാശയായിട്ടാണോ പറഞ്ഞതെന്ന് എനിക്കിപ്പോഴും തോന്നുന്നു. പക്ഷേ ഞാനതങ്ങ് സീരിയസ് ആക്കിയിട്ട് ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, ഓക്കെ നിങ്ങൾ പ്രാർത്ഥിക്കാമെങ്കിൽ ഞാൻ പ്രസംഗിക്കാമെന്ന് പറഞ്ഞു. ഇവരെല്ലാവരും പാട്ടുപാടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് കുറച്ചു നേരം പ്രാർത്ഥിച്ചു ബൈബിൾ തുറന്ന് നോക്കി ഒരു വാക്യമൊക്കെ സെലക്ട് ചെയ്തു. എനിക്കങ്ങനെ ബൈബിളിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തില്ല. പക്ഷെ ഞാൻ സെലക്ട് ചെയ്ത വാക്യം, ജീവിതത്തിൽ ആദ്യമായി പ്രസംഗിച്ച ആ തിരുവെഴുത്ത് എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ഉണ്ട്. ആ വാക്യം ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ വരച്ചു തന്നിട്ടും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നിങ്ങളുടെ മുമ്പിൽ വരച്ചു തന്നിട്ടും നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയതാർ എന്ന് പറയുന്നൊരു വാക്യമാണ്. ആ വാക്യത്തിന്റെ അർത്ഥമൊന്നും അന്ന് വേണ്ടതുപോലൊന്നും അറിയത്തില്ല. എന്തൊക്കെയോ ആ വാക്യം എടുത്തിട്ട് ഞാനങ്ങ് പ്രസംഗിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ അമ്മച്ചിമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. ഉടനെ തന്നെ അടുത്ത ഞങ്ങളുടെ പള്ളിയിലെ അച്ഛനെ അവിടെ അമ്മച്ചി പള്ളിയിൽ ഞായറാഴ്ച ചെന്ന സമയത്ത് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇവന് ഇന്നലെ പ്രസംഗിച്ചത്, ഇവൻ നന്നായിട്ട് പ്രസംഗിക്കും കേട്ടോ, ഇവനെ പ്രസംഗിക്കാൻ എഴുന്നേൽപ്പിക്കണം, ഇവനെ പ്രോത്സാഹിപ്പിക്കണം. അപ്പം അച്ഛനും എന്നെ വിളിച്ച് അഭിനന്ദനങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ എന്നോട് പറയും, എടാ ചൊവ്വാഴ്ച വൈകിട്ട് പള്ളിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, പുരുഷന്മാരൊക്കെ കൂടുന്നൊരു മീറ്റിംഗ്, അധികം പേരൊന്നുമില്ല, കുറച്ച് പേരേ ഉള്ളൂ, നീ ഒരു 5 മിനിറ്റ് പ്രസംഗത്തിന് തയ്യാറായിട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ദൈവം എനിക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യാൻ തുടങ്ങി, എന്നെ ദൈവത്തിന്റെ ശുശ്രൂഷക്കാരനായിട്ട് എടുക്കുന്നു എന്നൊക്കെയുള്ള ഒരു വലിയ സന്തോഷത്തിലായിരുന്നു ഞാൻ ആ ദിവസങ്ങളിൽ വീണ്ടും ബൈബിളിൽ നിന്ന് വായിക്കുകയും ഒരു ചെറിയ മെസ്സേജൊക്കെ തയ്യാറാക്കി പള്ളിയിൽ പോയി പ്രസംഗിച്ചു. അവിടെ ഉണ്ടായിരുന്ന അപ്പച്ചന്മാർക്കും മറ്റേ മുതിർന്ന സഹോദരന്മാർക്കൊക്കെ വലിയ സന്തോഷമായി. അങ്ങനെ എനിക്ക് നല്ല പ്രോത്സാഹനം കിട്ടാൻ തുടങ്ങി. അങ്ങനെ പതിയെ പള്ളിയിലെ പിന്നെ ഒരു ചെറിയ പ്രാസംഗികനായിട്ട് പതിയെ മാറി. പള്ളിയിലുള്ള ഇടമീറ്റിങ്ങുകളിലെ ഓരോ വീടുകളിൽ പ്രാർത്ഥന വയ്ക്കുമ്പോൾ അവരൊക്കെ ക്ഷണിക്കാൻ തുടങ്ങി. അവിടെയൊക്കെ പോയി ഞാൻ പ്രസംഗിക്കും. മറ്റു പള്ളികളിലുള്ളവരും കൂടി എന്നെ ക്ഷണിക്കാൻ തുടങ്ങി. അവരൊക്കെ ക്ഷണിക്കുമ്പോൾ ഇന്നെനിക്ക് മനസ്സിലാകുന്നത് എൻ്റെ പ്രസംഗത്തിൻ്റെ മിടുക്കൊണ്ടൊന്നുമല്ല അവർ വിളിക്കുന്നത്. എൻ്റെ പ്രായത്തിൽ ഞാൻ അതങ്ങനെ സംസാരിക്കുമ്പോൾ അതൊരു കൗതുകമാണ്.
അവരുടെയൊക്കെ മക്കളെ ഒന്ന് കാണിക്കുക, ഇതുണ്ട് കണ്ടോ നിന്റെ പ്രായത്തിലുള്ള കൊച്ചൻ പ്രസംഗിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അവരെയൊക്കെ ഒന്ന് കാണിക്കുക, എൻകറേജ് ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിൽ അവർ വിളിക്കുന്നത്. എന്തായാലും അതെൻ്റെ ജീവിതത്തിന് ഒരു വലിയ തുടക്കമായിരുന്നു. ഞാൻ അങ്ങനെ പ്രസംഗത്തിന് അവസരം കൂടിക്കൂടി വരുമ്പോൾ എനിക്ക് വലിയ പഠനമൊന്നുമില്ല ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ശരിക്കും യേശുക്രിസ്തുവിനെ കൂടുതലായിട്ട് അറിയുന്നത് ഈ 6ാം ക്ലാസ്സിന് ശേഷം നാട്ടിൽ വന്ന് അപ്പച്ചൻ്റെ ഒരു ഉത്സാഹത്തിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടൊക്കെ അറിയുന്നത്. അവിടെ ഒറീസയിലായിരുന്നപ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ വല്ലപ്പോഴൊക്കെ അവിടെ ഒരു സ്കൂളിലാണ് കുർബാന നടക്കുന്നത്. പല ആൾക്കാർ ഒന്നിച്ച് ചേർന്ന് നടത്തുന്ന ഒരു കുർബാന. വല്ലപ്പോഴൊക്കെ പപ്പായി ഞങ്ങളെല്ലാം കൂടെ പോകും, അതിൽ പങ്കെടുക്കും, ഞങ്ങൾ പിള്ളേരോടെ കളിച്ചൊക്കെ ഇങ്ങനെ പോരും. ഇവിടെ നാട്ടിൽ വന്നപ്പോഴാണ് ബൈബിൾ പഠിക്കാനും ഒക്കെ ഉത്സാഹം ഉണ്ടായത്. എന്തായാലും പ്രസംഗത്തിന് വേദി കൂടുതലാകാൻ തുടങ്ങിയപ്പോൾ പ്രസംഗങ്ങൾ തയ്യാറാക്കേണ്ട സ്ഥിതി വന്നു. പ്രസംഗങ്ങൾ തയ്യാറാക്കണമെങ്കിൽ ഒരു വിഷയം എടുത്താൽ വിഷയത്തോട് ചേർന്ന വാക്യങ്ങൾ എവിടെയൊക്കെയാണ് കിടക്കുന്നത് ഇതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് ഞാൻ ചെയ്ത പരിപാടി, എൻ്റെ കയ്യിൽ ഏതോ ഒരു പെന്തക്കോസുകാരുടെ ഒരു ട്രാക്റ്റ് കിട്ടി. ഞാൻ നോക്കിയപ്പോൾ ഈ ട്രാക്റ്റിൽ ഒരു മെസ്സേജ് ഉണ്ട്, മെസ്സേജിനെ സഹായിക്കുന്ന വാക്യങ്ങൾ കിടക്കുന്നു. ഞാൻ വാക്യങ്ങളൊക്കെ പതിയെ കളക്ട് ചെയ്തിട്ട് ഞാനിങ്ങനെ ഈ പ്രസംഗങ്ങൾ തയ്യാറാക്കാൻ തുടങ്ങി. അങ്ങനെ ബൈബിൾ പിന്നെ പതിയെ പഠനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ ബൈബിളിനകത്ത് പല വാക്യങ്ങൾ എന്നെ ആശയക്കുഴപ്പത്തിലായി, കൺഫ്യൂഷനായി. ഞാൻ കുറേ വാക്യങ്ങൾ അങ്ങനെ കൺഫ്യൂഷൻ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് ഒരു ദിവസം പറഞ്ഞു, അച്ഛൻ എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ട്, ഞാൻ വീട്ടിലോട്ട് വരും, എനിക്ക് അച്ഛനോട് കുറച്ച് സംശയങ്ങൾ തീർത്ത് തരണമെന്ന് പറഞ്ഞു. അതിനെന്താടാ, നീ എപ്പോൾ വേണേലും വാ, ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അച്ഛൻ്റെ വീടും. ഞാൻ ഒരു ദിവസം ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് നേരെ അച്ഛൻ്റെ അടുക്കൽ ചെന്നു, അച്ഛാ എനിക്ക് തിരുവഴുത്തിൽ നിന്ന് കുറേ സംശയങ്ങളുണ്ടെന്ന് പറഞ്ഞു തരണം, എന്തുവാടാ നിന്റെ സംശയങ്ങൾ? അപ്പം ഞാൻ പറഞ്ഞ, അച്ഛാ ഈ ബൈബിളിൽ എഴുതിയിട്ടുണ്ട് പുരുഷൻ തൻ്റെ തലയിൽ മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ, ഏത് പുരുഷനും തൻ്റെ തലയിൽ മൂടുപടം ഇട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ അവൻ തൻ്റെ തലയായ ക്രിസ്തുവിനെ നിന്ദിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അങ്ങനെ അതെവിടെ എഴുതിയിരിക്കുന്നത്? അച്ഛൻ അറിയത്തില്ല, ഞാൻ എടുത്ത് കാണിക്കുമ്പോൾ അച്ഛൻ കേട്ടിട്ടുണ്ടായിരിക്കും. അതെവിടെ എഴുതിയിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ വാക്യമൊക്കെ എടുത്തിട്ട് കാണിച്ചു. അതിന് ഞാൻ ചോദിച്ചു, അച്ഛൻ അച്ഛൻ്റെ തലയിൽ ഈ തൊപ്പി വയ്ക്കുന്നതും തിരുമേനിയുടെ തലയിൽ മൂടുപടം ഒക്കെ വെക്കുന്നത് നിങ്ങൾ പുരുഷന്മാരല്ലേ, നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ചെയ്യരുതെന്നല്ലേ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്? പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അച്ഛൻ ആകെ പടക്കുഴഞ്ഞു. അതാണോ നിന്റെ സംശയം? വേറെ ഏതാ നിന്റെ സംശയം? ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ യേശുക്രിസ്തുവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഒരു വാക്യമുണ്ട്. മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്ന അവന്റെ സന്നിധിയിൽ ആണെന്നും പെണ്ണെന്നും യഹൂദനെന്നും യവനെന്നും ഒന്നും വ്യത്യാസമില്ല. അങ്ങനെയാണെങ്കിൽ ഈ വിശുദ്ധ മദ്ബഹ, അവിടെയാണല്ലോ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്ന സ്ഥലം, അവിടെ എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് വിലക്ക്? ഞാൻ ഈ മാമോദിസ ഒക്കെ മുക്കുന്നത് കണ്ടിട്ടുണ്ട്. ആൺകുഞ്ഞുങ്ങളെ മാമോദിസ മുക്കുമ്പോൾ മദ്ബഹായ്ക്ക് അകത്ത് കൊണ്ടുപോയി ത്രോണോസിന്റെ 4 മൂലയ്ക്ക് മുത്തും. പക്ഷെ പെൺകുഞ്ഞുങ്ങളെ മദ്ബഹായ്ക്കകത്ത് പ്രവേശനമില്ല, അവർക്ക് സ്ത്രീകളെ അവർ അകറ്റി നിർത്തും അവിടുന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, അത് നീതിയാണ്? അത് ശരിയല്ലല്ലോ, അവിടെ ക്രിസ്തുവിന്റെ ആത്മാവുണ്ടെങ്കിൽ ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ? അങ്ങനെ ആ തരത്തിലൊരു 3-4 ചോദ്യങ്ങൾ ഞാൻ അച്ഛനോട് ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പൊ അച്ഛൻ അവസാനം പറഞ്ഞു, മോനെ ബൈബിൾ പൂർണ്ണമല്ല, ബൈബിളിനകത്ത് മാനുഷികമായ വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മാനുഷികമായ കൈകടത്തലുകൾ അതിനകത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് നീ ബൈബിളിലുള്ള കാര്യങ്ങളെ ഫോളോ ചെയ്യലല്ല പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ പിതാക്കന്മാർ നമുക്ക് തന്നിട്ടുള്ള ചില ഉപദേശങ്ങളുണ്ട്, ആരാധനാക്രമമുണ്ട്, പാമ്പാക്കട പുസ്തകങ്ങളുണ്ട്, നീ അതാണ് ഫോളോ ചെയ്യേണ്ടത്. ബൈബിള് പൂർണ്ണമല്ല. അപ്പോൾ ഞാൻ ആകപ്പാടെ വിഷമിച്ചു. ബൈബിളാണ് ശരി എന്ന് വിശ്വസിച്ച് വരുമ്പോൾ എനിക്കുണ്ടായ വലിയൊരു പ്രഹരമാണ്. കാരണം ഞാൻ ഈ ഓരോ പ്രസംഗവാക്യം തയ്യാറാക്കുന്ന ബൈബിളിൽ നിന്നാണ്. അപ്പോൾ ബൈബിൾ പൂർണ്ണമല്ല എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് ധൈര്യത്തിൽ ഇനി ബൈബിളിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ ഒരു വിഷമം ഉണ്ടായി. എങ്കിലും ആ വിഷമം അച്ഛൻ്റെ അടുത്ത് പ്രകടിപ്പിച്ചില്ല. ഞാൻ ഉടനെ തന്നെ അച്ഛനോട് ചോദിച്ചു, അച്ഛൻ അങ്ങനെയാണെങ്കിൽ ഈ പിതാക്കന്മാർ പഠിപ്പിച്ചതിനകത്തുനിന്ന് എനിക്ക് ചില സംശയങ്ങളുണ്ട്, അതെന്തുവാണ് നിന്റെ പിതാക്കന്മാർ പഠിപ്പിച്ചതിനകത്തെ സംശയം? ഞാൻ പറഞ്ഞു, പിതാക്കന്മാർ പഠിപ്പിച്ചൊരു കാര്യമാണ് അച്ഛൻ കുർബാന മധ്യത്തിൽ പറയുന്നത്, പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അല്ലാതെ പരിശുദ്ധരില്ല. ഇത് അച്ഛൻ പറയുന്ന വാക്കല്ലേ? അതെ. 10 മിനിറ്റ് കഴിയുമ്പോൾ അച്ഛൻ തന്നെ പറയത്തില്ലേ പരിശുദ്ധ പരമന തിരുമേനിയുടെ നാമത്തിലുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണെന്ന്? ഇത്തിരി മുമ്പേ അച്ഛൻ പറഞ്ഞ എന്താണ്? പിതാവും പുത്രനും പരിശുദ്ധ റൂഹായും അല്ലാതെ പരിശുദ്ധനില്ലെന്നാണ്. ഇപ്പൊ പറയുന്നത് പരിമല തിരുമേനി പരിശുദ്ധനാണ്. അങ്ങനെയാണെങ്കിൽ മുമ്പേ പറഞ്ഞ കള്ളം, അല്ലെങ്കിൽ ഇപ്പൊ പറയുന്നത് കള്ളം. ഇത് രണ്ടും കൂടെ എങ്ങനെ ഒക്കുന്നേ? ഇങ്ങനെ ഒരു 2-3 ചോദ്യം കൂടി അച്ഛനോട് ചോദിച്ചു. അച്ഛനാകപ്പാടെ വിഷമിച്ചു. ലാസ്റ്റിൽ എന്നോട് അച്ഛൻ പറഞ്ഞ മറുപടി, മോനെ നിന്റെ സംശയത്തിനൊന്നും മറുപടി തരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, നീ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഉത്തരം കണ്ടെത്താൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ ഞാൻ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ വലിയ നിരാശയോടെ പോയി. കാരണം എൻ്റെ ഉള്ളിൽ അത്രമാത്രം ഒരു ഉറപ്പായിരുന്നു ഇത് ദൈവത്തിൻ്റെ വചനം. കാരണം ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ വചനമാണിത്. ആകാശം മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും ഈ വചനങ്ങൾക്ക് മാറ്റമില്ല. പക്ഷെ എന്നെ നടത്തുന്ന ആത്മീയ ഗുരുവായി അല്ലെങ്കിൽ പിതാവായി ഒക്കെ കണക്കാക്കുന്ന അച്ഛൻ എന്നോട് പറയുക ബൈബിൾ പൂർണ്ണമല്ല. പിന്നെ ഞാൻ എവിടെ ആശ്രയിക്കും? പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിലേക്ക് അവിടെയും ആശയക്കുഴപ്പങ്ങളാണ്. അന്നേരം തന്നെ ഞാൻ അച്ഛനോട് വേറൊരു കാര്യം കൂടി ചോദിച്ചു. എൻ്റെ ഈ പള്ളിയിലെ ചെറുപ്രായത്തിൽ പള്ളിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു വിഷയമാണ്. ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ രാവിലെ ചെല്ലുമ്പോൾ ഒരു പ്രായം ചെന്നൊരു അപ്പച്ചൻ വരും. ഈ വടിയെ ഇങ്ങനെ കുത്തിപ്പിടിച്ചാൽ വരുന്നത്. ഈ അപ്പച്ചൻ ഈ പള്ളിയുടെ അകത്ത് കയറത്തില്ല, പള്ളിയുടെ വെളിയിൽ നിൽക്കുമ്പോൾ ഞാൻ അകത്ത് കയറുമ്പോൾ കൊച്ചു പയ്യനല്ലേ ഞാൻ, എന്നെ ഇങ്ങനെ കൈ കാട്ടി വിളിക്കും. ഞാൻ അടുക്ക ചെല്ലും. ഒരു 10 പൈസ എടുത്ത് എൻ്റെ കൈ തരും, മോനെ ഇത് കൊണ്ടുവന്ന് വഞ്ചിക്കകത്തിടണേന്ന് പറയും. അപ്പൊ ഞാൻ ഈ 10 പൈസ കൊണ്ടുവന്ന് വഞ്ചിക്കത്തിടും. അന്നേരം എൻ്റെ ധാരണ ഈ അപ്പച്ചനെ പള്ളിക്കകത്തോട്ട് സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വെളിയിൽ അങ്ങ് നിൽക്കുന്നതായിരിക്കും, അതുകൊണ്ട് എന്നെ തന്നു വിടുന്നത്, ഞാൻ ഇതുകൊണ്ട് അവിടെ ഇടും. ഇങ്ങനെ ഒരു 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച
അപ്പച്ചൻ വീട്ടിൽ നിന്ന് ഇവിടം വരെ നടന്നല്ലേ വരുന്നത്. അപ്പച്ചൻ പിന്നെ എന്തുകൊണ്ടാണ് ഈ പള്ളിക്കകത്ത് കയറാതിരിക്കുന്നത്? ഇവിടെ വരെ നടന്നു വന്നിട്ട് പള്ളിക്ക് വെളിയിൽ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ട്? അകത്ത് കയറി എന്തുകൊണ്ട് ഈ നേർച്ച ഇടുന്നില്ല എന്നോട്. അപ്പൊ അപ്പച്ചൻ പറഞ്ഞൊരു മറുപടി, മോനെ അത് ഞങ്ങൾക്ക് ഇവിടം വരെ ഉള്ളൂ വരാനുള്ള അനുവാദം. കാരണം അന്ന് ഈ ഐത്തത്തിന്റെ ഒക്കെ പാരമ്പര്യം ഇങ്ങനെ നിൽക്കുകയല്ലേ. ഇദ്ദേഹം ഒരു പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരു പ്രായം ചെന്ന അപ്പച്ചനാണ്. അദ്ദേഹം യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്. അദ്ദേഹം ഈ പള്ളിയിൽ വരുന്നു, അദ്ദേഹത്തിന്റെ നേർച്ച അദ്ദേഹം ഇടാൻ ശ്രമിക്കുന്നു. പക്ഷെ പള്ളിക്കകത്ത് പ്രവേശിക്കുമ്പോൾ ഈ പള്ളിക്കകത്ത് നിൽക്കുന്ന പ്രമാണികൾക്ക് അവരുടെയൊക്കെ ഹൃദയത്തിലെ ചിന്തയാണ്, അവർക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത. അതുകൊണ്ട് അപ്പച്ചൻ അവിടെ നിൽക്കുന്നു. എനിക്ക് ഈ അപ്പച്ചൻ പറഞ്ഞ് എനിക്ക് മനസ്സിലായില്ല. കാരണം ഞാൻ ജനിച്ചത് ഒറീസയിലായതുകൊണ്ട് അവിടെ ഈ ജാതി വ്യത്യാസങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഞങ്ങളെല്ലാവരും മലയാളികളെല്ലാം ഒന്നാണ്. അവിടെ ആകെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ പഞ്ചാബി, ബംഗാളി, ബീഹാറി എന്നൊക്കെ പറഞ്ഞുള്ള ചെറിയ ഇതേ ഉള്ളൂ. അല്ലാതെ അവിടെ ജാതി സ്പിരിറ്റുകളോ അങ്ങനെ ഒരു ഉച്ചനീചത്വത്തിന്റെ ഒരു കഥ ഞാൻ കേട്ടിട്ടേ ഇല്ല. അപ്പൊ ഇദ്ദേഹം ഈ പറഞ്ഞ വാക്ക്, ഞങ്ങൾക്ക് ഇവിടെ വരെ വരാൻ അനുവാദമുള്ളൂ, അത് നിങ്ങൾ അങ്ങനെ ഒരു കൂട്ടറുണ്ടോ? ഞാൻ ഇത് അച്ഛനോട് ചോദിച്ചു. അച്ഛാ ഇന്ന അപ്പച്ചൻ അവിടെ വരുന്നില്ല. അപ്പച്ചൻ എന്നോട് ഇങ്ങനെയാ പറഞ്ഞത്, മോനെ അവരൊക്കെ പുലയരാണ്, അവർക്ക് അവരവിടെ നിൽക്കുകയുള്ളൂ. ഞാൻ ചോദിച്ചു അതെന്താ അവരവിടെ നിൽക്കുന്നത്? എല്ലാവരും ആദത്തിന്റെ മക്കളല്ലേ. നമ്മളിവിടെ വന്ന് സുവിശേഷം പ്രസംഗിച്ച് സുവിശേഷം കേട്ട് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി സഭയോട് ചേർക്കണമെന്നല്ലേ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിലെ അവസാന ഭാഗം വെച്ചാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അവരെ ഇങ്ങോട്ട് ചേർക്കാത്തത്? അവരവിടെ തന്നെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അവർ നമ്മുടെ കൂടെ ചേരേണ്ടതല്ലേ. മോനെ അത് അങ്ങനെയാ, നിനക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇതൊക്കെയാണ് അച്ഛൻ്റെ മറുപടികൾ. എന്തായാലും ഞാൻ തിരിച്ചു വീട്ടിൽ പോരുന്നപ്പോൾ എനിക്ക് വലിയ നിരാശയാണ് തോന്നിയത്. ആ ഇടയ്ക്ക് എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിക്കുന്ന ചില സുഹൃത്തുക്കളുണ്ട്. ഇവർ ഈ SFI പ്രവർത്തകരാണ്. SFIയുടെ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആ വിദ്യാർത്ഥി സംഘടനയുടെ പ്രവർത്തകരാണ്, എൻ്റെ കൂട്ടുകാരാണ്. അപ്പം അവരോടുള്ള ചങ്ങാത്തം കൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ ജാതി വ്യത്യാസത്തിൻ്റെ ഒരു സംഭവം അവിടെ കിടക്കുന്നു. ഇപ്പുറത്ത് പള്ളിയിലെ ബൈബിൾ പൂർണ്ണമല്ല എന്ന് പറയുന്നു. അച്ഛൻ പഠിപ്പിക്കുന്നത് തന്നെ അച്ഛന് വ്യക്തമായിട്ട് മറുപടി പറയാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ഉണ്ടെന്നൊരു വിശ്വാസം എൻ്റെ ഹൃദയത്തിൽ നിൽക്കുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സുഹൃത്തുക്കൾ എന്നോട് പറയുക, ദൈവം എന്ന് പറയുന്ന ഒന്നുമില്ല, ചുമ്മാതാണ്, കള്ളമാണത്, ഇതൊക്കെ തട്ടിപ്പാണ്. അപ്പൊ അങ്ങനെ ഞാൻ പതിയെ ഇവരുടെ യുക്തിവാദപരമായിട്ടുള്ള ചിന്തകളും ഒക്കെ എൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യാൻ തുടങ്ങി. ഇവർ പല പുസ്തകങ്ങൾ തരാൻ തുടങ്ങി. ഈ പുസ്തകങ്ങളൊക്കെ ഹൈസ്കൂൾ പ്രായത്തിൽ ഞാൻ പതിയെ വായിക്കാൻ തുടങ്ങി. വായിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതെല്ലാം തട്ടിപ്പായിരിക്കും. കാരണം സ്നേഹമൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നുള്ളൂ, സ്നേഹം ഇവിടെ ഇല്ല. ഇവിടെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്ന് പറയുന്ന, പക്ഷേ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നല്ല. എല്ലാവരോടും ഇതൊക്കെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ എൻ്റെ ഹൃദയത്തിൽ, ഇതെല്ലാം ഒരു തട്ടിപ്പ്. ഓരോരുത്തരും ഓരോ വിഭാഗങ്ങളെ ഉണ്ടാക്കിയിരിക്കുക, മതവും ജാതിയും അതിനകത്ത് പല സമുദായങ്ങളെ ഒക്കെ ഉണ്ടാക്കി ഇങ്ങനെ പോകും. ഇതൊക്കെ തട്ടിപ്പാണ്. ഇവിടെയൊന്നും സ്നേഹമൊന്നുമില്ല, ഇതൊക്കെ ചുമ്മാ കള്ളത്തരം. അങ്ങനെ ആ നിലയിൽ എൻ്റെ ചിന്തകൾ പതിയെ പോയി. ഞാൻ ഈ ബൈബിള് പ്രസംഗവും നിർത്തി, മദ്ബായിലുള്ള പ്രവേശനവും നിർത്തി. ഞാൻ എൻ്റെ കോളേജ് തലങ്ങളിലേക്കൊക്കെ വന്നപ്പോൾ ഒരു നല്ല രാഷ്ട്രീയക്കാരനായിട്ട് മാറി. ഞാൻ SFIയുടെ ഒരു നല്ല പ്രവർത്തകനായിട്ട് മാറി, DYFയുടെ നല്ല പ്രവർത്തകനായിട്ട് മാറി. അങ്ങനെ രാഷ്ട്രീയത്തിലായി. പിന്നീട് എൻ്റെ ചിന്തകളും യാത്രകളും. പിന്നീട് ഈ ആത്മീയ കാര്യങ്ങൾ പറയുന്നവരോടൊക്കെ ഞാൻ തർക്കിക്കാൻ തുടങ്ങി. ഈ ബൈബിളിലെ തന്നെ പല വചനങ്ങളും പഠിച്ചിട്ടുള്ളത് കൊണ്ട് അതേ വാക്യങ്ങളൊക്കെ എടുത്തു വെച്ച് തന്നെ ഞാൻ ആത്മീയരോട് തർക്കിക്കാൻ തുടങ്ങി. ഇതിനെന്നെ സഹായിക്കാൻ ധാരാളം സുഹൃത്തുക്കൾ വേറെ ഉണ്ട്. അവരും പല ചോദ്യങ്ങൾ ബൈബിളിൽ നിന്നുള്ള യോജിപ്പില്ലാത്ത അല്ലെങ്കിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്ന ചോദ്യങ്ങളൊക്കെ എൻ്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യും. ഞാനതെടുത്ത് വെച്ചിട്ട് ഈ അച്ഛനോടും കപ്പിയാരോടും പള്ളിയിലെ ഉപദേശിമാരൊക്കെ വരുമ്പോൾ അവരോടൊക്കെ പറയും. അങ്ങനെ ഇവരെല്ലാം ഉത്തരം മുട്ടി വിഷമിച്ച് നടക്കുമ്പോൾ ഞാൻ മിടുക്കനാണെന്നുള്ള ധാരണയിൽ ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ 18-ാമത്തെ വയസ്സിൽ ഞാൻ CPMന്റെ പാർട്ടി മെമ്പറായി മാറി. 21-ാമത്തെ വയസ്സിൽ ഞാൻ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി ആയി. അങ്ങനെ ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതം നയിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ രാഷ്ട്രീയ ജീവിതം നയിച്ചു വരുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ കോളേജിൽ പഠിച്ചു. കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്പസ്വല്പം കലാവാസനയും പിന്നെ നാടകവും ഇങ്ങനെയൊക്കെയുള്ള കലാവാസനകളൊക്കെ ഉള്ള അതുമായിട്ടൊക്കെ ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ പോയി. ഇടയ്ക്ക് എൻ്റെ സ്വഭാവങ്ങളെ തിരുത്താൻ അല്പം മദ്യപാനവും പുകവലിയും ആ ലെവലിലേക്കൊക്കെ പതിയെ നീങ്ങാൻ തുടങ്ങി. കൂട്ടുകെട്ടുകൾ കൂടാൻ തുടങ്ങി. അങ്ങനെ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ട് കൂട്ടുകെട്ടും രാഷ്ട്രീയം ഒക്കെ ആകുമ്പോൾ അടിയും പിടി, അങ്ങനെ വഴക്ക് ബഹളം, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ജീവിതത്തിൽ വരാൻ തുടങ്ങി. ഈ സമയത്ത് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു അധ്യാപിക, ഞാൻ ഈ അടുത്ത സമയത്ത് അറിഞ്ഞത് ആ ടീച്ചറും വിശ്വാസത്തിലായി എന്നുള്ളത്. അന്ന് ആ ടീച്ചർ CSIയിലെ ഒരു വിശ്വാസിയായിരുന്നു. ആ ടീച്ചർ എന്നെ വലിയ സ്നേഹമായിരുന്നു. ഓമന എന്നാണ് ടീച്ചറിൻ്റെ വീട്. ടീച്ചറുടെ വീട് ഇപ്പോൾ കുമ്പനാട്ടാണ് ടീച്ചറിൻ്റെ വീട്. ടീച്ചർ എന്നെ വിളിച്ചിരുത്തി ഒരുപാട് ഗുണദോഷിക്കുമായിരുന്നു. മോനെ അങ്ങനെ പോകല്ലേ, ഇങ്ങനെ പോകല്ലേ. ടീച്ചറിൻ്റെ സാമീപ്യവും ഗുണദോഷവും ഒക്കെ എനിക്കുള്ളിൽ ഇങ്ങനെ എൻ്റെ ഒരു മൂത്ത ചേച്ചി എന്നോട് സംസാരിക്കുന്ന ഫീലിങ്സ് ഒക്കെ എനിക്ക് ഉണ്ടാക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് നന്നാകാൻ താല്പര്യമായിരുന്നു. ടീച്ചറുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ വളരെ ബഹുമാനത്തോടൊക്കെ നിൽക്കുമെങ്കിലും ഇങ്ങോട്ട് മാറി ഞാൻ പഴയ പോലൊക്കെ തന്നെ നടക്കാൻ തുടങ്ങി. എന്തായാലും അവരെന്നെ ഓർത്ത് നാളുകളായി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളത് ഈ അടുത്ത കാലത്താണ് എനിക്ക് മനസ്സിലാക്കാനിടയായത്. എന്തായാലും കൊള്ളാം, ഞാൻ അങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. എൻ്റെ ഇടയ്ക്ക് കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മകൻ ജനിച്ചു. കല്യാണം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ജ്ഞാനായ സമുദായത്തിൽ ജനിച്ചോളുന്ന ആളായതുകൊണ്ട് ഞാൻ കല്യാണം കഴിച്ചത് ജ്ഞാനായ സമുദായത്തിൽപ്പെട്ട ആളിനെ അല്ല. ഞാൻ വിവാഹം കഴിച്ചത് മലങ്കര കത്തോലിക്ക സഭയിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവളുടെ അച്ഛൻ്റെ പെങ്ങടെ മകൻ പള്ളിയിലെ കത്തോലിക്ക സഭയിലെ ഒരു പുരോഹിതനുമൊക്കെയാണ്.
അപ്പോൾ ഇതിന് എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും ആദ്യം ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഈ ജ്ഞാനായക്കാരെന്ന് പറഞ്ഞാൽ ജ്ഞാനായക്കാരെ മാത്രമേ വിവാഹം കഴിക്കാൻ പാടുള്ളൂ എന്നൊക്കെയുള്ള ചില ചിട്ടവട്ടങ്ങൾ പാരമ്പര്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. അപ്പം സമുദായം മാറി കല്യാണം കഴിച്ചാൽ എന്നെ ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് മുടക്കും. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി, പള്ളിയിൽ നിന്ന് മുടക്കില്ലേ. ഞാൻ പറഞ്ഞ അവരെന്നെ എന്നാ മുടക്കാനാണ്, ഞാൻ അവരെ മുടക്കി വെച്ചിരിക്കുക. ഇനി അവരെന്നെ എന്നാ മുടക്കാൻ, എനിക്കിതിലൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, നിങ്ങൾക്ക് നടത്തി തരാൻ പറ്റുമെങ്കിൽ നടത്തി തരിക. ഏതായാലും കൊള്ളാം. എൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠത്തിയും ഒക്കെ ആ കാര്യത്തിൽ പിന്നെ എനിക്ക് അനുകൂലമായിട്ടൊന്നും പപ്പായ്ക്കൊന്നും ആ വലിയ സമുദായ സ്പിരിറ്റ്, കാരണം വടക്കേണ്ടിയിലൊക്കെ ആയിരുന്നുകൊണ്ട് അത്ര വലിയ തീവ്രതയൊന്നും ഇല്ലായിരുന്നുകൊണ്ട് അവരും പിന്നെ ആ വിവാഹം ആ വീട്ടുകാരുമായി ആലോചിച്ച് അത് നടത്തി തന്നു. അപ്പൊ അങ്ങനെ എനിക്കൊരു മകനുണ്ടായ സമയത്ത് ഈ മകനെ മാമോദിസ മുക്കണം. മാമോദിസ മുക്കാനുള്ള സാഹചര്യം വന്നപ്പോൾ ബാക്കി എല്ലാവരും ഭക്തിയിലാണ്, ഞാൻ പക്ഷേ ഇതിനെയൊക്കെ ഇങ്ങനെ പരിഹസിച്ചും ആക്ഷേപിച്ചും ഒക്കെ യാത്ര ചെയ്തു. പിന്നെ മാമോദിസ മുക്കേണ്ട സമയമായപ്പോൾ ഈ കത്തോലിക്ക സഭയിലെ മുക്കാൻ പറ്റത്തുള്ളൂ, ജ്ഞാനായ സമുദായത്തിൽ മുക്കാൻ പറ്റത്തില്ല. കത്തോലിക്ക സഭയിൽ മുക്കാനായിട്ട് ചെല്ലുമ്പോൾ കത്തോലിക്കനായിരിക്കണം തലയ്ക്ക് പിടിക്കുന്നത്. അതായത് ഞങ്ങളുടെ രീതി അനുസരിച്ച് ഈ അപ്പൻ്റെ അപ്പനാണ് ആദ്യത്തെ ആൺകുട്ടിയാണെങ്കിൽ ആ ആൺകുട്ടിയെ മാമോദിസ മുക്കാനുള്ള അവകാശം. അപ്പം എൻ്റെ പപ്പായ്ക്കാണ് ഈ കുഞ്ഞിനെ മാമോദിസ മുക്കാനുള്ള അവകാശം. അപ്പൊ എൻ്റെ പപ്പായുടെ പേര് വേണം ഇവനിടാൻ. പക്ഷെ അത് കത്തോലിക്കർ സമ്മതിക്കുന്നില്ല, കാരണം എൻ്റെ പപ്പ ജ്ഞാനായക്കാരനാണ്. ഇപ്പൊ കത്തോലിക്കരുടെ ഡിമാൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തോലിക്കരെ മാത്രമേ തലയ്ക്ക് പിടിക്കാൻ അനുവദിക്കുന്നുള്ളൂ, ജ്ഞാനായക്കാരെ സമ്മതിക്കുന്നില്ല. അപ്പൊ എൻ്റെ വൈഫിന്റെ അപ്പന് മാത്രമേ പിന്നെ അതിന് അവകാശം വരുന്നുള്ളൂ. ഇത് എൻ്റെ പപ്പായ വല്ലാതെ വിഷമിപ്പിച്ചു. എൻ്റെ പപ്പ എന്നോട് ചേട്ടാ, എനിക്ക് കൊച്ചുമക്കൾ ആദ്യത്തേത് ഉണ്ടാകുന്നത് എൻ്റെ ചേഷ്ടൻ്റെത് ആദ്യത്തേത് പെൺകുട്ടിയാണ്. അപ്പൊ അതിന് പപ്പായ്ക്ക് അവകാശം കിട്ടില്ല. പപ്പായുടെ പേരിടാൻ പറ്റുന്ന ആദ്യത്തെ കുട്ടി എൻ്റെതാണ്. അപ്പം എനിക്ക് നീ ഇങ്ങനെ പോയതുകൊണ്ടല്ലേ എനിക്ക് ആ അവകാശം നിഷേധിക്കപ്പെട്ടെന്ന്. ഞാൻ പറഞ്ഞു, പപ്പായ്ക്ക് ഇത് തലയ്ക്ക് പിടിച്ചാൽ പോരെ, അത്രയല്ലേ ഉള്ള പ്രശ്നം. എനിക്കിപ്പോൾ കത്തോലിക്ക ആയാലും ഏതായാലും ഒരു പ്രശ്നമില്ല, പപ്പായ്ക്ക് തലയ്ക്ക് പിടിക്കാൻ അനുവദിക്കുന്ന ഏതെങ്കിലും സഭയോടെ നമുക്ക് അത് ആലോചിക്കാം എന്നുള്ള രീതിയായി ഞങ്ങളുടെ അടുത്തൊരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്. ആ പള്ളിയിലെ അച്ഛന് ഇപ്പം മരിച്ചുപോയ അദ്ദേഹത്തിൻ്റെ വൈഫ് എന്നെ ചെറുപ്രായത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അച്ഛനെ ഞങ്ങളുടെ വീട്ടുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് അറിയാവുന്നതുകൊണ്ട് ഈ അച്ഛൻ്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇങ്ങനൊരു ക്രൈസിസിലാണ് ഞാൻ നിൽക്കുന്നത്, അപ്പോൾ എൻ്റെ കുഞ്ഞിനെ മാമോദിസ മുക്കണം, പക്ഷേ എൻ്റെ പപ്പായെ കൊണ്ട് തലയ്ക്ക് പിടിപ്പിക്കണം, അച്ഛനെ കൊണ്ട് നടക്കുമെന്ന് ചോദിച്ചു. എടാ അത്രയുള്ള പ്രശ്നം, നീ ഒരു കാര്യം ചെയ്യ്, നീ ഓർത്തഡോക്സ് പള്ളിയിലോട്ട് എഴുത്തെഴുതി നീ ഓർത്തഡോക്സ് പള്ളിയിലോട്ട് ചേരെ, ഞാൻ നിനക്കൊരു കത്ത് തരാം, നീ പരുമലപ്പള്ളിയിൽ കൊണ്ടുപോയി അടുത്ത ഞായറാഴ്ച നാളെ തന്നെ വേണേൽ കൊണ്ടുപോയി മുക്കിക്കോ, പരുമലപ്പള്ളിയിൽ കൊണ്ടുപോയി നിന്റെ കുഞ്ഞിനെ മുക്കാൻ പറഞ്ഞു. വലിയ സന്തോഷം. കാരണം നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രശസ്തിയുള്ള പള്ളിയാണ് പരുമലപ്പള്ളി. തന്നെയല്ല ജ്ഞാനായക്കാർ അച്ഛന്മാരുൾപ്പെടെ ഓർത്തഡോക്സുകാരുടെ ഇഷ്ടമല്ലെങ്കിലും ഓർത്തഡോക്സിലെ തിരുമേനിയായ പരുമല തിരുമേനിയെ വലിയ ഇഷ്ടമാണ്. ആ തിരുമേനിയുടെ പേര് പള്ളി വായിക്കുകയും ആ തിരുമേനിയുടെ പേര് എഴുതി പിടിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ഇവർ ചെയ്യും. എന്തായാലും പരുമല പള്ളിയിലേക്ക് മുക്കാവാനുള്ള തീരുമാനമെടുത്തു. അപ്പോൾ ഞാൻ നേരെ എൻ്റെ പപ്പായും എൻ്റെ ജ്യേഷ്ഠനും ഞാനും വൈഫും എൻ്റെ പപ്പായും മമ്മിയും ഞങ്ങളെല്ലാവരും കൂടെ ജ്യേഷ്ഠൻ്റെ ഓട്ടോറിക്ഷയിൽ കുഞ്ഞുമായിട്ട് പരുമലപ്പള്ളിയിൽ പോവാണ്. പരുമലപ്പള്ളിയിൽ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് രാവിലത്തെ കുർബാന കഴിഞ്ഞ് കുഞ്ഞിനെ മുക്കേണ്ട ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. ഇപ്പം മാമോദിസയുടെ സെക്ഷൻ നിൽക്കുക. ഇപ്പം എൻ്റെ മോനെ കൊണ്ട് എൻ്റെ പപ്പായും പോയി നിന്നു. എനിക്ക് തോന്നുന്നു ഒരു 9 കുഞ്ഞുങ്ങളെ അന്ന് മാമോദിസ മുക്കാൻ എൻ്റെ പള്ളിയിൽ നിൽപ്പുണ്ട്. ഇപ്പം മാമോദിസ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ചെറുപ്രായം മുതൽ കണ്ടുവന്നിട്ടുണ്ട് ഈ മാമോദിസ മുക്കുന്ന അച്ഛനും കപ്പിയാർക്കും അത് അവിടെ നിന്ന് സഹായിക്കുന്ന ശുശ്രൂഷകനും ഈ മാമോദിസ മുക്കുന്ന കൊച്ചിൻ്റെ വീട്ടുകാർ എന്തെങ്കിലും ഒരു ദക്ഷിണ പോലെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇത് വെച്ചിട്ട് ഞാനും അച്ഛനെ മുക്കിയ അച്ഛന് ഒരു ശകലം പൈസ കൊടുത്തു. കൂടെ നിന്ന് ശുശ്രൂഷിച്ച ഒരു ചെറുപ്പക്കാരനായ ഒരു ശുശ്രൂഷകൻ അദ്ദേഹത്തിന് കൊടുത്തു. ആ റോളെല്ലാം ഭംഗിയായിട്ട് തീർത്തു. അതിനുശേഷം ഈ മാമോദിസ റെസിപ്റ്റ് എഴുതുക എന്ന് പറയുന്നൊരു പരിപാടിയുണ്ട്. ഈ മദ്ബഹയുടെ വാതുക്കലാണ് ത്രോണോസിന്റെ മദ്ബഹ നേരെ ഫ്രണ്ടിലായിട്ടൊരു മേശയുണ്ട്. അവിടെ പ്രായമുള്ള ഒരു അച്ഛൻ നിന്നുകൊണ്ട് ഈ മാമോദിസ റെസിപ്റ്റ് എഴുതുക. അപ്പൊ അവിടെ ചെന്ന് കുട്ടിയുടെ പേരും ഡീറ്റെയിലും എല്ലാം പറഞ്ഞ് നമ്മൾ റെസിപ്റ്റ് എഴുതണം. അപ്പൊ ഞാൻ അത് ചെന്ന് ചെയ്തു. അപ്പൊ അതിന് 10 രൂപയുള്ള ഫീസ്. ഞാൻ 10 രൂപയും കൊടുത്തു. ഈ റെസിപ്റ്റ് എഴുതി എൻ്റെ കയ്യിൽ തന്ന് ഞാൻ തിരിഞ്ഞ് നിന്നപ്പം ഈ അച്ഛൻ എന്നോട് ചോദിച്ചു, അതെന്താ അങ്ങ് പോവാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെ, എന്താ മാമോദിസ മുഖ്യ അച്ഛന്മാർക്ക് വല്ലതും കൊടുക്കണമെന്ന് അറിയത്തില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയാം, എന്നിട്ട് എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, മാമോദിസ മുഖ്യ അച്ഛന് കൊടുത്തു, കൂടെ ശുശ്രൂഷനും കൊടുത്തു. അതെ, അത് മാമോദിസ ആ അച്ഛനല്ല ഇവിടുത്തെ വികാരി അച്ഛൻ, ഞാനാ ഇവിടെ കുർബാന ചൊല്ലിയത്. എനിക്കൊരു ഇച്ചിരി ഇടയ്ക്ക് ഒരു ഫോൺ കോൾ വന്നപ്പം മാമോദിസ മുക്കുന്ന ശുശ്രൂഷ വേറെ ആരോ സംസാരിക്കേണ്ട സാഹചര്യം വന്നപ്പം ഈ അച്ഛനെ അങ്ങോട്ട് ഏൽപ്പിച്ചെന്നുള്ളതേ ഉള്ളൂ. ഞാനാണ് ഇവിടുത്തെ കാർമ്മികൻ എന്നൊക്കെ ഉള്ള നിലയിൽ. അതുകൊണ്ട് എനിക്കുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇവിടോട്ട് വെച്ചേക്കാൻ പറഞ്ഞു. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ കമ്മ്യൂണിസം ഒക്കെ തലക്കി പിടിച്ച് ഇങ്ങനെ പോകുന്നൊരു കാലഘട്ടമായതുകൊണ്ട് ഈ കൈക്കൂലി ചോദിക്കുന്നവരോടൊക്കെ ഭയങ്കര പ്രതിരോധ മനസ്സാണ് നമ്മുടെ ഉള്ളിൽ. പ്രത്യേകിച്ച് പള്ളിയോടുമുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുക. എന്നാലും ഒരു ചെറിയ നേരിയ ഭക്തി ഇല്ലാതെയുമില്ല. പക്ഷെ അച്ഛൻ്റെ ഈ ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഉടനെ എൻ്റെ പ്രതികരണം അന്നേരം വന്നത്, അച്ഛൻ തന്നില്ലേ വല്ലതും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. കാരണം മാമോദിസ എഴുതി റെസിപ്റ്റും നമ്മുടെ കയ്യിലായി, തന്നില്ലേ വല്ലതും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു. അച്ഛനെ വിഷമത്തോടെ എന്നെ നോക്കി. എൻ്റെ ശബ്ദം കേട്ടപ്പോൾ എൻ്റെ പപ്പായും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ രീതി അറിയാവുന്നതുകൊണ്ട് ഇവരെ രണ്ടുപേരോട് എൻ്റെ കൈകേറിയും കുടിച്ചു. നീ എന്ത് വർത്താനാണ് ഈ പറയുന്നത്? എവിടെ നിൽക്കുന്നതെന്ന് അറിയാവോ? പരുമലപ്പള്ളിക്കകത്താണ് നിൽക്കുന്നത്, ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള കൈക്കൂലി ചോദിച്ച് മേടിക്കുന്ന കള്ളന്മാരെ ഇവിടെ നെടുന്തൂണ് പോലെ നിർത്തുന്ന ഇത്തരം തിരുമേനിമാരോട് എനിക്ക് പുച്ഛമാകുന്നുണ്ട്.
ഞാൻ എൻ്റെ അവശേഷിച്ച ഭക്തി അവിടെ അവസാനിപ്പിച്ചിട്ട് ഞാൻ കുറെ പള്ളു പറഞ്ഞു. ഇവരെന്നെ വലിച്ചു പള്ളിയുടെ വെളിയിൽ കൊണ്ടുപോയി, അച്ഛനോട് ക്ഷമ പറഞ്ഞു, അച്ഛൻ ഇവർ കൊടുത്തു പൈസ, അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ചു വരുന്നത്. അതോടെ എനിക്ക് ഈ പള്ളി ഭക്തി പരിപൂർണമായിട്ട് അങ്ങ് അവസാനിച്ചു. കാരണം കള്ളന്മാർ ചോദിച്ചു, അയക്ക് ശമ്പളമുണ്ട്, അയക്കത് മേടിച്ചാൽ പോരെ, ഞാനിവിടെ കൊടുത്തെങ്കിലേ ഒക്കത്തുള്ള ഈ രീതിയിലുള്ള തർക്കങ്ങളും വാദങ്ങളും ഒക്കെ ഇങ്ങനെ കയറി. അങ്ങനെ പക്വാ നിരീശ്വരവാദത്തിലേക്ക് ജീവിതം പതിയെ വഴിമാറി. അങ്ങനെ ഈ കുഞ്ഞ് പതിയെ വളരാൻ തുടങ്ങി. ഇവൻ ഏകദേശം ഒരു 3 വയസ്സായ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഇടപെടൽ തുടങ്ങിയത്. ഈ മോനെ ഒരു ഏകദേശം 3 വയസ്സായി കാണും. ആ സമയത്ത് ഇവന്റെ ദേഹം മുഴുവൻ പൊട്ടി അളിയാൻ തുടങ്ങി. തീ പൊള്ളിയിട്ട് ഇങ്ങനെ കുമിള പോലെ വന്ന് ആ കുമിള പോലെ നിൽക്കും. തീ പൊള്ളിയതല്ല, കണ്ടാൽ തീ പൊള്ളിയതാണെന്ന് തോന്നും. അപ്പൊ ഇത് ചികിത്സ തുടങ്ങി. അപ്പം കുമ്പനാടിന് അപ്പുറത്ത് മുട്ടുമണം എന്ന് പറയുന്ന സ്ഥലത്ത് കോഴഞ്ചേരിക്കടുത്ത് മർത്തോമായിലെ ഒരു അച്ഛന്റെ വൈഫ് ഉണ്ടായിരുന്നു, മസ്കിയാമ, ഹോമിയോ ഡോക്ടറാണ്. അപ്പോൾ ഈ മസ്കിയാമയുടെ ട്രീറ്റ്മെന്റിലേക്ക് ഞങ്ങൾ പോകാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ ഡോക്ടർ മരിച്ചു പോയിട്ടുണ്ടാവുന്ന എൻ്റെ ചിന്ത. എന്തായാലും ആ ഡോക്ടറുടെ ചികിത്സ ഇങ്ങനെ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫിന്റെ വീട് പുറമറ്റത്താണ്. അപ്പൊ ഇവളുടെ വീട്ടില് ഒരു കിണറുണ്ട്. ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ അവിടുത്തെ മേളിൽ ഒരു കോളനി ഉണ്ട്. അവിടെ നിന്നുള്ള അമ്മച്ചിമാരെല്ലാം വെള്ളം കോരാൻ ഈ കിണറ്റിലാണ് വരുന്നത്. അപ്പൊ ഈ അമ്മച്ചിമാർ ഈ അസുഖം കണ്ടിട്ട് ഈ അമ്മച്ചിമാർ പ്രായമുള്ളവർ പറഞ്ഞു, കുഞ്ഞെ ഇത് അപകടം പിടിച്ച കരപ്പന, തീപ്പൊള്ളല് കരപ്പന. തീപ്പൊള്ളല് കരപ്പൻ തന്നെ പല വകഭേദങ്ങളുണ്ട്. അതിലേറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള കരപ്പന ഇത്. പിന്നെ സാധാരണ ഈ അസുഖം വന്ന് കുട്ടികളെ കിട്ടിയതായിട്ടാണ് ഞങ്ങളുടെ അറിവിലില്ല എന്ന് പറഞ്ഞു. എന്തായാലും ഞങ്ങളിങ്ങനെ ട്രീറ്റ്മെന്റ് നടന്നു. നമ്മളെ ശാസ്ത്രത്തെ വിശ്വസിക്കാൻ തുടങ്ങി. മരുന്ന് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. ഈ വസ്കിയാമയും മരുന്ന് കൊടുക്കുമ്പോഴും പ്രാർത്ഥിച്ചിട്ടേ മരുന്ന് കൊടുക്കുള്ളൂ. കാരണം അവരൊരു അച്ഛൻ്റെ വൈഫായിട്ട് ആ ഒരു ഭക്തിയിലായിരുന്നു. പക്ഷെ ഇത് ഓരോ ദിവസവും അസുഖങ്ങൾ ഇങ്ങനെ മൂർച്ഛിക്കാൻ തുടങ്ങി. കൂടി വന്നു. മരുന്ന് കൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലെത്തി. ലാസ്റ്റിൽ ഒരു ദിവസം ഞങ്ങൾ ചെല്ലുമ്പോൾ മസ്കിയാമ പറയുക, അതെ മോനെ, ഇനി ഇതിനെ പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്തു, നിങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിലേ ഉള്ളൂ ഇനി ഒരു സാധ്യത, ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരണമെന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോഴത്തേക്ക് ആകെപ്പാടെ നിരാശയെ തിരിച്ച് വീട്ടിൽ വന്നു. വൈഫിന്റെ വീട്ടിലാണ്. അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും പല കാരണങ്ങളാൽ എന്നോട് പല വിയോജിപ്പുകളായി. കാരണം ഞാൻ ഈ രാഷ്ട്രീയം കളിക്കുകയും പിന്നെ എന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയും, തെറ്റ് കണ്ടാൽ അതിനെ എതിർക്കും, ഈ ഒരു ശൈലിയൊക്കെ ആയി കഴിഞ്ഞപ്പം എൻ്റെ ജ്യേഷ്ഠനോടായി എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും കൂടുതൽ താല്പര്യം. അങ്ങനെ എൻ്റെ കുടുംബം, ഞാൻ ഇളയതാണെങ്കിലും കുടുംബം ജ്യേഷ്ഠന് കൊടുത്തു. എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നൊരു സ്ഥിതിയൊക്കെ ഉണ്ടായി. പിന്നെ അപ്പാപ്പന്മാരുമാരൊക്കെ ഇടപെട്ട് സ്ഥലം വീതം തന്നു. ആ വീതത്തിനകത്ത് ചെറിയൊരു ഷെഡും ഒക്കെ കെട്ടി ഞാൻ അതിനകത്ത് അങ്ങനെ താമസിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ നാടക ട്രൂപ്പുണ്ട്, ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് ഉപജീവനം കാണുന്നു. ഇതിനിടയ്ക്ക് ചെറിയ ബിസിനസ്സുകൾ, ഇങ്ങനെ പല പരിപാടികളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ദൈവത്തെ നിഷേധിക്കാനും ദൈവവചനം തെറ്റാണെന്നും ബൈബിള് തെറ്റാണെന്നും മുഴുവൻ മതങ്ങളും തെറ്റാണെന്നും ഒക്കെ സ്ഥാപിച്ചുകൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് കുഞ്ഞിന് കരപ്പൻ രോഗം വരുന്നത്. അപ്പൊ അങ്ങനെ ഡോക്ടർ ഇനി ചികിത്സയൊന്നുമില്ല എന്ന് പറഞ്ഞ് വിട്ട് ഞങ്ങൾ കുഞ്ഞു വീട്ടിൽ കിടക്കുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെല്ലുമ്പം എൻ്റെ വൈഫിന്റെ അമ്മ എന്നോട് പറഞ്ഞു, എടാ നീ ഇന്ന് രാത്രി പോകണ്ട, നീ ഇവിടെ നിൽക്കി, കുഞ്ഞ് നേരം വെളുപ്പിക്കാൻ തോന്നില്ല, അതാണ് കുഞ്ഞിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു. ശരിയാണ്. അവനിങ്ങനെ സ്പൂണിൽ ഇങ്ങനെ വെള്ളം തൊട്ട് നാക്കിൽ കൊടുക്കുക, അവന് വാടി തളർന്ന് കിടക്കുക, ചുണ്ട ഇടയ്ക്കിടയ്ക്ക് വരടും, വെച്ചിട്ട് വെള്ളം കൊടുക്കും, ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ കുറെ നേരമൊക്കെ ഇവന്റെ അടുക്കൽ ഇങ്ങനെ ഇരുന്നു. ഇവൻ ഈ 3 വയസ്സെന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ആക്റ്റീവായിരുന്നു, ഓടി നടക്കുക, അമ്മന്റെ കളികളും ചിരികളൊക്കെ ഭയങ്കര എല്ലാവരും ആകർഷിക്കുന്ന ഒരു നിലയായിരുന്നു. ഇവന്റെ ഈ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യാത്ത അവസ്ഥ തോന്നി. ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ട് എനിക്കിത് കണ്ടോണ്ടിരിക്കാൻ വയ്യ, ഞാൻ അങ്ങ് വീട്ടിൽ പോവാ, എന്തെങ്കിലും ആവശ്യമുണ്ട്, നീ അന്ന് മൊബൈൽ ഫോണുകളൊന്നുമില്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. ഞങ്ങളുടെ പപ്പാടെ ഒരു ജ്യേഷ്ഠൻ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് താമസമുണ്ട്, എന്തെങ്കിലും വിഷയമുണ്ട് നീ അങ്ങോട്ട് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞാനീ പോരുന്നു. ഞാൻ വന്ന് എൻ്റെ ഷെഡിനകത്ത് ഞാൻ അങ്ങനെ ഇരിക്കുന്നു. സന്ധ്യയായി, ഞാൻ എങ്ങും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. ഒരു ഫോൺ കോൾ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് പുറത്തെങ്ങും പോയില്ല, അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഒരു സ്നേഹിതൻ, പാർട്ടിയുടെ ഒരു പ്രവർത്തകനാണ്, ഞാൻ തന്നെയാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ കൊണ്ടുവന്നത്. അദ്ദേഹം എന്നെ കാണാനായിട്ട് വന്നിട്ട് ഈ കാര്യങ്ങൾ, എടാ കുഞ്ഞിനെങ്ങനെയുണ്ട്? ഞാൻ പറയും, കുഞ്ഞ് നേരം വെളുപ്പിക്കുമെന്ന് തോന്നില്ല, ആ അവസ്ഥയിൽ കിടക്കുക, അതുകൊണ്ട് ഞാൻ എങ്ങും പോകാതെ ഇവിടെ തന്നെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവൻ എന്നോട് ഇങ്ങനെ കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് എന്നോട്, എടാ നിനക്കാരും കാര്യമായിട്ട് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന്. നമ്മൾ കൂടോത്രം, എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, പിന്നാണോ കൂടോത്രം? അതല്ല, നീ എല്ലാവർക്കും ഒരു ഉപകാരിയാണ്. ശരിയാണ്, നാട്ടിൽ ആരെന്ത് ആവശ്യപ്പെട്ടാലും അവരുടെയൊക്കെ കാര്യത്തിൽ എല്ലാ കാര്യവും മാറ്റി വെച്ചിട്ട് ഓടുന്നൊരു മനുഷ്യൻ. അതുകൊണ്ടാണ് പാർട്ടി എന്നെ ആ ഒരു സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതും. അപ്പൊ ആ സ്ഥാനം കിട്ടിയതുകൊണ്ട് കൂടുതൽ പ്രവർത്തിക്കാൻ അവസരം കിട്ടുന്നതുകൊണ്ട് കൂടുതൽ ജനങ്ങളുമായിട്ട് ഇടപെടുന്നു. അപ്പൊ ഇവന്റെ നോട്ടത്തിൽ ഞാൻ അങ്ങനെ ആർക്കും ദോഷം ചെയ്യുന്നില്ല, എല്ലാവർക്കും ഒരു ഉപകാരി. പക്ഷെ എൻ്റെ ജീവിതമാകെ ഒരു വശം തകരുകയാണ്. സാമ്പത്തികമായിട്ട് ഇങ്ങനെ ബാധ്യതകൾ കൂടുന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കുഞ്ഞിൻ്റെ ഈ പ്രശ്നങ്ങൾ. ഇപ്പം എനിക്ക് ആരോ കാര്യമായി ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും മിടുക്കനാണ്, പഠിക്കാൻ മിടുക്കനായിരുന്നു, SSLC ക്ലാസ് മേടിച്ച് ജയിച്ചതാണ്. എന്നെക്കാട്ടിൽ മാർക്ക് കുറഞ്ഞ എൻ്റെ കൂട്ടുകാരൊക്കെ നല്ല നിലയിലെത്തി. എനിക്ക് മാത്രം ഇന്നും എത്താൻ പറ്റിയില്ല. വടക്കേണ്ടിൽ കുറച്ച് ആളൊക്കെ ജോലിക്ക് പോയി ഇറങ്ങി തിരിഞ്ഞ് നാട്ടിൽ വന്ന് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു രീതിയായി. ഓട്ടോറിക്ഷയൊക്കെ ഓടിച്ച് നടക്കുക, കാണുന്ന വഴക്കിനും ബഹളത്തിനും എല്ലാം പോയി അറ്റൻഡ് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു രീതിയുണ്ട്. അപ്പോൾ ഇവനെ കുഞ്ഞുനാൾ പോലെ എന്നെ അറിയാവുന്നുണ്ട്, നീ എങ്ങനെ പോകേണ്ടതാ, പക്ഷെ നിന്റെ ജീവിതം ഇങ്ങനെ തകർന്നെങ്കിൽ പുറകിൽ ഒരു കാരണം കാണും.
അത് ആരെങ്കിയോ നിനക്ക് കൂടോത്രം ചെയ്ത്. ഞാൻ ഇവനോട് തർക്കിക്കാൻ തുടങ്ങി. കൂടോത്രമോ? എടാ, എനിക്ക് ദൈവത്തെ വിശ്വാസം, നീ ഒരു കമ്മ്യൂണിസ്റ്റുകാരനൊന്നും പോയി പണി നോക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഇവരെ കളിയാക്കുന്നു. അപ്പൊ യവൻ എൻ്റെ അടുക്ക പറയണം, അങ്ങനൊന്നും അല്ല, കമ്മ്യൂണിസ്റ്റുകാർ നിരീശ്വരവാദവും യുക്തിവാദവും ഒക്കെ പറയുന്നെങ്കിലും ഇതൊക്കെ ഉള്ളതാണ്. എന്നിട്ട് ഇവൻ എന്നോട് പറയുക, ഇവന്റെ കുടുംബത്തിൽ ഇങ്ങനെ ചില ക്ഷുദ്രപ്രയോഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഇവർ പോയി കണ്ടുപിടിച്ചു ആ പ്രശ്നം. അപ്പൊ അതിന്റെ കുറെ സാക്ഷ്യങ്ങൾ ഇവൻ പറയും, ക്ഷുദ്രപ്രയോഗത്തിന്റെ ശക്തിയും അതിന്റെ ഇടപെടലുകളൊക്കെ എങ്ങനെയാ അവരുടെ വീട്ടിൽ നടന്നതെന്നും അത് പിന്നെ എങ്ങനെയാ പരിഹരിച്ചതെന്നൊക്കെ എൻ്റെ അടുക്ക് വർണ്ണിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറയും, എനിക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. എന്നിട്ട് ഇവൻ എന്നോട് ലാസ്റ്റ് പറയും, നീ വിശ്വസിക്കും, നിനക്ക് ബോധ്യം വരും, നീ ഒരു കാര്യം ചെയ്യും, എൻ്റെ കൂടെ വാ, ഒരു 10 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ, വണ്ടി എടുക്കുക. ഇപ്പൊ ഇദ്ദേഹത്തിന്റെ ഏതോ ഒരു പരിചയക്കാരനുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ മുഴുവൻ ഡീറ്റെയിലും പറഞ്ഞു തരും, എന്താണ് ആരാണ് കൂടോത്രം ചെയ്തതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇതിങ്ങനെ ഇദ്ദേഹം എൻ്റെ അടുക്കൽ ഇതിങ്ങനെ എന്നെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തോ ഒരു വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിച്ചു, യേശുക്രിസ്തുവിനെ സ്നേഹിച്ചു, പക്ഷെ അത് ശരിയല്ലാന്ന് തോന്നിയുകൊണ്ട് ഞാൻ നിരീശ്വരവാദത്തിൽ ഇപ്പൊ ഞാൻ ഏതോ ചില ശക്തികളുടെയൊക്കെ പുറകെ പോകാനോ എനിക്കൊരു വല്ലാത്തൊരു സമ്മർദ്ദം. പെട്ടെന്ന് ഞാൻ ഇവനോട് പറഞ്ഞടാ, ഞാൻ ഒരു ദൈവങ്ങൾക്കും ദോഷം ചെയ്യാനും പോകുന്നില്ല, ഗുണത്തിനും പോകുന്നില്ല, പിന്നെ ദൈവത്തെ കുറിച്ച് സംസാരിക്കുന്നവരോട് ദൈവമില്ല, എനിക്ക് പല ബോധ്യമാണ് പറയുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കുന്ന എന്നെ എന്തിനാണ് ഈ ക്ഷുദ്രശക്തികൾ വന്ന് ഉപദ്രവിക്കുന്നത്? അപ്പൊ ഇവൻ പറഞ്ഞു, അങ്ങനെയല്ല, നിന്റെ പേരും നാളും ഒക്കെ പറഞ്ഞ് അവൻ ചില ഈ ഹൈന്ദവ ക്ഷേത്രങ്ങളുടെയൊക്കെ പേര് പറഞ്ഞു. ആ ക്ഷേത്രങ്ങളിലൊക്കെ പോയി നേർച്ച ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് ദോഷം വരുത്തണം എന്ന് അവരോട് പ്രാർത്ഥിച്ച് അവരുടേതായ രീതികൾ ചെയ്തു കഴിഞ്ഞാൽ അത് വന്ന് ഉപദ്രവിക്കും. അപ്പൊ ഞാൻ ചോദിച്ചടാ, ഈ 100 രൂപ കൊടുത്തിട്ട് ഇന്നടത്ത് ഇന്നാരെ ചെന്ന്, അല്ലെങ്കിൽ 100 രൂപയുടെ സാധനം മേടിച്ചു കൊടുത്തിട്ട് ഇന്നടത്ത് ഇന്നാരെ ചെന്ന് ഉപദ്രവിച്ചേക്കാൻ പറഞ്ഞാൽ അതും കേട്ടോണ്ട് ആ കാശും മേടിച്ചോണ്ട് എന്നെ ഉപദ്രവിക്കാനായിട്ടോ ഏതെങ്കിലും ഒരു ശക്തി ഇനി എണ്ണീറ്റ് വന്നാൽ അതിനെ ദൈവം എന്ന് പറയാൻ പറ്റും? അതൊരു ഗുണ്ടാപ്പണിയല്ലേ, ഗുണ്ടാശക്തിയല്ലേ? അതിനെയൊക്കെയാണോ ദൈവം എന്ന് വിശ്വസിക്കുന്നത്? എന്നിട്ട് ഞാൻ തിരിച്ച് ഇവനോട് തർക്കി. ഇവൻ പറഞ്ഞ അങ്ങനെയൊക്കെ ഉണ്ട്, നീ എന്നാ പറഞ്ഞാലും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ പിന്നെ ക്രിസ്ത്യാനികൾ പഠിപ്പിക്കുന്ന യേശുക്രിസ്തു അല്ലേ നല്ലത്? ആരെയും ഉപദ്രവിക്കാനല്ല, എല്ലാവരെയും സ്നേഹിക്കാനാണല്ലോ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് തന്നെ. അപ്പൊ യവൻ പറഞ്ഞിട, അപ്പൊ ഞാൻ ഇവന്റെ അടുത്ത് വീണ്ടും തർക്കിച്ച് പറഞ്ഞിട, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ദൈവത്തെ വിളിച്ചാൽ പോലും, ദൈവം ആർക്കും ദോഷം ചെയ്യുന്നില്ലല്ലോ, ഈ ക്ഷുദ്രശക്തികളാണല്ലോ ഉപദ്രവം ചെയ്യുന്നത്. ക്ഷുദ്രശക്തികൾ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് ദൈവമുണ്ട്. അപ്പൊ ഇവൻ എന്നോട് പറഞ്ഞു, രണ്ടുമുണ്ട്, കൂടാത്ര ശക്തികളും ഉണ്ട്, ദൈവവും ഉണ്ട്. ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ദൈവത്തെ വിളിച്ചാൽ പോലും, ഞാൻ ഇതിന് ഇവരുടെ പുറകെ വരുന്നത്? അപ്പൊ യവൻ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി, ദൈവം ഉണ്ട്, പക്ഷെ ദൈവം എല്ലാ സമയത്തും പ്രവർത്തിക്കത്തില്ല. ദൈവത്തിന് പ്രവർത്തിക്കണമെങ്കിൽ ചില നാഴിക, ചില വിനാഴിക, ആ സമയത്തൊക്കെ ദൈവം പ്രവർത്തിക്കുന്നുള്ളൂ. പക്ഷെ ക്ഷുദ്രശക്തികളുടെ ഒരു ഗുണം എന്നാന്ന് അറിയാമോ? അവർ ഏത് സമയത്തും പ്രവർത്തിക്കും. അവർക്ക് ചിലർക്ക് ചാരായം വേണ്ടിയവരുണ്ട്, ചിലർക്ക് കോഴിയെ കൊടുത്താൽ മതി, ചിലർക്ക് പൈസ കൊടുത്താൽ മതി. പക്ഷെ ദൈവത്തിന് അങ്ങനെയൊന്നുമല്ല. ദൈവത്തിന് നമ്മുടെ ജീവിതം വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ സൂക്ഷിച്ച് ചെയ്യുന്ന ദൈവത്തോട് സംസാരിച്ചെങ്കിൽ മാത്രമേ ദൈവം പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. മറ്റേത് നമ്മൾ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല, ഈ പറയുന്ന സംഗതികളൊക്കെ കൊടുത്താൽ മതി എന്നുള്ള രീതിയിലായി അവൻ. ഞാൻ പറഞ്ഞു, എന്തായാലും ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ ഞാൻ ദൈവത്തെ വിശ്വസിച്ചൊക്കെ യാത്ര ചെയ്താണ്. നീ പറയുന്നത് ഓക്കെ, എനിക്കിപ്പോ എങ്ങനെയായാലും എൻ്റെ കുഞ്ഞിനെ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ദൈവത്തോടൊന്ന് സംസാരിച്ച് നോക്കട്ടെ, ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ദൈവം ഒന്ന് സൗഖ്യമാക്കട്ടെ. ഞാൻ ദൈവത്തോട് ഈ വിഷയങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ദൈവം ഉണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ദൈവത്തെ വിശ്വസിക്കാൻ തയ്യാറാണ്. അപ്പൊ യവൻ എൻ്റെ അടുത്ത് പറഞ്ഞു മറുപടി, നീ പരീക്ഷിക്കേണ്ട സമയമല്ലിത്, കുഞ്ഞ് ആ ത്യാസന നിലയിലാ, നീ ഇപ്പൊ എൻ്റെ കൂടെ വാ, നമുക്കിത് പരിഹരിക്കാം, അതിനുശേഷം പിന്നെ നീ ദൈവത്തെ അന്വേഷിച്ച് വയ്ക്കും. അപ്പൊ ഞാൻ പറഞ്ഞ, ഏതായാലും ഞാൻ ഈ ദൈവത്തെ വിശ്വസിച്ചൊക്കെ യാത്ര ചെയ്ത് വന്നത്, ഇത് കളയാൻ തക്കതായ കാരണം കളഞ്ഞൊക്കെ വന്നതാ. എന്തായാലും എന്റെ കുഞ്ഞിനെ രക്ഷപ്പെടത്തില്ലെന്ന് എനിക്കും ഉറപ്പാണ്, ഞങ്ങളുടെ വീട്ടിൽ ഉറപ്പാണ്. ഞാൻ കുഞ്ഞ് മരിക്കുന്ന വാർത്ത അവിടെ നിന്ന് വരുമെന്നും പറഞ്ഞ് വീട്ടിലിരിക്കുക. അപ്പൊ എന്തായാലും പ്രതീക്ഷയൊക്കെ അറ്റ സമയമാണ്. ഇന്നൊരു ദിവസം ഞാൻ ദൈവത്തോട് സംസാരിക്കുക. ഞാൻ ഈ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിന്റെ പേരിൽ എന്റെ കുഞ്ഞ് മരിക്കുന്നെങ്കിൽ മരിച്ചോട്ടൊരു വിഷയമില്ല. ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് എന്റെ കുഞ്ഞിന് രോഗം സൗഖ്യമാകുകയാണെങ്കിൽ ദൈവത്തെ വിശ്വസിക്കും. ഇനി രോഗം സൗഖ്യമാകാതെ മരിക്കുകയാണെങ്കിലും ഒക്കെ ഞാനതങ്ങ് സഹിച്ചോളാം. പക്ഷെ സൗഖ്യവുമാകുന്നില്ല, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നാളെയും തുടരുന്നതെങ്കിൽ, ദൈവം പ്രവർത്തിക്കുന്നുമില്ലെങ്കിൽ നാളെ നീ വിളിക്കുന്നിടത്ത് ഞാൻ വരാം. ഇന്നൊരു ദിവസം ഞാൻ ദൈവത്തിന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പൊ ഇവൻ പിന്നെ ലാശി, എന്നാ പിന്നെ ഓക്കെ, നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ എന്ന് പറഞ്ഞു. ഇവൻ എൻ്റെ അടുത്ത് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയപ്പോൾ എനിക്കൊരു പ്രേരണ തോന്നി. ഞാൻ ഇവനോട് ചോദിച്ചോടാ, ഇവനും നിരീശ്വരവാദം ഒക്കെ ചിന്തിക്കുന്ന മനുഷ്യനൊക്കെയാ. അപ്പൊ ഞാൻ പറയണ, ഞാനൊരു ദൈവത്തോട് ഇന്ന് അന്വേഷിച്ചിട്ട് ഒരു ദൈവം ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ ഞാൻ ആ ദൈവത്തെ സേവിക്കാനായിട്ട് ഞങ്ങൾ എൻ്റെ കൂടെ നീ വരുമോ എന്ന് ചോദിച്ചു. ഇവനൊരു ഹിന്ദു സഹോദരനാണ്. അപ്പൊ ഇവൻ എനിക്ക് ക്ഷയിക്കാൻ എന്നിട്ട് പറഞ്ഞു, ഉറപ്പായിട്ടും ഞാൻ വരൂടാ. ഇവർ ഈ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ള ഒരു ഹൈന്ദവ സഹോദരനായതുകൊണ്ട് എല്ലാ ക്ഷുദ്ര കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒത്തിരി അറിവുള്ളൊരു സഹോദരനാണ്. അപ്പൊ ഇവൻ എനിക്ക് തിരിച്ച് ഇവനും കൈ തന്നിച്ച് പറയാ, അങ്ങനെ ഉണ്ടെങ്കിൽ നിന്റെ കൂടെ ഞാനും വരുമെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ഇവനങ്ങ് പോയി. ഞാൻ എൻ്റെ വീട്ടിൽ ഒറ്റയ്ക്കായി മുറിക്കകത്തിരുന്ന് ഞാൻ പതിയെ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഈ പ്രാർത്ഥനാ ശൈലിയൊക്കെ ഒത്തിരി എതിർപ്പുണ്ട്. കാരണം പള്ളിയിൽ ഞങ്ങൾ പഠിച്ചത് കിഴക്കോട്ട് നോക്കി പ്രാർത്ഥിക്കണം എന്നൊക്കെയാണ്. അപ്പൊ ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം നീ ആരാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, യേശുക്രിസ്തുവാണ് ദൈവം എന്നുള്ള വിശ്വാസത്തിലൊക്കെയാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ ബൈബിളിനകത്ത് പറയുന്നതെല്ലാം ശരിയല്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. അച്ഛൻ പഠിപ്പിക്കുന്നതിനകത്ത് തന്നെ അച്ഛന് വ്യക്തതയില്ല. അപ്പൊ എനിക്കിത് ആരാണെന്ന് അറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഹൃദയത്തിൽ വിശ്വസിക്കാം, ദൈവമുണ്ടെന്ന് വിശ്വസിക്കാം.
ഇനി ദൈവമേ അങ്ങുണ്ടെങ്കിൽ അവിടെ തന്നെ ശബ്ദം കേൾക്കൂല. ഞാനിപ്പോ കിഴക്കോട്ട് തിരിഞ്ഞാലും വടക്കോട്ട് തിരിഞ്ഞാലും എവിടെയാണ് എനിക്കറിയത്തില്ല ഏത് ദിക്കിലോട്ടാണ് തിരിയേണ്ടതെന്ന്. എവിടെയാണെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ ദൈവന്റെ ശബ്ദം കേൾക്കണം, കേട്ടാൽ എനിക്ക് മറുപടി തരണം. അങ്ങനെ ദൈവം എനിക്ക് മറുപടി തന്ന എനിക്ക് ബോധ്യം വന്നിട്ടല്ലാതെ ഞാൻ എങ്ങനെ ദൈവത്തെ അറിയുന്നത്? ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ചുമ്മാ നടക്കാനോ പോകും? ഈ പറയുന്നവർക്ക് തന്നെ ആ കാര്യത്തിൽ ഉറപ്പും വ്യക്തതയൊന്നുമില്ല. അപ്പോ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഞാൻ ചിന്തിച്ചു. ദൈവത്തോട് ഞാൻ പറഞ്ഞു, ദൈവം എന്റെ കുഞ്ഞിനെ നീ സൗഖ്യമാക്കിത്താ, ഞാൻ നിന്നെ വിശ്വസിക്കാം. ഞാൻ നാളെ എന്റെ കുഞ്ഞിന് വേറെ വാർത്തകളൊന്നും വന്നില്ലെങ്കിൽ നാളെ 4 മണിയാകുമ്പോഴത്തേക്ക് ഞാൻ എന്റെ വൈഫിന്റെ വീട്ടിൽ പോകും. എന്റെ കുഞ്ഞൊന്ന് ചിരിച്ചു കണ്ടാൽ, അവന്റെ രോഗത്തിനൊരു മാറ്റം കണ്ടാൽ ഞാൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കാം. ഇനി അവന്റെ രോഗത്തിന് മാറ്റം ഇല്ലെങ്കിൽ ഞാൻ ദൈവമില്ലെന്ന് പരിപൂർണമായിട്ട് വിശ്വസിക്കും. പിന്നെ അവർ പറയുന്ന വേറെ ഏതെങ്കിലും സോഴ്സ് ഉണ്ടെങ്കിൽ ഞാൻ അത് നോക്കാൻ പോകും. ഇതായിരുന്നു എൻ്റെ ഒരു തീരുമാനം. അപ്പൊ എന്റെ ഹൃദയത്തിൽ ഒരു ചിന്ത പെട്ടെന്ന്, ദൈവം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? ഇത് ഞാൻ തന്നെ സ്വയം ചോദിക്കുക. ദൈവം ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ഞാൻ എൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കും. കാരണം ദൈവം ഇല്ലെന്നുള്ള ബോധ്യത്തിലാണ് ഞാനും എൻ്റെ കൂട്ടുകാർ ഒത്തിരി പേരും പോയിക്കൊണ്ടിരിക്കുന്നത്. ദൈവം അവിടെ ചെല്ലുമ്പോൾ മരിച്ച് അവിടെ ചെല്ലുമ്പോൾ ദൈവം ഉണ്ടെങ്കിൽ നമ്മൾ ആകെപ്പാടെ ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥയാവും, അപ്പൊ വലിയ പരാജയമാവും. ശരിക്കും ദൈവം ഉണ്ടെങ്കിൽ അതെനിക്ക് ബോധ്യപ്പെട്ടാൽ എൻ്റെ ജീവിതം, തുടർന്നുള്ള ജീവിതം ദൈവത്തിന് വേണ്ടിയായിരിക്കും. ഇനി അതല്ല എങ്കിൽ ദൈവം ഇല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി തന്നെ ഞാൻ ഓടും. കാരണം എല്ലാ സമുദായങ്ങളും, ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും ഇവൻ ബന്ധക്കോസുകാരാണെങ്കിലും ഏറ്റവും കൂടുതൽ പണം മുടക്കുന്നത് ദൈവത്തിന്റെ പേരിൽ. ശരിക്കും ദൈവം എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ ഈ മുടക്കുന്ന പണമെല്ലാം വെറുതെ. സാധാരണക്കാരൻ പണിയെടുത്ത് വന്ന് അധ്വാനിക്കുന്നവന്റെ അധ്വാന ഫലത്തെ ചൂഷണം ചെയ്യല്ലേ ഇവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അതിനെതിരെ ശക്തമായിട്ട് ഇനി പ്രവർത്തിക്കും. ഇങ്ങനെയൊക്കെയുള്ള തീരുമാനമൊക്കെ എടുത്ത് ഞാൻ വൈകിട്ട് കയറി കിടന്നു കുറച്ച് കഴിഞ്ഞ് ഉറങ്ങി. വെളുപ്പായപ്പോഴത്തേക്ക് പതിയെ എണീറ്റു കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ, ബൈബിൾ എടുത്തൊന്ന് വായിക്കണം. എന്റെ ഹൃദയത്തിൽ എന്തോ ഒരു ചിന്ത, ദൈവം ഉണ്ട്, എന്റെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട്, എന്റെ കുഞ്ഞിനൊരു ദൈവം സൗഖ്യം തരും, എന്റെ ജീവിതത്തിന് ചില മാറ്റങ്ങൾ വരും. ഇങ്ങനെ ഉള്ളിലൊരു തോന്നല്, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു. വെളുപ്പ് സമയത്ത് ഞാൻ എഴുന്നേറ്റ് ബൈബിൾ ഒന്ന് വായിക്കാൻ പ്രേരണ തോന്നി. വേദോസം എടുത്തു. ഞാൻ നമ്മുടെ ഈ സമുദായക്കാരൊക്കെ ചെയ്യുന്ന പോലെ ബൈബിൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു, ദൈവം എന്തെങ്കിലും എന്നോട് സംസാരിക്കാൻ പറ്റുമോ, ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്നോട് സംസാരിക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ബൈബിൾ ദിവസം ഒന്ന് തുറന്നപ്പോൾ ഞാൻ കാണുന്ന വാക്യം, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്ന് പറയുന്ന വേദഭാഗമാണ്. എന്റെ ഹൃദയത്തിൽ കുറച്ചുകൂടെ ഒരു ധൈര്യം തോന്നി, ദൈവം എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യും എന്നൊരു ധൈര്യം. വേദോസം കാത്തു വെച്ചു. കുറച്ചു നേരം മുറിക്കകത്ത് ഇങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞ് ഞാൻ നേരം വെളുത്ത് ഞങ്ങളുടെ അടുത്തൊരു ചായക്കടയുണ്ട്, ഒരു ചെറിയ ഒരു ഇച്ചയെ നടത്തുന്ന കട. അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ എൻ്റെ വൈഫൊക്കെ അങ്ങാം. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ മമ്മി പപ്പായൊക്കെ എൻ്റെ വീടിന് വാതിൽ വന്ന് നിൽക്കുക. ഞാൻ വരുന്നുണ്ട്. ഇവരെന്നോട് പിണങ്ങിയാണ്, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടത്തിൽ പിണങ്ങിയൊക്കെ ഇരിക്കുന്ന സമയമാണ്. അപ്പൊ ഇവർ വീട്ടിൽ വന്നിട്ട് മമ്മി എന്നോട് ഇടാ നീ പെട്ടെന്ന് ഒരുങ്ങി. എന്നാ പറ്റി? അത് പെട്ടെന്ന് പുറമറ്റത്തോട്ട് ചെല്ലണം. സുജ വിളിച്ചു, താഴത്തെ വീട്ടിലെ ഫോൺ വന്നത്, എത്രയും പെട്ടെന്ന് ചെല്ലണം, കുഞ്ഞിനെ കൊണ്ട് അടുത്ത് ആശുപത്രിയിൽ പോകാനാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര നിരാശ തോന്നി. കുഞ്ഞ് മരിച്ചുപോയി. കാരണം ദൈവം ഉണ്ടെന്നാ ഞാൻ ഇങ്ങനെ ഉള്ളിൽ ഉറപ്പിച്ചു നിന്ന നിമിഷമാണ്. പക്ഷെ പെട്ടെന്ന് ചെല്ലണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി കുഞ്ഞ് മരിച്ചു. എന്താ ചെയ്യുന്നത്? വലിയ നിരാശ. എന്തായാലും കൊള്ളാം ജേഷൻ ഉടനെ തന്നെ പിണക്കമെല്ലാം മാറ്റി വെച്ച് ഓട്ടോറിക്ഷ എടുത്തു. ഞങ്ങൾ ഓട്ടോറിക്ഷ കയറി വൈഫിന്റെ വീട്ടിലോട്ട് പോവാം. എന്റെ ഹൃദയത്തിൽ മുഴുവൻ കുഞ്ഞ് മരിച്ചതിലല്ല സത്യത്തിൽ സങ്കടം, ദൈവം ഇല്ലല്ലോ എന്ന് ഓർത്താണ്. കാരണം ദൈവം ഉണ്ടായിരുന്ന എന്റെ കുഞ്ഞ് മരിക്കത്തില്ലായിരുന്നു. ഇനി ദൈവം ഇല്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്നാ അർത്ഥം? കുറെ നാൾ ഇങ്ങനെ ജീവിക്കും, കൊണ്ട് കുഴിച്ചിടും. ഈ ജീവിതത്തിന് വല്ല അർത്ഥമുണ്ട്? ശരിക്കും ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ, ദൈവം എന്ന് പറയുന്ന സങ്കല്പം സത്യമായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു, ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുമായിരുന്നു. പക്ഷെ അതില്ലാതായി പോയല്ലോ. വലിയ നിരാശ തോന്നി. ഞങ്ങൾ എൻ്റെ വൈഫിന്റെ വീട്ടിൽ ചെന്നുമ്പോൾ എൻ്റെ ഹൃദയത്തില് ഞങ്ങളുടെയൊക്കെ ചിന്തയില് വീടിന്റെ മുറ്റത്ത് കുറച്ച് ആളുകളൊക്കെ കാണുന്നു. പക്ഷെ അവിടെ ആരും ഇല്ല. ഞാൻ ചോദിച്ചു, ഇവിടെ ആരും ഇല്ലേ? ഇനി കുഞ്ഞിനെ കൊണ്ട് ആശുപത്രി പോയോ? ആശുപത്രിയിൽ നിന്നാണോ വിളി വന്നത്? എന്താ വിഷയം? എന്തായാലും കൊണ്ട് ഞാൻ കയറി ചെല്ലുമ്പോൾ കഥയൊക്കെ തുറന്നു കിടക്കുക. ഞാൻ അകത്തേക്ക് കയറി ചെന്നു. എൻ്റെ പപ്പായും മമ്മിയൊക്കെ പുറകെ വരുന്നതേ ഉള്ളൂ. ഞാൻ കഥ തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ മരിച്ചുപോയി എന്ന് ഞാൻ ഹൃദയത്തിൽ ഉറപ്പിച്ച് എൻ്റെ മോൻ എന്നെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക. പപ്പാച്ചിയെ എന്ന് പറഞ്ഞ് 3-3.5 വയസ്സുണ്ട്. ഇവനെ ഓടി വരുന്നത് ഇത് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞ ഭ്രാന്ത് പിടിക്കുന്ന പോലെ പോയി. ഞാനിവനെ വാരി എടുത്തു. ഞാനിവനെ നോക്കിയപ്പോൾ കട്ടറും നാവിയെല്ലാം ഉണങ്ങി. ഞാനൊരു ചെറുതായിട്ടൊന്ന് ചിരിച്ചെങ്കിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് ദൈവത്തോട് ആവശ്യം. പക്ഷെ പരിപൂർണമായിട്ട് ഉണങ്ങി ഇവൻ നല്ല ആരോഗ്യമുള്ള കുഞ്ഞായിട്ട് നിൽക്കുന്നു. ഞാനിത് കണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു മാനസികാവസ്ഥയിലായി. ഞാൻ എൻ്റെ ഭാര്യയോട് ചോദിച്ചു, എടീ നീ എന്തിനാ പിന്നെ ഇങ്ങനെ ഫോൺ ചെയ്തത്? കുഞ്ഞിനെ പൂർണ്ണമായിട്ട് രോഗം സൗഖ്യമായിരിക്കുന്നല്ലോ. അപ്പൊ ഇവൾ എൻ്റെ അടുക്ക പറഞ്ഞു, അതെ ഇവൻ ഒരു വെളുപ്പിന് ഒരു 3-3:30 ആയപ്പോൾ എഴുന്നേറ്റിരിക്കാൻ തുടങ്ങി. പല ദിവസങ്ങൾ ഇങ്ങനെ വാടി തളർന്ന് കിടക്കുന്നുണ്ട്. വൈഫ് ഉറങ്ങിപ്പോയി. വെളുപ്പിന് ഒരു 3 മണി ആയപ്പോഴത്തേക്ക് ഇവൻ എഴുന്നേറ്റിരുന്നിട്ട് തളെ പൊട്ടി വിളിച്ചു, മമ്മിയെന്ന്. ഇവള് ചാടി എണ്ണീറ്റു. മമ്മിയോട് പറയാം എനിക്ക് വെള്ളം വേണമെന്ന്. അപ്പൊ ഇവള് വിചാരിച്ച് എന്നും സ്പൂണിലാണ് കൊടുക്കുന്നത്. ഇവിടെ പോയി അടുക്കള ചെന്ന് ഇവൻ അങ്ങ് ഇരിക്കുന്ന കണ്ടപ്പോ ഇവർക്ക് അത്ഭുതം തോന്നി. വെള്ളം എടുത്തോണ്ട് വന്നപ്പോ കുഞ്ഞ് ആ ഗ്ലാസ് അതുപോലെ പിടിച്ചു മേടിച്ചിട്ട് അവനങ്ങ് കുടിക്കുക. അപ്പോഴത്തേക്ക് എൻ്റെ അമ്മായിയമ്മ എഴുന്നേറ്റു, അമ്മായിയപ്പൻ എഴുന്നേറ്റു, അളിയൻ എഴുന്നേറ്റു.
ഇവൻ ഈ കട്ടിലേന്ന് വലിഞ്ഞ് നിലത്തിറങ്ങുന്നു, കുഞ്ഞു മുറിക്കകത്തോട് ഓടി നടക്കുന്നു. ഇവർ അത്ഭുതം കണ്ടുകൊണ്ടിരിക്കുക. ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ സംഭവിക്കുന്നതെന്ന്. കാരണം വൈകിട്ട് കിടന്നപ്പം വാടി കിടന്നുറങ്ങിയ കുഞ്ഞാ, പക്ഷെ എഴുന്നേറ്റ് ഇതാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞിട്ട് ഈ എന്താണെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തെ തിരിച്ചറിഞ്ഞ ദിവസമാണ്. എൻ്റെ ദൈവമാണ് എൻ്റെ കുഞ്ഞിനെ സൗഖ്യം. ഞാൻ ദൈവത്തെ കണ്ടെത്തി രാത്രിയായത്. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഈ കുഞ്ഞിന് വേണ്ടി നീ ഇപ്പൊ കൊടുക്കുന്ന മരുന്ന് തന്നെ നിർത്തിക്കോ, ഇത് ദൈവം സൗഖ്യമാക്കിയതാണ്. അപ്പൊ ഇവളി പറയുന്നത് ഇങ്ങനെ എഴുന്നേറ്റ് ഓടി നടക്കുന്നത് കണ്ട് ഇവൾ ഇങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുമ്പോൾ രാവിലെ നേരത്തെ പറഞ്ഞ അമ്മച്ചിമാര് വെള്ളം കോരാൻ വന്നവിടെ. അപ്പൊ ആ അമ്മച്ചിമാരും ഈ കുഞ്ഞോടി നടക്കുന്ന കണ്ടിട്ട് അത്ഭുതപ്പെട്ടപ്പോ അതിലൊരു അമ്മച്ചി പറയാം, മോനെ ഇത് കണ്ടുകൊണ്ട് നീ ഇരിക്കല്ലേ, ചില തീ അണയാൻ പോകുന്നത് ഈ ആളി കത്തുമെന്ന് കേട്ടിട്ടില്ല. ചില രോഗങ്ങൾ അങ്ങനെ ആ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭയങ്കരമായിട്ട് അങ്ങ് സൗഖ്യം പോലെ വരും. ബോധമില്ലാതെ കിടക്കുന്നവർ എഴുന്നേറ്റ് വർത്താനമൊക്കെ പറയുന്ന രീതിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് എത്ര പെട്ടെന്ന് ആശുപത്രി പോയി, ഇതിങ്ങനെ ഉള്ളിൽ നിൽക്കുന്ന എന്നൊക്കെ പറയും. അപ്പൊ ഇവിടെ പറഞ്ഞു ഇനി അതായിരിക്കും, അങ്ങനെയൊക്കെ ഒത്തിരി കേട്ടിട്ടുണ്ട്. മരിക്കാനായി കിടക്കുന്ന അന്ത്യശ്വാസം വലിച്ചു കിടക്കുന്ന ആളെ പെട്ടെന്ന് എഴുന്നേറ്റ് വർത്താനം പറയുന്ന അടുത്ത 10 മിനിറ്റ് കഴിയുമ്പോൾ മരിച്ചു പോകുന്നു. അപ്പൊ ഈ അണയാൻ പോകുന്നത് ഈ ആളി കത്തുമെന്ന് കേട്ടിട്ടില്ല, അങ്ങനെയൊക്കെയാണെന്ന്. അപ്പൊ എന്നാ ജീവനോടെ ഞങ്ങൾ കാണുന്നൊക്കെ കണ്ടോട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ ഞങ്ങളെ വിളിച്ചത്. ഞാൻ പറഞ്ഞു ഏത് അമ്മച്ചിമാര് പറഞ്ഞാലും ശരി, ഞാൻ ദൈവത്തെ കണ്ട. ഈ രാത്രിയുടെ പ്രത്യേകത എനിക്കറിയാം. ഈ കുഞ്ഞിന് നീ ഇപ്പൊ കൊടുക്കുന്ന മരുന്ന് തന്നെ നിർത്തിക്കാൻ ഒരു അസുഖമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ദൈവത്തിൽ വിശ്വാസം, എന്റെ ഹൃദയം ദൈവത്തെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞു. പിന്നീട് തുടർന്ന് ഞാൻ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ദൈവം നീ ആരാ, എനിക്ക് ദൈവം ആരാന്നറിയണം. ഞാനൊരു ക്രിസ്ത്യാനിയുടെ കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് കേൾക്കാനിടയായത്. യേശുവിനെ എനിക്ക് ഇഷ്ടമായത്, യേശുവിന്റെ പുറകെ ഒക്കെ നടന്നത്. ശരിക്കും ഇതൊന്നും അല്ല ദൈവം, വേറെ ആരോ ആണ് ദൈവമെങ്കിൽ ഞാൻ മണ്ടനാകുകയില്ല. അതുകൊണ്ട് എനിക്ക് ദൈവം ആരാണെന്ന് ദൈവം അറിയിച്ചത്. ദൈവം ഉണ്ടെന്ന് ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നെങ്കിൽ ദൈവം ആരാണെന്ന് ബോധ്യപ്പെടുത്തി തരാനും ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഞാൻ ഹിന്ദുക്കളോട് ചോദിച്ചാൽ അവരുടേതാണ് ദൈവം എന്ന് പറയും, ക്രിസ്ത്യാനികളോട് ചോദിച്ചാൽ യേശു ക്രിസ്തു ദൈവം എന്ന് പറയും. അപ്പൊ എനിക്ക് മനുഷ്യരിൽ നിന്നുള്ള ആശയങ്ങൾ കേൾക്കണം, എനിക്ക് ദൈവം തന്നെ ബോധ്യപ്പെടുത്തി തരണം. ഞാൻ ഇത് ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ 1-2 ദിവസങ്ങൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ പ്രാർത്ഥന എന്ന് പറഞ്ഞാല് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഞാൻ ഇങ്ങനെ പായൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്നതല്ല. എന്റെ ഉള്ളിൽ ഇങ്ങനെ ദൈവത്തോട് സംസാരിക്കുക. ഞാനിപ്പോഴും നിരീശ്വര ചിന്തയിൽ അതിന്റെ ഇതിലാണ് നടക്കുന്നത്, ആ ഒരു ശൈലിയാണ് എന്റെ ജീവിതം. പക്ഷെ ഉള്ളിൽ ഞാനിങ്ങനെ ദൈവത്തോട് സംസാരിക്കാൻ തുടങ്ങി. ഞാൻ ഇനിയും ദൈവം ഇല്ലാന്ന് ആരോടും തർക്കിക്കത്തില്ല, ആ ഒരു ലെവലിലെത്തി. പക്ഷെ ഞാനിങ്ങനെ ദൈവത്തോട് സംസാരിച്ചു, ദൈവം ആരാണെന്ന് പറഞ്ഞു. എനിക്ക് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ ഹൃദയത്തിൽ ദൈവം തന്നെ ഒരു ചിന്ത തരിക. ദൈവം തന്ന ചിന്തയാണെന്ന് എനിക്കിപ്പോ മനസ്സിലാകുന്നത്. എന്റെ ഉള്ളിൽ വന്നൊരു ചിന്ത, ദൈവം ആരായിരിക്കണം. അപ്പൊ ഞാൻ ദൈവത്തെ കുറിച്ചൊരു നിർവചനം, എന്റേതായ ഒരു നിർവചനം തയ്യാറാക്കി. ദൈവം ഏത് സമയത്തും പ്രവർത്തിക്കുന്നവനായിരിക്കണം. എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്തെങ്കിൽ ഇങ്ങോട്ട് തരുമെന്ന് പറയുന്നവനാകരുത് ദൈവം. അതുപോലെ ആർക്കും ദൈവത്തിന് അടുക്ക ചെല്ലാൻ സ്വാതന്ത്ര്യം കിട്ടണം. ഉദാഹരണത്തിന് എന്റെ അപ്പന് ഞങ്ങൾ 3 മക്കളാണ്, 2 ആണും 1 പെണ്ണുമാണ്. എന്റെ അപ്പൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, മൂത്ത മോനെ നിന്നെ ഞാൻ ആദ്യം കണ്ടത്, നീ എന്റെ കട്ടിലിന്റെ അടുക്ക വന്ന് നീക്ക്. രണ്ടാമത്തവനെ നിന്നെ ഞാൻ 2ാമതാണ് കണ്ടത്, നീ ആ പടി വരെ വന്ന് അവിടെ നിന്നാ മതി. 3ാമത്തത് പെൺകുട്ടിയാ, നിന്നെ 3ാമതാണ് ഞാൻ കണ്ടത്, നീ പെൺകുട്ടിയാ, നീ അവിടെ മുറിക്ക് പുറത്ത് നിന്നാ മതി എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് 3 പൊസിഷൻ ഞങ്ങളുടെ അപ്പൻ ഒരിക്കലും തന്നിട്ടില്ല. അപ്പന്റെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് 3 പേർക്കും തുല്യ സ്ഥാനമാണ്. ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ അടുത്തിയല്ല. അതാണ് ഞങ്ങളുടെ അപ്പൻ ഞങ്ങളോട് കാണിച്ചിട്ടുള്ള സ്നേഹം. ഇതുപോലെ ആയിരിക്കണം ദൈവം. സ്ത്രീകളെ അകറ്റി നിർത്താൻ പാടില്ല ഒരു മനുഷ്യനെ. കാരണം ദൈവമാണ് എല്ലാവരെയും സൃഷ്ടിച്ചതെങ്കിൽ എല്ലാ മനുഷ്യർക്കും അടുത്ത് ചെല്ലാൻ പറ്റുന്ന ഒരു അപ്പനായിരിക്കുന്ന ആ ഒരു സ്നേഹമായിരിക്കണം ദൈവം. അങ്ങനെ കുറെ ഡിമാൻഡുകൾ വെച്ചു. അപ്പൊ എന്റെ ചോദ്യം, ഇനി നിന്റെ ഈ പറയുന്ന ഈ നിർവചനത്തിനനുസരിച്ച് നിന്റെ അറിവിലുള്ള ഏതെങ്കിലും ഒരു ദൈവമുണ്ട്. ഒരുപാട് ദൈവങ്ങളെ കുറിച്ച് നമ്മളിപ്പോ രാഷ്ട്രീയം കളിക്കാൻ തുടങ്ങിയപ്പോൾ, ഈ സംവാദങ്ങളിലൊക്കെ ഏർപ്പെടാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം സമൂഹത്തെ കുറിച്ചും ഹിന്ദു സമൂഹത്തെ കുറിച്ചും ഒക്കെ പഠിക്കുന്നുണ്ടായിരുന്നു ഞാൻ. കാരണം അവരുടെയും പല ആളുകളോട് തർക്കിക്കുമ്പോൾ അവരുടെ രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നും വേദങ്ങളിൽ നിന്നും ഒക്കെ പഠനങ്ങൾ നടന്നു. അപ്പൊ ഞാനിങ്ങനെ തർക്കിക്കുന്നത് കൊണ്ട് എൻ്റെ ഉള്ളിൽ ഒരുപാട് ദൈവസങ്കല്പങ്ങളെ കുറിച്ചുള്ള അറിവുണ്ട്. അപ്പൊ ഞാൻ ഈ സങ്കല്പങ്ങളെല്ലാം കൂടെ എടുത്തു വെച്ച് കണക്കൂട്ടിയതിനകത്ത് ഞാൻ ഈ പറയുന്ന നിലവാരത്തിനനുസരിച്ചുള്ള ദൈവമാരാണ്. എനിക്ക് അവസാനം യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് തന്നെ വരേണ്ടി വന്നു. കാരണം യേശുക്രിസ്തു ശമരിയ സ്ത്രീയെ അങ്ങോട്ട് ചെന്ന് ശമരിയ സ്ത്രീയോട് സംസാരിക്കുന്നു. നയീൻ പട്ടണത്തിലെ വിധവയുടെ മകൻ, മരിച്ചു കിടക്കുന്ന മകനെ അങ്ങോട്ട് ചെന്ന് എഴുന്നേൽപ്പിക്കുന്നു. അവന്റെ അടുക്കൽ കുഷ്ഠരോഗിക്ക് അടുത്തു വരാനുള്ള സ്വാതന്ത്ര്യം, അവന്റെ അടുക്കൽ രക്തസ്രാവക്കാരിയായ സ്ത്രീ അടുത്തു വന്ന് അവന്റെ കുപ്പായത്തിൽ തൊടുന്നു. അങ്ങനെ ആർക്കും അടുത്തു വരാം. അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും ഏത് ജാതിപ്പെട്ടവനാണെങ്കിലും ഒന്നും അങ്ങോട്ട് കൊടുക്കുകയല്ല, അവൻ ഇങ്ങോട്ട്. ഈ നിലയിൽ പ്രവർത്തിക്കുന്നവർ, അതിനപ്പുറത്ത് മരണത്തെ അതിജീവിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നവൻ, ഈ പറയുന്ന സമ്പൂർണ്ണ ക്വാളിറ്റിയുള്ള ഒരു ദൈവസങ്കല്പം ലോകത്തിൽ ഒരു മതവും ഭൂമിയിൽ അവതരിപ്പിച്ചിട്ടില്ല. അത് ക്രിസ്തു മതമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതിൽ യേശു ക്രിസ്തുവാണ് അതിന് യോഗ്യൻ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചോദിച്ചു, കർത്താവേ, ദൈവമേ, യേശു തന്നെയാണോ? ഒരുപാട് ചിന്തിച്ചു. അവസാനം ഞാൻ ഉറപ്പിച്ചു, യേശു തന്നെയാണ്. കാരണം ആ സമയത്ത് ദൈവം എൻ്റെ ഹൃദയത്തിൽ ഒരു ചിന്ത കൂടി തന്നു. ദൈവം എന്ന് പറഞ്ഞാൽ ദ്രവത്വമില്ലാത്തതായിരിക്കണം. ദ്രവിച്ചു പോകുന്നതിനെ എങ്ങനെ ദൈവം എന്ന് പറയാൻ പറ്റുന്നത്?
അപ്പൊ ദ്രവത്വമില്ലാത്തത് എന്തെങ്കിലും മണ്ണിന്റെ പരപ്പിൽ ചരിത്രത്തിന്റെ ഏടുകളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുക്രിസ്തു അല്ലാതെ വേറെ ആരുമില്ല. ബാക്കിയുടെ എല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുള്ള സകല ജീവികളുടെയും ഫോസിലുകൾ നമുക്ക് ഇവിടെ കിട്ടും. ഇന്ന് അതിന്റെ വംശം നശിച്ചാലും അതിന്റെ ഫോസിലുകളോ DNA ഒക്കെ ഇവിടെ കിട്ടും. എല്ലാ മഹാന്മാരുടെയും DNA അവരുടെ കല്ലറകൾക്കകത്ത് പരിശോധിച്ചാൽ കിട്ടും. പക്ഷെ യേശുവിന്റെ DNA ഭൂമിയിൽ ഒരിടത്തും ഒരുത്തർക്കും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. മുസ്ലിങ്ങൾ പറയുന്നത് കാശ്മീരിലാണ് അടക്കിയത്. എന്നാൽ കാശ്മീരിൽ നിന്ന് യേശുവിന്റെ DNA എടുത്ത അതില്ല. യേശുവിനെ എവിടെയാണ് അടക്കിയത്? യേശുവിനെ അടക്കിയ സ്ഥലം കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പൊ ഇപ്പുറത്തെ ചരിത്രപരമായിട്ട് വരുന്നു, അവൻ അവിടെ പലസ്തീൻ നാട്ടിലാണ് അവൻ അടക്കപ്പെട്ടത്. ഓക്കെ, പക്ഷെ അവൻ ഇവിടെ ഇല്ല. കാരണം അവൻ ദ്രവിച്ചിട്ടില്ല. അപ്പൊ മരണത്തെ അതിജീവിച്ച് ഉയർത്തെഴുന്നേറ്റവൻ എന്ന് തെളിയിച്ചുകൊണ്ട് നിൽക്കുന്ന യേശു ക്രിസ്തുവിനെ അല്ലാതെ മറ്റാരെയാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കേണ്ടത്? ആ ദൈവം എന്ന് പറയുന്ന വാക്കിന് യോഗ്യനായിട്ട് വേറെ ആരാ ഉള്ളത്? ഞാൻ യേശു ക്രിസ്തുവിന് മുമ്പിൽ എന്നെ സമർപ്പിച്ചു. യേശുവേ, അപ്പച്ച, ഞാൻ അങ്ങേയാ സ്നേഹിച്ചത്, അങ്ങേയാ വിശ്വസിച്ച, അങ്ങയുടെ വഴിക്കാൻ നടന്നത്. പക്ഷെ എന്നെ ആശയക്കുഴപ്പത്തിലാക്കി കളഞ്ഞ ചില കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അകന്നകന്ന് മാറിയത്. ഞാൻ അങ്ങേ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നു. പക്ഷെ എനിക്ക് ഇനിയൊരു പ്രശ്നമുണ്ട്. ഞാൻ ജനിച്ചു വളർന്ന എന്റെ സമുദായത്തിലെ എന്റെ ആ അച്ഛൻ എന്നോട് പറഞ്ഞത് ബൈബിൾ പൂർണ്ണമല്ലെന്ന്. അങ്ങനെയാണ് ഞാൻ അങ്ങയെക്കുറിച്ച് എങ്ങനെ പഠിക്കും? അവിടെ തന്നെ പഠിപ്പിക്കുന്നതിനകത്ത് പലതും പോരായ്മയുണ്ട്. അതുകൊണ്ട് യേശു അപ്പച്ചൻ തന്നെ എന്നെ കാര്യങ്ങൾ പഠിപ്പിക്കണം എന്ന് ഞാൻ യേശു കർത്താവിനോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ച് മുന്നോട്ട് വരുമ്പോൾ ബൈബിളിലെ വാക്യങ്ങൾ ഓരോന്നുള്ളിൽ വരാൻ തുടങ്ങി. അങ്ങനെ കർത്താവ് പറഞ്ഞൊരു വാക്യം എന്റെ ഹൃദയത്തിൽ ഓടി വന്നു. എന്റെ കൽപ്പന, മാനുഷിക കൽപ്പനകളല്ല, എന്റെ കൽപ്പന കേട്ട് പ്രമാണിക്കുന്നവൻ എന്റെ ശിഷ്യൻ. അപ്പൊ അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ. ഞാൻ വീണ്ടും ഈ ബൈബിൾ ഒത്തിരി നാളായിട്ട് താത്തു വെച്ച ബൈബിളാ പുതിയ വായന തുടങ്ങി. പഴയ നിയമത്തിന് ശേഷം പുതിയ നിയമത്തിന് തൊട്ട് മുമ്പ് ഇതിന് രണ്ടിന്റെ ഇടയ്ക്ക് ഒരു പേജുണ്ട്. അവിടെ എഴുതിയിരിക്കുന്ന ഒരു ടൈറ്റിൽ, ഒരൊറ്റ വാചകമാണ്, നമ്മുടെ കർത്താവ് വിശുദ്ധമായ യേശുക്രിസ്തുവിന്റെ പുതിയ നിയമം. ഞാൻ അവിടെ മുതൽ പഠനം തുടങ്ങി. മത്തായി, മർക്കോസ്, ലൂക്കോസ് ഇങ്ങനെ വായന തുടങ്ങി. അപ്പം ഈ അപ്പോഴത്തേക്ക് 1-2 ആഴ്ചകളൊക്കെ പിന്നിട്ടു. ഈ വായിച്ച് ബൈബിളിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പഠിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഈ പള്ളിയിലെ ഒരുപാട് കാര്യങ്ങളിലെ ക്രമക്കേടുകൾ വീണ്ടും മുന്നോട്ട് വരിക. പക്ഷെ ബൈബിൾ മാത്രം മനസ്സിൽ വെച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരാശയക്കുഴപ്പവും ഇല്ല. ബൈബിൾ പെർഫെക്റ്റ്, അത് ദൈവത്തിന്റെ വചനമാണ്. അത് തന്നെ അനുസരിക്കാൻ ഞാൻ തീരുമാനിച്ചു. അതിനോട് കൂട്ടിച്ചേർക്കുന്നവർ ഉണ്ടാകുമെന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞു. അപ്പോഴാണ് പള്ളിയിലെ പല പാട്ടുകളൊക്കെ ഓർമ്മ വന്നത്. പള്ളിയിലെ അച്ഛന്മാരെ, ഞങ്ങളുടെ പള്ളിയിലായിരുന്നപ്പോൾ ഞങ്ങൾ പാടുന്ന യാക്കോക്കാർ പാടുന്നൊരു പാട്ടുണ്ട്. പൗലോസ് ശ്ലീഹാ ധന്യം ചൊൽകട്ടെ നിദേവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയിൻ ശാപം. ഇത് പിതാക്കന്മാർ എഴുതി വെച്ചതാ. ഇത് ഗലാത്യലേഖനത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന വാക്യമാണ്. അപ്പൊ പൗലോസ് പറയാം, ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതിന് വിരുദ്ധമായി ദൂതൻ വന്നറിയിച്ചാൽ. അപ്പൊ ദൂതന്മാരും ആ പണി ചെയ്തേക്കാം. ഏതാണ്? അപ്പോസ്തലന്മാർ പഠിപ്പിച്ചതിന് വിരുദ്ധമായി വന്ന് പഠിപ്പിക്കാൻ ദൂതന്മാർ വരെ പ്രത്യക്ഷപ്പെട്ട് പല കാര്യങ്ങളും ചെയ്തേക്കാം. അങ്ങനെ ചെയ്താൽ അവരും ശപിക്കപ്പെട്ടവരാ എന്നാണ് അവിടെ നിന്ന് പാടുന്നത്. അങ്ങനെയാണെങ്കിൽ പള്ളി പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും അപ്പോസ്തലൻ പഠിപ്പിച്ചതിന് വിരുദ്ധമായിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മുഴുവൻ ശാപത്തിലല്ലേ? ഞാൻ എന്റെ പപ്പായുടെ മമ്മിയോടൊക്കെ ചോദിക്കാൻ തുടങ്ങി. അവരാപ്പാട് എന്റെ ഭാര്യയോട് ചോദിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കത്തോലിക്ക പള്ളിയിലൊക്കെ ചൊല്ലുന്നത് പല കാര്യം ഇവർ ചെയ്യുന്ന ബൈബിൾ വിരുദ്ധമല്ലേ? ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചു വരുമ്പോൾ എബ്രായ ലേഖനം 7-ാം അധ്യായം വന്നപ്പോൾ അവിടെ യേശുക്രിസ്തുവിന്റെ മഹാപൗരത്വത്തെ കുറിച്ച് വർണ്ണിക്കുന്ന ഒരു ഭാഗമുണ്ട്. അവിടെ ഇങ്ങനെയാ പറയുന്നത്, പൗരോഹിത്യത്തെ സംബന്ധിച്ച് യഹൂദ വംശം, ഞാനതിന്റെ ഓർഡറിലല്ല പറയുന്നത്, പൗരോഹിത്യത്തെ സംബന്ധിച്ച് യഹൂദ വംശത്തില് കൽപ്പനയൊന്നുമില്ല. കൽപ്പന ലേവി വംശത്തിന്. പക്ഷെ യേശുക്രിസ്തു ജനിച്ചത് യഹൂദ വംശത്തിലാണ്, ലേവി വംശത്തിലല്ല. അതിന്റെ കാരണം ലേവ്യ പൗരോഹിത്യമാണ് യേശുവിന് കിട്ടിയതെന്ന് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് യേശുവിനെ യഹൂദ ഗോത്രത്തിൽ ജനിപ്പിച്ചത്. ലേവ്യ പൗരോഹിത്യം അല്ല യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം. യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം മൽക്കീസദേക്കിന്റെ പൗരോഹിത്യമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യമാണെന്ന് പറയരുത് എന്ന് എബ്രായ ലേഖനം വളരെ വ്യക്തമായി പഠിപ്പിക്കാം. അപ്പോഴാണ് പള്ളിയിലെ പാട്ട് ഓർമ്മ വന്നത്. ആദ്യാചാരത്തം കൈ കൊണ്ടാരോൻ മോശയോടൊന്നീച്ച് ഞാൻ പാട്ടുകളെല്ലാം മറന്നു. മോശ സ്കറിയായിക്ക് നൽകി, സ്കറിയ യോഹന്നാനേകി, യോഹന്നാൻ കർത്താവിനും, കർത്താവ് തൻ സ്ത്രീയന്മാർക്കും എന്ന തരത്തിലുള്ളൊരു പാട്ടിന്റെ ട്യൂണുകളെല്ലാം മറന്നുപോയി, ഒരു വർഷങ്ങളായി. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ ഈ പാട്ടും തെറ്റല്ലേ? അങ്ങനെ ഇരിക്കുകയാണ് മുൾപ്പടർപ്പ് തന്നെ പള്ളിയിലൊരു പാടുന്നൊരു പാട്ടുണ്ട്. മുൾമരവരിയാതെരിതീ തൻ നടുവിൽ കണ്ടതുപോൽ ചിന്മയനായി മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. മറിയാമിനെ വാഴ്ത്തുന്ന ഒരു പാട്ടാണ്. മുൾമരം എരിയാതെരുതി തൻ നടുവിൽ കണ്ടതുപോലെ ചിന്മയനായവൻ മറിയാമിൽ വസിച്ചു ശരീരം പൂണ്ടു. അതായത് മറിയാമിനൊരു മാറ്റവും വരുന്നില്ല. മുള്ളിന് തീ കത്തി എന്നുള്ളത് ശരിയാണ്, പക്ഷെ മുള്ള അങ്ങനെ തന്നെയാണ്, മുള്ളിനൊരു മാറ്റവും ഇല്ല. അങ്ങനെയാണെങ്കിൽ മറിയത്തിനും ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടില്ല. മറിയത്തിൽ യേശുക്രിസ്തു വന്നു എന്നുള്ളത് ഫാക്റ്റാ. ഈ തരത്തിൽ ഞാൻ കാര്യങ്ങൾ പഠിക്കാൻ തുടങ്ങി. പഠിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ആശയക്കുഴപ്പമായി.
വിശ്വസിച്ച് സ്നാനമേക്കുക തുടങ്ങിയ കാര്യങ്ങളിലേക്ക് വന്നു. മാർക്കോസിന്റെ സുവിശേഷം 15:16 വരുമ്പോഴത്തേക്ക് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷിക്കപ്പെടും. അപ്പൊ സ്നാനം എന്ന് പറയുന്നത്, ഈ സ്നാനം പെന്തക്കോസ്തുകാരല്ലേ പഠിപ്പിക്കുന്നത്? പെന്തക്കോസ്തുകാരൊന്നും ശരിയല്ല. അവർ ഈ അടുത്ത കാലത്തുണ്ടായ കൂട്ടരല്ലേ, അവരെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നത്? ഞങ്ങളൊക്കെ AD 345 മുതൽ കേരളത്തിലുള്ളവരാ. അതൊന്നും ഈ പെന്തക്കോസ് കൂട്ടരൊന്നും ഇവിടുന്നില്ല. ഞങ്ങളൊക്കെ അവിടുന്ന് ഉറഹായിന്ന് ഇങ്ങനെ കപ്പൽ കയറി വന്ന ആളുകളാണ്. നമുക്കുള്ള പാരമ്പര്യ കഥകളൊക്കെ പഠിച്ച് വളരുന്നവരാ. പക്ഷെ ഈ പറയുന്ന തിരുവെഴുത്തുകൾക്ക് ഞങ്ങളുടെ ഇടയിൽ ഒരു സ്ഥാനമില്ല. പക്ഷെ ഈ തിരുവെഴുത്തുകൾ കൃത്യമായി പാലിക്കുന്നത് ഇവിടുത്തെ ബന്ധുക്കോസുകാരാ. നമുക്ക് ബന്ധുക്കോസുകാരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ആകെ കൺഫ്യൂഷൻ. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴും കർത്താവിനോട് പറയാ, എന്റെ കൽപ്പന കേട്ട് പ്രമാണിക്കുന്നവൻ എന്റെ ശിഷ്യൻ. എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ വസ്തുവകകളെയോ മക്കളെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഞാൻ കർത്താവിനോട് തീരുമാനിച്ചു, കർത്താവെ എന്തായാലും നീ എന്ത് പറയുന്നു എനിക്ക് അത് മതി, തിരുവെഴുത്തിൽ എന്ത് പറയുന്നു അത് മതി, ഞാൻ അതനുസരിക്കാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ബോധ്യപ്പെട്ടു വന്നപ്പോ ഈ സ്നാനത്തിന് പിന്നെ ഒരു തടസ്സം. സ്നാനം ശരിയാണോ? അപ്പൊ എന്റെ ഉള്ളിൽ വന്നു, ഞാൻ സ്നാനപ്പെട്ടിട്ടുണ്ടല്ലോ, പാപമോചനത്തിന് മാമോദിസ എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏറ്റു പറയുന്നു എന്ന ഈ നിഖ്യാസുന്നതോസിലെ ഒരു വിശ്വാസ പ്രമാണവും ഒട്ടുമിക്കവാറും എല്ലാ യാഗോവക്കാർക്കും കാണാപ്പാടം അറിയാവുന്ന ഒരു വിശ്വാസ പ്രമാണം. ഞാനിപ്പോ അത് പതിയമാകുന്നു, അതൊന്നും നന്നായിട്ട് അറിയാനും. അപ്പൊ ആ വാക്ക് എന്റെ ഹൃദയത്തിൽ, ഞാൻ കർത്താവിനോട്, മാമോദിസ നമ്മൾ ഏറ്റതല്ലേ, സ്നാനമല്ലേ, പിന്നെന്താ? അന്ന് കർത്താവിനോട് ചോദിക്കാം, നീ മാമോദിസ ഏറ്റില്ലല്ലോ, നിന്നെ ഏൽപ്പിക്കുമല്ലേ? അത് ശരിയാ, എനിക്ക് ഓർമ്മയൊന്നുമില്ല, അവരാരൊക്കെയോ കൊണ്ടുപോയി എന്നെ ഏൽപ്പിക്കുകയാണ്. എടാ, മാമോദിസ ഏൽക്കുന്നിടത്ത് നീ എന്താ ചൊല്ലിയത്? പാപമോചനത്തിന് മാമോദിസ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം മാമോദിസ എന്തോത്തിനുള്ളതാ? പാപം മോചിക്കാൻ. അപ്പൊ നീ പാപം ചെയ്യുന്നതിന് മുമ്പ് മാമോദിസ ഏറ്റെന്ന് പറഞ്ഞാൽ നോക്കൂ, പാപയാണല്ലോ മാമോദിസ ഏക്കേണ്ടത്. ആ കാര്യത്തിൽ ദൈവം എനിക്കൊരു വ്യക്തത തന്നു എന്റെ ജീവിതത്തിൽ. അപ്പൊ ഇത് ഞാൻ വേറൊരാളോട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, ജന്മപാപമാണ് മാമോദിസയിൽ പരിഹരിക്കപ്പെടുന്നത്. അപ്പൊ കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോഴേ പാപിയായിട്ടാണ് ജനിക്കുന്നത്, അതുകൊണ്ടാണ് അവർക്ക് മാമോദിസ കൊടുക്കുന്നത്. അത് ഞാൻ കർത്താവിനോട് ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത്, കുഞ്ഞുങ്ങൾ ജനിക്കുക എന്ന് പറയുന്നത് പാപത്തിൽ എന്റെ അമ്മ എന്റെ ഗർഭം ധരിച്ചു എന്ന് പറഞ്ഞാൽ അത് ആദാമ്യ പാപമാണ്. ഏത് കുഞ്ഞും പാപിയാണ്, പക്ഷെ ആ പാപം പരിഗണിക്കപ്പെടുന്നത് ആദാമിന്റെ പാപമാണ്. ആ ആദാമിന്റെ പാപം യേശുക്രിസ്തു ക്രൂശിൽ പരിഹരിച്ചു. ഇന്നും ആ പാപം ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നവൻ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെയല്ലേ നിഷേധിക്കുന്നത്? ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അങ്ങനെയാണെങ്കിൽ ക്രൂശിൽ നടന്നതെന്താണ്? ചുമന്നൊഴിച്ചു. അതിപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞാൽ ക്രൂശിനെ നിഷേധിക്കില്ലേ? എനിക്ക് പറഞ്ഞാൽ ഇന്നത്തെ ബന്ധുസ്ഥാർക്ക് പോലും ഈ കാര്യത്തിൽ വേണ്ടത്ര വ്യക്തത ഉണ്ടോ എന്നൊരു കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ആദാമ്യ പാപം യേശുക്രിസ്തു പരിഹരിച്ചു കഴിഞ്ഞു. ഇന്ന് ആ പാപം ഒരു വ്യക്തിയിലും അത് നിരീശ്വരവാദിയിൽ പോലും ദൈവം കണക്കിടുന്നില്ല, ഒറ്റ വ്യക്തിയിലും കണക്കിടുന്നില്ല എന്നാണ് എന്റെ ബോധ്യം. പക്ഷെ ദൈവം ഇപ്പോൾ കണക്കിടുന്നത്, യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നിട്ടും വെളിച്ചം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യന്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവൻ വെളിച്ചത്തെക്കാൾ അധികം ഇരുട്ടിനെ സ്നേഹിച്ചു. യേശുവിനെ സ്വീകരിക്കേണ്ടതിന് പകരം ഇരുട്ടിന്റെ ചിന്തകളെ സ്വീകരിക്കുക. അതാണ് നമുക്കുള്ള ന്യായവിധി, അതാണ് നമ്മുടെ മേലുള്ള പാപം. യേശുക്രിസ്തു ആദാമ്യ പാപത്തിന് ക്രൂശിൽ പരിഹാരം വരുത്തി കഴിഞ്ഞു. അതിവിടുത്തെ യേശുവിനെ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ആദാമിന്റെ വംശത്തിൽപ്പെട്ട സകല മനുഷ്യനോടും ദൈവം നിക്ഷേപിച്ചു. പക്ഷെ ദൈവം ലോകത്തിന് മുമ്പിൽ പ്രസന്റ് ചെയ്ത തന്റെ സ്നേഹസ്വരൂപനായ പുത്രനെ നിഷേധിക്കുന്നവനാണ് ഇനി ശിക്ഷയുള്ളത്. ആ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ നിഷേധിച്ചാൽ സുവിശേഷം കൊണ്ട് അവരെ ന്യായം വിധിക്കും. തിരുവെഴുത്ത് പറയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ സുവിശേഷത്തെ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ നിഷേധിക്കുക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞാൻ യേശുക്രിസ്തുവിനെ നിഷേധിക്കുമ്പോൾ എനിക്കുള്ള കൽപ്പനകൾ, യേശുക്രിസ്തുവിലൂടെ ലഭിച്ച കൽപ്പനകൾ, അത് നിഷേധിക്കുമ്പോൾ ഞാൻ വീണ്ടും പാപിയാ. ഞാൻ ആദ്യം പാപിയായി ജനിച്ചത് ആദാമിന്റെ വംശത്തിൽപ്പെട്ടതുകൊണ്ടാണ്. അത് ക്രൂശിൽ പണ്ടേ പരിഹരിച്ചു. എന്റെ അപ്പന്റെ അമ്മയുടെ മകനായിട്ട് ഞാൻ ഓറീസയിൽ ജനിച്ചത് പാപിയായിട്ടേ അല്ല. കാരണം അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പരിഹരിക്കപ്പെട്ട ഒരു വിഷയമാണ്. ഓറീസയിൽ ഞാൻ ജനിച്ചത് നിഷ്കളങ്കനായ ഒരു കുഞ്ഞായിട്ട് തന്നെയാണ് ജനിച്ചത്. കർത്താവിന് ഇഷ്ടമുള്ള ഒരു കുഞ്ഞായിട്ട് തന്നെയാണ് ജനിച്ചത്. എന്നെ അന്ന് ഞാൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെ നിങ്ങൾ ഓരോരുത്തരും ആകണമെന്നാണ് കർത്താവ് അന്ന് പരിചയം പറഞ്ഞത്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകണമെന്ന് പറഞ്ഞ്. എന്തായാലും വളർന്ന് യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ ഓരോന്നോരോന്ന് നമ്മൾ കേട്ടു പഠിച്ചു, യേശുക്രിസ്തുവിനെ മനസ്സിലായി. പക്ഷെ യേശുക്രിസ്തുവിനെ നിഷേധിച്ചു, യേശുക്രിസ്തുവിന്റെ കൽപ്പനകൾ അനുസരിക്കാതിരിക്കുന്നു. ഞാൻ വീണ്ടും പാപിയായതാണ്. ഈ പാപത്തിന്റെ പരിഹാരം മാനസാന്തരമാണ്. ഇതാണ് യഹൂദന്മാരോടും പത്രോസ് പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. പൗലോസിനോട് അനന്യാസ് എന്ന് പറയുന്നത്, എഴുന്നേറ്റ് സ്നാനമേറ്റ് നിന്റെ പാപം കഴുകിക്കളയുക. അപ്പം വിശ്വസിച്ച് യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിൽ വിശ്വസിക്കുന്നിടത്ത് മാത്രമാണ് ഈ പാപപരിഹാരം ഉണ്ടാകുന്നതും. ആ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാതിരുന്നാൽ, അത് അനുസരിക്കാതിരുന്നാൽ വീണ്ടും ആ ശാപത്തിൽ തന്നെ തുടരേണ്ടതായ സ്ഥിതി. ഒരു കാര്യങ്ങളൊക്കെ പഠിച്ചു ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്നാനപ്പെടണം എന്നുള്ളത് ദൈവകൽപ്പനയാണ്. പക്ഷെ എവിടെ പോയി സ്നാനപ്പെടും? എന്റെ അറിവിലുള്ള പെന്തക്കോസുകാരെ 1-2 സുഹൃത്തുക്കളുണ്ട്, എന്റെ കൂടെ പഠിച്ചവരുണ്ടായിരുന്നു. അവരുടെയൊക്കെ ലൈഫ് നോക്കിയാൽ എന്നെക്കാട്ടി കഷ്ടമാണ്. പെന്തക്കോസ് ആണെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എന്താ പറയുക, മരുമോളോടുള്ള ദേഷ്യത്തിന് അയൽവക്കക്കാര്
വീട്ടിൽ വന്ന് കരിയാപ്പല ചോദിച്ചപ്പോൾ 2 കരിയാപ്പല അടത്തി അയലോക്കക്കാർക്ക് കൊടുത്തു എന്നുള്ള വാശിക്ക് കരിയാപ്പ് മൂടോടെ വെട്ടിക്കളഞ്ഞ ഒരു പെന്തിക്കോസ് ഉപദേശി ഞങ്ങളുടെ നാട്ടിലുണ്ട്. ഇങ്ങനെയുള്ളവരെയൊക്കെ നോക്കി ഞാൻ ഈ പെന്തക്കോസ് മാർഗത്തെ മുഴുവൻ ആക്ഷേപിക്കുമായിരുന്നു. ഞാൻ തിരുവല്ല സ്റ്റാൻഡിൽ കിടന്ന് ഓട്ടോ ഓടിക്കുക. അറിയപ്പെടുന്ന ഒരു വലിയ സംഘടനയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം എന്റെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പ്രയാസം ഉണ്ടായിരിക്കും. അറിയപ്പെടുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു സംഘടനയുടെ വലിയ വലിയ നേതാക്കന്മാര് അവിടുത്തെ ഒരു ബാർ ഹോട്ടലിന്റെ മുകളിൽ കോൺഫറൻസ് ഹാളിൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഓട്ടോ ഓടിച്ചു പോകുമ്പോൾ അവിടെ ഭയങ്കര ആൾക്കൂട്ടം. എന്താണെന്ന് അറിയാനൊന്ന് നിർത്തിയപ്പോൾ അവർ പറയാം, പാർഷന്മാർ അടിയാണ് അവിടെ. അവർ കൗൺസിൽ എന്തോ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് കസേര എടുത്ത് അടിക്കാം, ഇന്ത്യ ഭാഷയിൽ അഭിഷേകം പ്രാപിച്ച പാർഷന്മാർ തമ്മിലടിക്കുക. ഹൃദയത്തിൽ വലിയ ഭാരം തോന്നിയ ഒരു സമയമാണ്. പക്ഷെ ഞാൻ കർത്താവിനോട്, കർത്താവ് എനിക്ക് നിന്നെ വേണം, എനിക്ക് നിന്റെ കൽപ്പനകൾ അനുസരിക്കണം. അങ്ങനെ ഞാൻ ഹൃദയത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചും പ്രാർത്ഥിക്കുന്നു. ചുരുക്കി പറയാം, അങ്ങനെ പ്രാർത്ഥിച്ചു മുന്നോട്ട് പോകുന്ന ഒരു വേളയിൽ ഞാനൊരു സഹോദരിയെ പരിചയപ്പെട്ട സഹോദരി എന്നെ ഉത്സാഹിപ്പിച്ചു. ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ കുറ്റൂര് എന്ന് പറയുന്ന സ്ഥലത്ത്, ഒരു MC റോഡിന്റെ സൈഡിലാണ്, അവിടെ ജംഗ്ഷനിൽ വർഷങ്ങളായി വിശ്വാസത്തിൽ വന്ന എനിക്കറിയാവുന്ന ഒരു ഫാമിലി ഉണ്ട്. കുന്നുകണ്ടത്തിൽ എന്ന് പറഞ്ഞൊരു കുടുംബമാണ്. ഈ കുടുംബത്തിലെ അപ്പച്ചനും അമ്മച്ചിയും നല്ല പ്രാർത്ഥിക്കുന്ന അപ്പച്ചനും മക്കളൊക്കെ ഇവരും ജ്ഞാനായ സമുദായത്തിലായിരുന്നു. അവരൊക്കെ രക്ഷിക്കപ്പെട്ട് ബന്ധുക്കോസായി തലയാർ ന്യൂ ഇന്ത്യ ദൈവസഭയിലാണ് ഇവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കുറ്റൂർ ഈ പറയുന്ന സഹോദരന്റെ വീട്ടിൽ മീറ്റിംഗ് ഉണ്ട്, നിനക്ക് താല്പര്യമുണ്ടോ എന്നൊരു സഹോദരൻ. ഞാൻ ആ സഹോദരനോട് നേരത്തെ പറഞ്ഞു, എനിക്ക് ഏതെങ്കിലും ബന്ധുക്കോസ് കൂട്ടായ്മ പോകണമെന്നുണ്ട്, ഞാൻ ഇതൊക്കെ വിശ്വസിക്കുന്നു, എനിക്ക് എവിടെയെങ്കിലും ഒരു കൂട്ടായ്മയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പൊ സഹോദരി എന്നെ ഉത്സാഹിപ്പിച്ചു, ഇന്നോടൊരു മീറ്റിംഗ് ഉണ്ട്. ആദ്യം അവിടെ അല്ല പറഞ്ഞത്, ദൂരെ ഒരു സ്ഥലമാണ് പറഞ്ഞത്. കാരണം ഞാൻ പാർട്ടി നേതാവും ഒക്കെ ആയിട്ട് നടക്കുകയില്ല. അപ്പം അടുത്തുള്ള ബന്ധുക്കോസ് കൂട്ടായ്മ പോകാനുള്ള ഒരു മടി കാണുന്നു കണ്ട ഈ സഹോദരി എന്നോട് പറഞ്ഞു, മല്ലപ്പള്ളിയിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മല്ലപ്പള്ളിയിൽ ഒന്നും അല്ല, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും മീറ്റിംഗ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആ കുറ്റൂർ ജംഗ്ഷനിലുണ്ട്, ഇന്ന വീട്ടിലാണ് കൂടി. ഞാൻ പറഞ്ഞു, ഞാൻ അവിടെ നിനക്ക് വരാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാനെന്താ വരുന്നത്? ഞാൻ കള്ളും കുടിച്ച് നടന്നിട്ടുണ്ട്, സീർട്ടും വലിച്ച് നടന്നിട്ടുണ്ട്, അന്നേരം എനിക്ക് ആരും പേടി തന്നിട്ടില്ല. ഞാൻ യേശുവിനെ അനുസരിക്കുന്ന കാര്യത്തിലാണ് ഞാൻ മനുഷ്യനെ ഭയപ്പെടുന്നത്. ഞാൻ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളും. ഞാൻ ആ വീട്ടിലെ ഒരു മീറ്റിങ്ങിന് അവിടെ ചെന്ന് കയറിയത് മാത്രമേ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അതൊന്നും പറഞ്ഞിരിക്കുന്നില്ല, കാരണം അവിടെ പ്രസംഗിച്ചൊന്നും എന്റെ തലയിൽ ശരിക്കും പറഞ്ഞാൽ കയറിയിട്ട്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പം ദൈവം എന്നെ സ്വീകരിച്ചു. ദൈവം എന്നെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശിയാക്കി തീർത്തു. എന്റെ ഉള്ളിലുണ്ടായത് അർഹതയില്ലാത്ത എന്നെ ഒരു സ്ഥാനത്ത് കയറ്റിയത്. ഞാൻ അവിടെ നിന്ന് വിങ്ങിപ്പൊട്ടി കരയുകയാണ്. കണ്ണു നിറയാൻ തുടങ്ങി, മുഖമൊലിക്കാൻ തുടങ്ങി, വല്ലാത്തൊരു മാനസികാവസ്ഥ. ഞാൻ അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ സഹോദരി എന്നെ അവിടെ കൂട്ടായ്മ കൂട്ടിക്കൊണ്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ സഹോദരിയുടെ ഹെൽപ്പ് ചോദിച്ചു. ഞാൻ ഒരു സഹോദരി നിങ്ങളോട് വരണം, എനിക്ക് തന്നെ ചെന്ന് കയറാൻ ഒരു വൈക്ലബ്യുണ്ട്. കാരണം അവിടുത്തെ മുഴുവൻ ആളുകളെ എനിക്കറിയാം. അവർ കോൺഗ്രസ്സുകാരാണ്. ഈ ഞങ്ങളുടെ പാർട്ടിയുടെ സമരമൊക്കെ വരുമ്പോൾ, ബന്ധമൊക്കെ വരുമ്പോൾ ഇവർക്കൊരു ബോർമയുണ്ട്, ബേക്കറി ഉണ്ട്. ഈ ബേക്കറിയൊക്കെ ഞാനാണ് പോയി തല്ലി അടപ്പിക്കുന്നത്. ആ ബേക്കറി ഒന്ന് വർക്ക് ചെയ്യാതിരിക്കാൻ ഫീസൊക്കെ ഊരി കളയുന്നതും ബേക്കറി അടിച്ച് അടപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരെയൊക്കെ അസഭ്യം പറയുന്നത് കോൺഗ്രസ്സുകാരൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെ അവരുടെ മുമ്പിൽ ചെല്ലും? എനിക്ക് അവരുടെ മുമ്പിലോട്ട് അവരെന്നെ സ്വീകരിക്കുമോ, സ്നേഹിക്കുമോ? പക്ഷെ എനിക്ക് കർത്താവിനെ വേണമെന്ന് തന്നെ. അതുകൊണ്ട് സഹോദരി എന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുന്നു. ഞാനിങ്ങനെ ഗുണപ്പെട്ടു, മാനസാന്തരപ്പെട്ടു, ഇങ്ങനെയൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ അവരെ എനിക്കൊരു പെർമിഷൻ തരുമല്ലോ എന്ന് ഞാൻ സഹോദരിയുടെ ഹെൽപ്പ് ചോദിച്ചത്. അപ്പൊ സൗകര്യം പറഞ്ഞൊരു കാര്യം, വൈകിട്ട് 6:30 ആകുമ്പോൾ മീറ്റിംഗ് തുടങ്ങും, നേരത്തെ വരണം, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാൻ 6:30 5:30 ആയപ്പോഴേ ഈ വീടിന്റെ വാതൊക്കെ വന്ന് നിൽക്കുകയാണ്. എനിക്ക് ഈ വീട്ടിലോട്ട് പോകുന്നവരെല്ലാം അറിയാം, അവിടെ വീട്ടിൽ മീറ്റിംഗ് നടക്കുന്നുണ്ടെന്ന് അറിയാം. അവരെല്ലാവരും എന്നെ കാണുന്നുണ്ട്. പക്ഷെ എന്നെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടാണ് ഇവർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീടിന്റെ വാതൊക്കെ തന്നെ ഒരു മുറുക്കാൻകടയുണ്ട്, എന്നെ ഒരു കൂട്ടുകാരനാണ്. ഞാൻ അവിടെ നേരത്തെ രാവിലെ പോലെ ഒരുങ്ങി നിൽക്കാം, വേണ്ടത് മീറ്റിങ്ങിന് പോകാനായിട്ട്. ഞാൻ അവിടെ വന്ന് നിൽക്കാം. അപ്പൊ ഈ സഹോദരൻ എനിക്കൊരു മുറുക്കാനൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞു, മുറുക്കാൻ നിൽക്കുക. അതെന്താ നീ മുറുക്കാൻ? ഞാൻ പറഞ്ഞു നിർത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ സഹോദരിയെ നോക്കി നിൽക്കുക. ഈ സഹോദരി വന്നിട്ടാണ് എനിക്ക് ഇതിനകത്തോട്ട് എടുക്കാൻ ആളുകൾ ഇങ്ങനെ മേളോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ 5:30 ആയി, 6 ആയി, 6:15 6:30 ആയിട്ടും ഈ സഹോദരി വന്നില്ല. ഭയങ്കര നിരാശ തുടങ്ങി. അവിടെ മീറ്റിംഗ് പതി സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര നിരാശ തോന്നി, കാരണം ഈ സഹോദരി ഒന്നും വന്നില്ല. എനിക്ക് പക്ഷെ ഒറ്റയ്ക്ക് കയറി ചെല്ലാനൊരു മടി. ഞാൻ പിന്നെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ ഇത് ആണ് ശരിയെന്ന് അറിഞ്ഞൊക്കെ ഞാൻ വന്നത്, പക്ഷെ ആ സഹോദരി വന്നിട്ട് ഞാൻ എങ്ങനെ അവിടെ കയറുന്നത്? ഓക്കെ, നിനക്ക് എന്നെ വേണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും നീ ആ സഹോദരി അയക്കാൻ. ഞാൻ അങ്ങനെയാണെങ്കിൽ സ്തോത്രം, സന്തോഷം. ഈ ദൈവം ആരാണെന്ന് ദൈവം എനിക്ക് ബോധ്യപ്പെടുത്തിയല്ലോ. എനിക്ക് ഈ കൂട്ടായ്മയിൽ പോകാനായിട്ട് ദൈവം എന്നെ അനുവദിക്കുന്നില്ല, അതുകൊണ്ടായിരിക്കും സഹോദരി വരാഞ്ഞ്. ഞാൻ വളരെ സങ്കടത്തോടെ തിരിച്ച് വീട്ടിൽ പോയേക്കാം എന്ന് കരുതി ഞാൻ എന്റെ വീട്ടിലേക്ക് പോകാനായിട്ട് മുന്നോട്ട് ഈ വീടിന്റെ ബാക്ക് സൈഡിലേക്ക് വന്നപ്പോൾ എന്റെ ഹൃദയത്തിലൊരു ചിന്ത, എന്നെ അറിയണമെന്ന് പറഞ്ഞു, ഞാൻ നിനക്ക് അറിയിച്ചു തന്നു. എന്റെ ഉപദേശങ്ങൾ നിനക്ക് അറിയണമെന്ന് ആഗ്രഹിച്ചു, അത് ഞാൻ നിനക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഇനി എന്റെ കൂട്ടായ്മയിലേക്ക് വരാൻ നിനക്ക് അവരുടെ ഇവരുടെ ഒക്കെ സഹായം വേണം. നിനക്കതല്ലാതെ നേരിട്ട് എന്റെ കൂട്ടായ്മ വന്നിരിക്കാനുള്ള പറ്റില്ലേ? അപ്പൊ നിനക്ക് എന്റെ കൂട്ടായ്മ വരാൻ ആരുടെയെങ്കിലും സഹായം വേണോ എന്നൊരു ചോദ്യം കർത്താവിനോട് ചോദിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ പറഞ്ഞു, കർത്താവെ ആരെന്നെ നിന്ദിച്ചാൽ എനിക്ക് നീ മതി. കാരണം തിരുവഴുത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്റെ നാമം നിമിത്തം നീ ഇറങ്ങിയാൽ നിന്നെ സകലരും നിന്ദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നേരെ കയറിച്ചില്ല. ഞാൻ ഈ വീട്ടിലോട്ട് തിരിച്ചു കയറി വന്നപ്പം ഈ വീടിന്റെ അകത്തെ ഭാഗമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച് കയറി ചെല്ലുന്നതായിരിക്കും പ്രാർത്ഥന. പക്ഷെ കയറി ചെന്നിടത്ത് പ്രാർത്ഥനയില്ല. അവിടെ ഒരു മോൻ അവിടെ നിൽപ്പുണ്ട്. ഞാൻ ആ മോനോട് മോനെ ഇവിടുത്തെ പ്രാർത്ഥന എവിടെ നടക്കുന്നത്? അങ്കിളെ ഈ സ്റ്റെയർ കേസ് വഴി അങ്ങ് മേളിൽ പോകണം, മേളത്തെ നിലയിലാന്ന് പറഞ്ഞു.
ഞാൻ ഈ സ്റ്റെയർകേസ് വഴി പതിയെ മേളിൽ കയറി കഴിഞ്ഞപ്പോൾ വലിയൊരു ഹോളുണ്ട്. ആ ഹോളിലോട്ട് അകത്തോട്ട് കയറുന്നതിന് മുമ്പ് ചെറിയൊരു പാസേജ്, അവിടെ ഇരുട്ടാ, ലൈറ്റ് ഇട്ടിട്ടില്ല. അകത്തിരിക്കുന്ന ആളുകളെ മുഴുവൻ എനിക്ക് കാണും. എനിക്ക് കയറാനൊരു മടിയുമുണ്ട്. എനിക്കെന്നാൽ ഈ ദൈവം ഒരു കൂട്ടായ്മയെ വചനം കേൾക്കണമെന്നൊരു ആഗ്രഹം. ഞാൻ ഈ ഇരുട്ടത്ത് വന്നപ്പോൾ എന്റെ ഹൃദയത്തിലൊരു ചിന്ത, ദൈവം എനിക്ക് ഇതാ കറക്റ്റ് സ്ഥലം. എന്നെ ഇപ്പൊ ഇവർക്ക് ആർക്കും കാണാൻ പറ്റില്ല. ഇവരുടെ മുമ്പിൽ ചെല്ലാനൊരു വൈറ്റ് ക്ലബ് ആയിരുന്നു എനിക്കുള്ളത്. എന്നെ ഇവർക്ക് ആർക്കും കാണാൻ പറ്റില്ല. ഞാൻ ഇവിടെ നിന്നോളാം. ഈ മീറ്റിംഗ് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ ആരും അറിയാതെ ചാടി രക്ഷപ്പെടുകയും ചെയ്യാം. അപ്പൊ ആ ഒരു ചിന്തയിൽ ഞാൻ ഇങ്ങനെ അവിടെ നിൽക്കുക. എന്നിട്ട് ഈ ദേവാസിന്റെ പ്രാർത്ഥനയും പാട്ടും ഒക്കെ ഞാൻ കേട്ടോണ്ടിരിക്കുക. അകത്ത് അവരെല്ലാം ഭയങ്കരമായിട്ട് അന്യഭാഷയിൽ ആരാധിക്കുന്ന, കൈയടിക്കുന്ന, ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അങ്ങനെ ആനന്ദിക്കുക. ശരിക്കും പറഞ്ഞാൽ ദേവാസിനെ ആ സമയത്ത് എന്റെ മനസ്സിൽ വന്ന ചിന്ത എന്നറിയോ, നമ്മൾ ഈ കല്യാണത്തിനൊക്കെ പോയി കഴിയുമ്പോൾ നമ്മളൊക്കെ വളരെ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടവരായി ചെന്നിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ ഈ കല്യാണ പന്തലിന്റെ പുറത്ത് ഈ ഭിക്ഷക്കാർ വന്ന് നിൽക്കും. അപ്പൊ ഇതിൽ നല്ല വസ്ത്രങ്ങളൊന്നും കാണത്തില്ല. അവരിങ്ങനെ വന്ന് ഇങ്ങനെ നിൽക്കുക, എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് വെളിയിൽ നിന്നുകൊണ്ട് അകത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന അവരുടെ ഒരു വികാരമായി എനിക്കുണ്ടായത്. അകത്ത് ഇവരുന്ന് ഇങ്ങനെ സന്തോഷിക്കുക. ഞാൻ എപ്പോഴും കർത്താവിനോട്, സാരമില്ല കർത്താവ്, എനിക്ക് ഇവിടം വരെയെങ്കിലും വരാൻ പറ്റില്ല, ഇത് തന്നെ വലിയ കാര്യം, സന്തോഷം. അവരാരും എന്നെ കണ്ടിട്ടില്ല, കർത്താവിന്റെ പ്രാർത്ഥന കേട്ടു, എനിക്കൊരു പ്രശ്നവുമില്ല, കാര്യം ഓടുകയും ചെയ്യാം. ഇങ്ങനെ കുറച്ചു നേരം ഞാൻ കണ്ണടച്ച് ഇങ്ങനെ ഇരിക്കും. അപ്പോഴെന്റെ മനസ്സിൽ പിന്നെ തോന്നി, എനിക്ക് ഇതിനകത്ത് ഇവരെ പോലൊന്നും ആകാൻ പറ്റുമോ, എനിക്ക് ഇവരെ പോലെ ആകാൻ പറ്റുമോ എന്നുള്ള ചിന്തയിൽ ഇങ്ങനെ ഇരിക്കും. ഏതോ ഒരു സഹോദരി എന്നെ മുന്നിലൂടെ പാസ് ചെയ്തായിട്ടോ, കാരണം കണ്ണടച്ച് പിടിച്ചിരിക്കുന്നത് ആരോ മുന്നിലൂടെ പാസ് ചെയ്തായിട്ട് അറിയാം. ഇച്ചിരി കഴിയുമ്പോൾ ആ ആള് തന്നെ തിരിച്ചു വന്നു എന്റെ കൈക്ക് തട്ടി അകത്ത് കയറി ഇരിക്കാൻ പറഞ്ഞു. ഭയങ്കര സന്തോഷം തോന്നി. അത് നേരെ എന്നെ നടുക്ക് കയറിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദേവാസിനെ ഈ പ്രാർത്ഥനയ്ക്ക് പോയ കരയൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഇവരുടെ പ്രസംഗം നോക്കി, ഞാൻ ഈ പ്രസംഗം ശരിക്കും പറഞ്ഞാൽ കേട്ടേയില്ല. എനിക്ക് അതിനകത്തിരുന്നപ്പോ എന്തോ ഒരു, എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, ഏതോ ഒരു എന്താ പറയുക, എന്നെ പിടിച്ച് കർത്താവ് അർഹതയില്ലാത്തൊരു സ്ഥാനത്ത് കയറ്റിയിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി കർത്താവിന്റെ സന്നിധിയിലിരുന്ന്. എന്റെ കണ്ണങ്ങ് നിറഞ്ഞൊഴുക. എന്താണെന്ന് എനിക്കറിയത്തില്ല. മൂക്ക് ഒലിക്കാൻ തുടങ്ങി. എന്റെ കൈ തുവാലയില്ല, ഒരു പാന്റ് ഉടുപ്പ് ഇട്ടിട്ടുണ്ട്. ഈ മൂക്കിങ്ങനെ അപ്പുറം ഇപ്പുറം ആൾക്കാരുണ്ട്. മൂക്കിങ്ങനെ ഒഴുകി വരുമ്പോൾ ഞാൻ ഇത് അകത്തോട്ട് വലിക്കാൻ തുടങ്ങി. അപ്പൊ ഞാനിരുന്ന് ഏങ്ങലടിച്ച് കരയുന്ന പോലെയാണ് ഇവർക്ക് ഫീൽ ചെയ്യുന്നത്. ഈ മൂക്കൊഴിക്കുന്ന അവസരം ആരും കാണാതെ ഞാൻ ഇങ്ങനെ എടുത്ത് പാന്റെ തൂക്കുക. കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ കൂടി വരിക. ഞാൻ മൂക്ക് തുടച്ച് പാന്റെ മുഴുവൻ നനഞ്ഞൊരു പരിവായി. അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരെല്ലാം കൈയടിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ട് ഒരു കണ്ണുകൊണ്ട് എന്നെ നോക്കുക. എനിക്കങ്ങ് വല്ലാത്ത നാണക്കേട് പോലെ തോന്നി. ഞാൻ ആകെപ്പാടെ കർത്താവിനോട്, എന്റെ കർത്താവെ കോളമാക്കി കളഞ്ഞു, ഞാൻ അവിടെ കാണും നിന്നാ മതിയായിരുന്നു. ഈ മൂക്കോലിപ്പ് നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഈ എനിക്കറിയാമോ ഞാനങ്ങ് കരയുക. ഈ വല്ലാത്ത ഭാരം തോന്നി. ഈ ദൈവദാസനും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ പുള്ളി പ്രസംഗിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ പ്രസംഗമൊന്നും എന്റെ തലയിൽ വരുന്നില്ല. എന്നെ ഈ മൂക്കോലിപ്പ് ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി ഞാനിരുന്ന് വെപ്രാളപ്പെടുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ ഒന്ന് സഹായിക്കും. അപ്പൊ അവിടെ ഇരിക്കുന്നവരൊക്കെ അവരുടെ ചിന്ത, ഇവൻ എന്താ കണ്ണു പിടിച്ചിട്ട് വന്നിരിക്കുകയാണോ, ഇവരെന്താ കാണിക്കുന്നത് എന്നൊക്കെയുള്ള രീതിയിലാണ് അവർ നോക്കുന്നതെന്ന് എനിക്കൊക്കെ തോന്നുക. എന്തായാലും ദേവാസൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. ആശീർവാദം പറയുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ സർവ്വശക്തിയും എടുത്ത് എഴുന്നേറ്റ് ഒറ്റ ഓട്ടം ഓടിയാണ്. അതിനകത്ത് ഇറങ്ങി വെളിപ്പോയി. ഇവരെ ആരും ഫേസ് ചെയ്യാൻ വയ്യ, ഒടുങ്ങി വെളിപ്പോയിരുന്നു. ഭയങ്കര നിരാശ തോന്നി. വീട്ടിൽ വന്നിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു. കാരണം വീട്ടിൽ വന്നിട്ട് സങ്കടപ്പെട്ടു. ഞാൻ പറഞ്ഞു, എന്റെ കർത്താവ്, ഞാൻ നിന്നെ അറിയാനായിട്ട് വലുതായിട്ട് ആഗ്രഹിച്ചു, നീ എന്നെ അവിടെ കൊണ്ടെത്തിച്ചു, പക്ഷെ ആകെ കുളമായി. ഞാൻ ഇനി അവരുടെയൊക്കെ മുഖത്ത് എങ്ങനെയാണ് നോക്കുന്നത്? നാളെ എനിക്ക് അവരോട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഓരോരുത്തർ ചോദിക്കും, ഇവരോടൊക്കെ ഞാൻ എങ്ങനെ ഇടപെടുന്നത്? ഞാൻ 2-3 ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയില്ല, വീട്ടിൽ തന്നെ ഇരുന്നു. പക്ഷെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ തോന്നി, എനിക്ക് കർത്താവ്, ഞാൻ ഇതിനെ ഇവരെയൊക്കെ നോക്കുന്നത്, അവർക്ക് എന്നെ പറഞ്ഞാൽ എനിക്ക് കർത്താവിനെ മതി. അപ്പൊ ഞാൻ ഈ എന്നെ കൊണ്ടില്ലാമെന്ന് പറഞ്ഞ സഹോദരിയുടെ വീട്ടിൽ പോയി. അപ്പോൾ നിങ്ങൾ എന്ത് പണിയാണ് കാണിച്ചത്, നിങ്ങൾ വന്നില്ലല്ലോ, എനിക്ക് വലിയ നിരാശയായി. ഞാൻ പക്ഷെ കൂട്ടായ്മ അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞു. അയ്യോ, അന്നേരം പുള്ളിക്കാരിക്ക് എന്തോ ഒരു പ്രശ്നം വന്ന് അങ്ങനെ വരാൻ പറ്റാഞ്ഞെന്ന് പറഞ്ഞു. നമ്മൾ എനിക്ക് ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് വലിയ ആഗ്രഹം. അപ്പൊ പുള്ളിക്കാരി ഉടനെ തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞു, സജനെ കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകണം. അപ്പോൾ പുള്ളി ചോദിച്ചാൽ ഉടനെ പറഞ്ഞു, ബ്രദറെ നിങ്ങൾ റെഡിയാകും, ഞാൻ നിങ്ങളെ കൂട്ടായ്മയ്ക്ക് കൊണ്ടുപോകാം, എന്റെ സ്കൂട്ടറുണ്ട്, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഞായറാഴ്ച ദിവസം രാവിലെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് അദ്ദേഹത്തിനോട് സ്കൂട്ടറിൽ കയറി സഭായോഗത്തിന് ആദ്യമായി പങ്കെടുത്തു. ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല. സഹോദരങ്ങൾക്ക് ഭയങ്കര സ്നേഹം. അവർ ഓടി വന്നു, എന്താ നിങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞ് ഓടിക്കളഞ്ഞത്, നിങ്ങളെ സംസാരിക്കാൻ അടുക്ക് വന്നപ്പോൾ സജനന്തരം ഓടിക്കളഞ്ഞത്. ഇവർ എന്നെ പുച്ഛത്തോടെ കാണുമെന്ന് കരുതിയ കുന്നുകണ്ടത്തിലെ അവര് ജ്യേഷ്ഠാനിയന്മാരൊക്കെ എന്നോട് ഭയങ്കര സ്നേഹം. ഇവരുടെ സ്നേഹവും പരിലാളനയും ഒക്കെ കിട്ടുകയും എനിക്ക് ഭയങ്കര ആത്മവിശ്വാസമായി. അങ്ങനെ ഞാൻ പുതിയ പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ മമ്മിയോട് ഞാൻ സുവിശേഷം പറയാൻ തുടങ്ങി. മമ്മിയോട് സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ അപ്പൊ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. ഞാൻ ഈ കൂട്ടായ്മയിൽ പോകാനുള്ള തീരുമാനമൊക്കെ എടുത്ത സമയത്ത് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ പെന്തക്കോസ്ത് കൂട്ടായ്മയ്ക്ക് പോകാം. ഇത് പോകുന്നതിന് തൊട്ട് മുമ്പ് ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഞാൻ ഏതെങ്കിലും പെന്തക്കോസ്ത് കൂട്ടായ്മയിൽ പോയാലും ഒക്കത്തില്ല. പെന്തക്കോസ്തുകാർ പറയുന്നത് ശരി, പെന്തക്കോസ്തുകാർ കള്ളന്മാരാ. ഞാൻ പറഞ്ഞു, അങ്ങനല്ല. ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടി ചെയ്തു. ഞാൻ ഈ പെന്തക്കോസ്തിൽ ചേരണോ വേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് വക്കി കഴിഞ്ഞപ്പം ഞാനൊരു കാര്യം എടുത്തു, ഈ കർത്താവിന്റെ കൽപ്പന അനുസരിക്കാം. അപ്പൊ കർത്താവിന്റെ കൽപ്പന പെന്തക്കോസ്തുകാരുടെ ഉപദേശവും രണ്ടുപേരും യേശുക്രിസ്തു ദൈവമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണ്. അപ്പം എപ്പിസ്കോപ്പൽ സഭകളും പെന്തക്കോസ്ത് സഭകളും തമ്മിൽ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്?
ഞാനൊരു കടലാസ് എടുത്തിട്ട് അതിൽ എപ്പിസ്കോപ്പൽ സഭകളുടെ പെന്തക്കോസ്ത് ഉപദേശങ്ങളിൽ നിന്ന് വിരുദ്ധമായിട്ടുള്ള അവരുടെ ഉപദേശങ്ങളെല്ലാം എഴുതി. ഇപ്പോഴത്തെ പെന്തക്കോസുകാരുടെ ഉപദേശങ്ങൾ എഴുതി. എന്നിട്ട് ഞാനൊരു തീരുമാനം എടുത്തു. പെന്തക്കോസുകാരുടെ ജീവിതത്തിലും കുറവുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പെന്തക്കോസുകാർ ശരിയല്ല, ഇപ്പൊ ഇവരും ശരിയല്ല. പക്ഷെ കൂട്ടത്തിൽ ഞാനിപ്പോ എവിടെയും പോകണമല്ലോ. കൂട്ടത്തിൽ ഏറ്റവും നല്ലത് ആരാണോ അവരുടെ കൂടെ പോകുക. അപ്പൊ രണ്ടു കൂട്ടരുടെയും ഉപദേശങ്ങൾ എഴുതി വെച്ചിട്ട് ഞാൻ വേദപുസ്തകം വെച്ച് മാറിടാൻ നോക്കി. പെന്തക്കോസുകാർ പറയുന്നു, മരിച്ചു കഴിഞ്ഞ ആൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അവനും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാണെങ്കിലും തീയതാണെങ്കിലും അതിനുള്ള ഫലം കിട്ടും. മറ്റൊരു മരിച്ചവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ വല്യപ്പച്ചൻ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വല്യപ്പച്ചൻ മരിക്കുന്നത്. 6 7 മറ്റോ പഠിക്കുമ്പോഴാണ് വല്യപ്പച്ചൻ മരിക്കുന്നത്. ആ അപ്പച്ചനെ അന്ന് അവിടെ അടക്കുമ്പോ അച്ഛൻ തൂക്കുറ്റിയൊക്കെ വീശി പ്രാർത്ഥിച്ചു. ഈ വൃതനയത്തിന് സന്നിധിയിൽ ചേർക്കണേന്നൊക്കെ അച്ഛൻ പ്രാർത്ഥിച്ചു. 3ാമത്തെ ദിവസവും വന്ന് അച്ഛൻ ഇതുപോലെ തന്നെ വൃതനയത്തിന് സന്നിധിയിൽ ചേർക്കണേന്ന് പ്രാർത്ഥിച്ചു. 40ാമത്തെ ദിവസവും അച്ഛൻ അത് തന്നെ പറഞ്ഞു. ആണ്ടുതോറും ഇപ്പോഴും അച്ഛൻ അവിടെ വന്ന് ഇത് തന്നെ പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ എന്റെ വല്യപ്പച്ചൻ ഇതുവരെ സ്വർഗത്തിൽ പോയിട്ടില്ല. വർഷം പലത് കഴിഞ്ഞിട്ട് ഇപ്പോഴും വല്യപ്പച്ചൻ കല്ലറയ്ക്കകത്ത് തന്നെ ഇരിക്കുക. ഇത് ഞാൻ അച്ഛനോട് ചോദിച്ചാൽ, അച്ഛൻ ഇത് ഈ കുർബാന ഇത് നിങ്ങൾ പ്രാർത്ഥിച്ചത് കർത്താവ് കേട്ടെങ്കിൽ എന്റെ വല്യപ്പച്ചൻ സ്വർഗത്തിൽ ചെന്നിരിക്കണമല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ 3-ന് വീണ്ടും അത് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. ഇനി 1-ന് കേട്ടില്ല, 3-ന് കേട്ടില്ലെങ്കിൽ പിന്നെ 40-ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. 40 കൂടെ കഴിയുമ്പോൾ 40 വരെ ഇവിടെ ഉണ്ടാവുന്നു. അങ്ങനെയാണെങ്കിൽ 40 കഴിഞ്ഞിട്ട് സ്വർഗത്തിൽ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ആണ്ടുതോറും പ്രാർത്ഥന? 40 കഴിഞ്ഞ് പോയില്ലേ നിങ്ങളുടെ വിശ്വാസമാണ്. അപ്പൊ നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് തന്നെ നിങ്ങളുടെ വിശ്വാസങ്ങൾ ശരിയല്ലെന്ന് നിങ്ങൾ തന്നെ തെളിയിക്കല്ലേ എന്ന് ഞാൻ ഇവരോട് തർക്കിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വേദപുസ്തകം വെച്ച് പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ മരിച്ചുപോയവർക്ക് ഓരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ജീവനുള്ള ദൈവത്തോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഈ വാക്യങ്ങളെല്ലാം ഹൃദയത്തിൽ വരിക. സഭാപ്രസംഗിയിൽ എഴുതിയിരിക്കുന്നത് മരിച്ചുപോയവന് അവന്റെ ഓർമ്മ നശിക്കുന്നു, അവന് സൂര്യന് കീഴിലുള്ള യാതൊന്നിനും ഇനി ഒരു ഓഹരിയുമില്ല. സഭാപ്രസംഗം 9-ാം അധ്യായത്തിൽ വാക്യമാണ്. അവന്റെ ഓർമ്മ നഷ്ടപ്പെട്ട ഒരു സന്തോഷം സങ്കടം. എന്റെ വല്യപ്പച്ചൻ എന്നോട് സ്നേഹം കൂടുതലുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാൻ എനിക്ക് വരത്തൊന്നുമില്ല. വല്യപ്പച്ചന് സൂര്യന് കീഴിലുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല. ഇവിടെ ഞാൻ എന്തോ ചെയ്താലും വല്യപ്പച്ചന് അത് മനസ്സിലാകത്തില്ല. കാരണം സൂര്യന് കീഴിലുള്ള ഒന്നിലും അവനിനി ഒരു ഓഹരിയില്ല. ജീവനുള്ള ചത്ത സിംഹത്തേക്കാൾ ജീവനുള്ള നായ നല്ലതല്ലോ എന്നൊക്കെയാണ് ഉദാഹരണം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ പെന്തക്കോസുകാരുടെ ആശയങ്ങളെല്ലാം കേട്ടപ്പോൾ ഞാൻ പെന്തക്കോസ് ഉപദേശം ശരി, ഞാൻ അതിന് ടിക്കറ്റ് വിശ്വസിച്ച് വേണം സ്നാനമേ. വിശ്വസിക്കുകയൊന്നും വേണ്ട, അതിന് തന്നെ അച്ഛൻ പിടിച്ച് നമ്മളെ വെള്ളം തളിച്ചാൽ മതി. അപ്പൊ പെന്തക്കോസുകാർ പറഞ്ഞാൽ അങ്ങനെയല്ല, വെള്ളത്തിൽ പൂർണ്ണമായി മുങ്ങി കയറി വരണം, അതാണ് സ്നാനം. സ്നാനം യേശുക്രിസ്തുവിന്റെ ക്രൂശമരണത്തോട് ചേർന്ന് അടക്കത്തോടെ അനുഭവപ്പെടുന്ന ഇങ്ങനെയുള്ള സ്നാനത്തെ കുറിച്ചുള്ള പെന്തക്കോസ് ആശയങ്ങൾ, വേദപുസ്തകത്തിലെ വചനങ്ങൾ മുഴുവൻ പെന്തക്കോസ് ആശയങ്ങളെയാണ് സാധൂകരിക്കുന്നത്. ഞാൻ അങ്ങനെ ഓരോന്ന് ടിക്കറ്റ് വന്നപ്പോൾ മുഴുവൻ മാർക്കും പെന്തക്കോസാണ് കടലാസിന്. ഇപ്പുറത്ത് എനിക്ക് ഒരെണ്ണം പോലും ശരിയിടാൻ പറ്റാത്തൊരവസ്ഥ. അവസാനം ഞാനൊരു തീരുമാനമെടുത്ത്, കർത്താവ് പെന്തക്കോസുകാരുടെ സ്വഭാവ ശൈലി ശരിയല്ല. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞു, നീ ആരെ നോക്കിയിട്ടാണ് പിന്നെ നീ എന്നെ അനുഗമിക്കാനിരിക്കുന്നത്? എന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാര് പോലും എന്താ ചെയ്തിട്ടുള്ളത്? പത്രോസ് 3 വട്ടം എന്നെ തള്ളി പറഞ്ഞില്ലേ? യൂദ 30 കാശിന് വേണ്ടിയിട്ട് ഒറ്റ കൊടുത്തില്ലേ? ഇനി ബാക്കിയുള്ളവരും അവരെല്ലാവരും ഞാൻ മനുഷ്യനെ പിടിക്കുന്നവനായിട്ട് എല്ലാവരും വേർതിരിച്ച, പക്ഷെ അവരെല്ലാം വീണ്ടും പഴയ പണിക്ക് പോയില്ലേ? അപ്പൊ ഏത് ശിഷ്യന്മാരുടെ ജീവിതം കണ്ടിട്ടാ നീ എന്നെ അനുഗമിക്കാനിരിക്കുന്നത്? നീ എന്നെ അല്ലേ അന്വേഷിക്കുന്നത്? എന്റെ ജീവിതം ഞാനല്ല നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നീ എന്റെ കൽപ്പനകൾ പ്രമാണിക്കും. ഞാൻ കർത്താവിനോട്, കർത്താവ് ഇവിടുത്തെ പെന്തക്കോസുകാർ എങ്ങനെ പോയാലും എനിക്ക് വിഷയമല്ല, കർത്താവ് എന്ത് പഠിപ്പിക്കുന്നു അതനുസരിച്ച് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു. ഞാൻ അങ്ങനെയാണ് സമർപ്പിച്ച് ഈ കൂട്ടായ്മ പോകാനുള്ള തീരുമാനം എടുക്കുന്നത്. തീരുമാനം എടുത്തിട്ട് എന്റെ ഭാര്യ ഒരു ദിവസം, ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ദിവസം കൂട്ടായ്മ പോവാ, എനിക്ക് അതേ പറ്റത്തുള്ളൂ. എന്റെ കള്ളുകൂടിയും സിഗരറ്റ് വലിയും മറ്റേ രാഷ്ട്രീയവും ഒക്കെ പരിപൂർണമായിട്ടൊന്ന് മാറ്റിയെടുക്കണം. നാടക ട്രൂപ്പും രാത്രിയിലൊന്നും പലപ്പോഴും വീട്ടിൽ വരാറില്ല. ആ ഒരു ശൈലിയൊക്കെ മാറണമെന്ന് ഇവിടെ എപ്പോഴും എന്നോട് പറയാറുണ്ട്. പക്ഷെ അതൊക്കെ പരിപൂർണമായിട്ട് മാറി വരണമെങ്കിൽ നമ്മുടെ കുഞ്ഞിന് സൗഖ്യം. ഞാൻ ആ സമയങ്ങളൊക്കെ എന്നും പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും സന്ധ്യാപം വീട്ടിൽ വരികയും ഒക്കെ വേദോസമാനൊക്കെ ഇങ്ങനെ. പക്ഷെ പെന്തക്കോസിൽ പോയിട്ടില്ല. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു, പെന്തക്കോസ് കൂട്ടായ്മയിൽ പോയാലൊക്കെ ഉള്ളൂ. അപ്പൊ ഇവളോട് ഇനി അതിന്റെ ഒരു കുറവോടെ ഉള്ളൂ, പെന്തക്കോസിലോട്ട് പോകാത്തതിന്റെ ഒരു കുഴപ്പം. ഇവിടെ അതിനങ്ങ് എതിരായി. എനിക്ക് വലിയ സങ്കടം തോന്നി. ഞാൻ ലാസ്റ്റ് ഇവളോട് ഒരു കാര്യം ചെയ്യാം, എനിക്ക് ഒന്നുകിൽ നന്നായി പോകണമെങ്കിൽ ഈ വേദപുസ്തകം അതുപോലെ അനുസരിക്കണമെങ്കിൽ പെന്തക്കോസ് ഗ്രൂപ്പിന്റെ കൂടെ പോയെങ്കിൽ ദിവസവും അതിനെ കിട്ടാൻ അങ്ങനെ പോയാലൊക്കെ ഉള്ളൂ. അതനുസരിച്ചെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ സഹായം വേണം. പരിശുദ്ധാത്മാവിന്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് മദ്യപാനത്തിൽ നിന്നും മറ്റു പരിപാടിയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവിന്റെ സഹായം കിട്ടണമെങ്കിൽ ഞാൻ വിശ്വസിച്ച് സ്നാനം വെക്കണമെന്ന പുസ്തകത്തിൽ എഴുതിയത്. വിശ്വസിക്കുകയും സ്നാനം വെക്കുകയും ചെയ്യും, എന്നാൽ പരിശുദ്ധാത്മാവിനെ ദാനങ്ങളായിട്ട് ലഭിക്കാം. അതാണ് തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ പറ്റത്തുള്ളൂ. അപ്പൊ അവർക്ക് അത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഒന്നുകിൽ ഞാൻ ഇപ്പൊ ജീവിക്കുന്ന ഈ ജീവിതം ഇങ്ങനെ തന്നെ തുടരും, അല്ലെങ്കിൽ എനിക്ക് പെന്തക്കോസ് കൂട്ടായ്മ പോകണം. നിനക്ക് ഇതിൽ ഏറ്റവും വെറുപ്പേതാ അത് പറഞ്ഞു, അത് ഒഴിവാക്കാം. കാരണം എന്റെ ഭാര്യയും കൂടി പരിഗണിക്കണമല്ലോ. അപ്പൊ നിനക്ക് ഏറ്റവും, അപ്പൊ ഞാൻ കരുതിയത് എനിക്കിതിൽ ഏറ്റവും വെറുപ്പ് കള്ളുകൂടിയും രാഷ്ട്രീയവും വേണ്ടാന്ന് വെക്കുന്നതാ എന്ന് എന്റെ ഭാര്യ പറയുന്നത്. നോർമലി എല്ലാ സ്ത്രീകളും അങ്ങനെ പറയാറുണ്ട്. നിങ്ങൾ ഇനി പെന്തക്കോസിൽ പോയാലും കൂടെ എവിടെയെങ്കിലും പോയാലും കൂടെ മനുഷ്യൻ നിങ്ങൾ ഈ കള്ളുകൂടി ഒന്ന് നിർത്ത്, നിങ്ങൾ രാഷ്ട്രീയക്കാരോട് വടക്കിനും വക്കാണത്തിനും ഒന്ന് പരിപാടി നിർത്ത്. ഇങ്ങനെയാണല്ലോ നോർമലി എല്ലാ സ്ത്രീകളും പറയുന്നത്. അതിനെ ഞാൻ ഈ ഒരു തന്ത്രം ഉപയോഗിച്ചു. എനിക്ക് ഈ 2 ഓപ്ഷനേ ഉള്ളൂ. ഇതിൽ ഏറ്റവും നിനക്ക് ഇഷ്ടമല്ലാത്തത് ഉപേക്ഷിക്കാം. രണ്ടും നിനക്ക് ഇഷ്ടമല്ല, പക്ഷെ ഏറ്റവും ഏതാണോ ഇഷ്ടക്കേട് അത് ഉപേക്ഷിക്കാം.
എന്നുള്ള മുമ്പിൽ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഇയാൾ എന്നോട് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തത് ബന്ധുക്കോസ് കൂട്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയാം, ഞാൻ കണ്ണു കുടിച്ചാൽ നിനക്ക് കുഴപ്പമില്ലേ, ബന്ധുക്കോസ് കൂട്ടമാണ് നിനക്ക് ഏറ്റവും വെറുപ്പ്, എനിക്ക് ബന്ധുക്കോസ് കൂട്ടത്തോടെ എനിക്ക് കണ്ടുകൂടാതെ. ശരി, എന്നാ പിന്നെ നിഷ്ടം പോലെ ആയിക്കോട്ടെ, ഇങ്ങനെ ഞാൻ അവളോട് തീരുമാനിച്ചു. പക്ഷെ വൈകിട്ട് കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കർത്താവേ, എന്റെ ഭാര്യയിൽ ഞാൻ ഒരിക്കലും ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്, ഞാൻ എന്നാ ചെയ്യേണ്ടത്? അവളോട് ഞാൻ വാക്കും പറഞ്ഞു, അവർക്ക് ഏതാണോ എതിർപ്പ് അത് ഞാൻ ഉപേക്ഷിക്കാതെ വാക്കും പറഞ്ഞു, എന്നാ ചെയ്യേണ്ടത്? അങ്ങനെ കിടന്നു. രാത്രി ഒരു 12 മണിയായപ്പോൾ ഒരു ഇടിവെട്ട്, മീനമാസ സമയം, ചടപട ഇടിവെട്ടുക. ഈ ഇടിവെട്ടും എന്നെ വല്ലാത്തൊരു ഭയം തോന്നുക. ഈ അടുത്ത ഇടി ചിലപ്പോൾ നമ്മുടെ ദേഹത്തായിരിക്കും വെട്ടുന്ന ഒരു ചിന്ത. എനിക്ക് തോന്നുന്നു ഈ അടുത്ത ഇടി എന്റെ ദേഹത്ത് വെട്ടി എനിക്ക് കർത്താവിനെ അനുസരിക്കാൻ പോലും അവസരം കിട്ടാതെ ഞാൻ മരിച്ചു പോകുമല്ലോ എന്നൊരു ചിന്ത. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്റെ ജീവിതത്തിലൊരു ചിന്ത, നീ ആരോടാണ് അനുവാദം ചോദിക്കുന്നത്? അടുത്ത ഇടി ഞാൻ നിന്റെ അടുക്ക കിടക്കുന്ന നിന്റെ ഭാര്യയുടെ ദേഹത്താണ് വെട്ടിക്കുന്നതെങ്കിൽ അവൾ അവിടെ തീരും. അവളോട് അനുവാദം ചോദിച്ചിട്ടാണോ നീ എന്നെ അനുഗമിക്കാനിരിക്കുന്നത്? ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, എനിക്ക് ഭൂമിയിൽ ആരോടും അനുവാദം ചോദിക്കാനില്ല, എനിക്ക് നീ മാത്രം മതി. എന്റെ ഭാര്യയല്ല, ഭൂമിയിൽ ഒരാളോടും, മൂക്കി ശ്വാസങ്ങളോട് ഒരാളോടും അനുവാദം ചോദിക്കുന്നില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് തീരുമാനം ഉറപ്പിച്ചു, ഞാൻ ബന്ധുക്കോസിൽ പോകാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ എന്റെ ഭാര്യ കാപ്പിയായിട്ട് വന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, കാപ്പി അവിടെ വയ്ക്ക്, എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട്. ഞാൻ ഇന്നലെ നിന്നോട് പറയുന്നതൊക്കെ അങ്ങനെ തന്നെ, പക്ഷെ ഞാൻ ബന്ധുക്കോസ് കൂട്ടായ്മ പോവാം, നിനക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എനിക്ക് ഇതല്ലാതെ പറ്റത്തില്ല. എനിക്ക് കർത്താവിനെ അനുസരിക്കണം, കർത്താവിന്റെ വഴിക്ക് സഞ്ചരിക്കണം, ഇതല്ലാതെ വേറെ ഓപ്ഷൻ എന്റെ മുമ്പിലില്ല. നിനക്ക് വേണ്ട ഡൈവോഴ്സ് ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരും ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ, സമുദായം മാറി കല്യാണം ഒക്കെ കഴിച്ചതാ. ഇനി അതിന് നിന്റെ വീട്ടിൽ പ്രശ്നമായി നീ ഗ്രാനായക്കാരനെ പോയി കെട്ടിയിട്ടാ നിനക്ക് ഗതികേട് വന്നതെന്ന് പറഞ്ഞാൽ അവര് നിന്നെ കുറ്റപ്പെടുത്തുന്ന ടെൻഷനാണ്. ഞാനും പേടിക്കണ്ട, ഇവിടെ താമസിച്ചു, നമ്മൾ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലാതെ അങ്ങ് ജീവിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ, അല്ല ഡൈവോഴ്സ് ചെയ്യണമെങ്കിൽ എന്തിനും നിന്റെ ഇഷ്ടം. പക്ഷെ ഞാൻ ഈ കർത്താവിനെ വിട്ടിട്ട് ഒരു സ്റ്റെപ്പില്ലാതൊരു തീരുമാനം പ്രഖ്യാപിച്ചു. ഇവിടെ എന്നോട് പിണങ്ങി അടുക്കളയ്ക്കകത്തോട്ട് കയറിപ്പോയി. ഭക്ഷണം കഴിക്കുന്ന സമയമായിട്ട് ഇവിടെ വിളിക്കുന്നില്ല. കുറെ സമയം അവിടെ ഇരുന്നു. ഞാൻ പിന്നെ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ഓട്ടോറിക്ഷ ഓടിക്കാനായിട്ട് ഞാനങ്ങ് പോയി. ഉച്ചയ്ക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. ഉച്ചയ്ക്ക് ഞാൻ വരുമ്പോഴും ഇവിടെ മിണ്ടുന്നില്ല. കുറെ സമയം വീട്ടിൽ ഇരുന്നിട്ട് ഇവിടെ അനങ്ങുന്നില്ല, ഭക്ഷണം കഴിക്കാനും വിളിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എണ്ണീര് പോയി. പക്ഷേ 3 ദിവസത്തോളം എന്റെ ഭാര്യ എന്നോട് പിണങ്ങിയിരുന്നു. ആഹാരവും ഇല്ല, ഒന്നുമില്ല. ഞാൻ വെളിയിൽ നിന്ന് കഴിക്കുകയും കുടിക്കുകയും ചെയ്തു. ഞാൻ അങ്ങനെ പുതിയ കൂട്ടായ്മയ്ക്ക് പോകാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് അങ്ങനെയാണ് ഞാൻ ബന്ധുക്കോസ് കൂട്ടായ്മ പോയി തുടങ്ങിയത്. അപ്പോൾ ഇത് അങ്ങനെ മുന്നോട്ട് പോയി. ഭാര്യ പിണങ്ങിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ ഭക്ഷണം എടുത്തു വെച്ചു, ഞാൻ കഴിച്ചു. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്, നിന്റെ ഭാര്യയെ സ്നേഹിക്കണം, അല്ല പിന്നെ നീ അങ്ങനെ എന്റെ ശിഷ്യനാകുന്നത്. അപ്പൊ ഞാൻ തന്നെ മുന്നോട്ട് കയറി മിണ്ടാനൊക്കെ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് പോയി. പക്ഷെ മിണ്ടത്തില്ല ഇവളെന്നോട്. ഞാനിങ്ങനെ കൂട്ടായ്മയ്ക്ക് പോയി. ആദ്യത്തെ ആഴ്ച ന്യൂഇന്ത്യ സഭയിൽ പോയി. 2ാമത്തെ ആഴ്ചയാണോ അതോ 3ാമത്തെ ആഴ്ചയാണോ ഞാൻ കുറ്റിയിലോട്ട് പോകുമ്പോൾ അവിടുത്തെ പാഷും വേറെ 2 സഹോദരന്മാരും കൂടെ എതിരെ നടന്നു വരിക. ഞാൻ കുറ്റിയിലോട്ട് പോകുക. അപ്പം ഞാൻ ഭാഷ വിഷയം ചെയ്തപ്പോൾ ഭാഷ പറഞ്ഞ് ഞങ്ങൾ സഹോദരന്റെ വീട്ടിലോട്ട് വരികയായിരുന്നു. അയ്യോ ഭാഷ, എനിക്ക് അത്യാവശ്യമായിട്ട് വഴി വരെ പോകണമല്ലോ. സഹോദരൻ വയ്ക്കും, സഹോദരിയോടില്ലയോ? ഞങ്ങൾ പോയി സഹോദരിയോട് ചേർന്ന് സംസാരിക്കും. ഞാൻ പറഞ്ഞതിന് ഒരു ഭാഷ അവർക്ക് ഇതിനോട് ഭയങ്കര എതിരെ. ഭാഷ അവിടെ ചെന്നാൽ നിങ്ങളെ അവളെ പരിഹസിച്ച് കുറ്റപ്പെടുത്തും. അതൊന്നും ഒരു വിഷയമില്ല. ഞങ്ങളൊക്കെ ഇത് സ്ഥിരം കേൾക്കുന്ന സഹോദരന്റെ വഴിക്ക് പോയിക്കോ, ഞങ്ങള് സഹോദരൻ വേണ്ട, ഞങ്ങൾ സഹോദരിയോട് സ്വകാര്യമായിട്ട് സംസാരിച്ചോളാം. ഞാൻ പറഞ്ഞത് പിന്നെ ആയിക്കോട്ടെ. എന്റെ ഉള്ളിൽ മുഴുവൻ ഭയങ്കര വെപ്രാളമാണ്. കാരണം ഈ സഹോദരന്മാര് ചെല്ലുമ്പോൾ ഇവിടെ എങ്ങനെ പെരുമാറുന്നത്, ദേഷ്യപ്പെടുത്തൊന്നും ഇല്ലെങ്കിലും ചിലപ്പോൾ വല്ല തറുതലൊക്കെ പറഞ്ഞാൽ എനിക്ക് നാളെ ഇവരുടെ സഭയിൽ പോകേണ്ടതല്ലേ, ഇവർക്ക് ഇനി എന്നോട് പ്രയാസം തോന്നിയാലെന്നൊക്കെയുള്ള ചിന്ത എന്നെ മനസ്സിലുണ്ട്. എന്തായാലും വേണം. ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നു ഇവിടെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ 2 ഉപദേശിമാരോട് വന്നിരുന്നു. എന്നുവെച്ചാൽ നീ എന്നിട്ട് അവർക്ക് വെള്ളം കൊടുത്തോ? പിന്നെ ഞാൻ എന്നെ മനുഷ്യർക്ക് വെള്ളം കൊടുക്കാത്തോളാണോ? ഞാൻ അവർക്ക് ചായയൊക്കെ കൊടുത്തു. എന്നിട്ട് അവരെന്താ പറഞ്ഞു? അവരെന്താ നിങ്ങൾ പറയുന്ന പോലെ വേദപുസ്തകത്തിൽ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് നീ എന്ത് തീരുമാനിച്ചു? അത് ഈ ബന്ധുക്കോസി വന്നു കഴിഞ്ഞാൽ അവിടെ കമ്മലും മാലയെല്ലാം ഊരാൻ പറയത്തില്ലേ? ഇതാണ് ഇവിടെ അടുത്ത ചോദ്യം. ഞാൻ പറഞ്ഞു, നിന്നോട് കമ്മലും മാലയും ഊരാൻ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഊരാ മതി. നീ വേദപുസ്തകം അനുസരിക്ക്. സ്നാനപ്പെടുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. യേശു ക്രിസ്തു നിന്റെയും കൂടെ അല്ലേ, എന്റെ മാത്രമാണോ ഇവരുടെ മാത്രമാണോ? നീ യേശുവിനോട് പ്രാർത്ഥിക്കും, നീ എഴുതി വിശ്വസിക്കുന്ന ആളല്ലേ, ബൈബിൾ പിടിപ്പില്ല, നീ വായിക്കുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് നീ ഒരു തീരുമാനത്തിലെത്ത് എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇവളോട് വീണ്ടും ചോദിച്ചിട്ട്, നീ പ്രാർത്ഥിച്ചിട്ട് നിനക്ക് എന്തോ തോന്നി? വേദപുസ്തകത്തെ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നു? അത് വീണ്ടും അവൾ അത് തന്നെ പറഞ്ഞു. അത് ബന്ധുക്കോസ് വന്നു കഴിഞ്ഞാൽ കമ്മലുമാരെല്ലാം ഓരോന്നൊക്കെ അവർ പറയത്തില്ലയോ? ഞാൻ പറഞ്ഞു, നീ ആര് പറഞ്ഞാലും പോരണ്ട, നീ എന്റെ ഭാര്യയല്ലേ, നീ എന്നോട് വാ. ആര് പറഞ്ഞാലും നീ കമ്മലുമാര് പോരണ്ട. നിന്നോട് കർത്താവ് പറഞ്ഞു എന്ന് നിനക്ക് എപ്പ തോന്നുന്നു അന്ന് മാത്രം ഊരിയാൽ മതി, അല്ലാതെ നീ ഊരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ പകുതി സമ്മതിപ്പിച്ചു. ഇതിനിടയ്ക്ക് എന്റെ മമ്മി എന്നോട് കയറുന്നു. മമ്മിയെ പിടിച്ചിരുത്തി സുവിശേഷം പറയാൻ തുടങ്ങി. മമ്മിയോട് ഞാൻ പറഞ്ഞു, മമ്മി യേശു വേദോത്സവം അനുസരിക്കണം, പള്ളിയിൽ നടക്കുന്നൊന്നും ശരിയല്ല. അപ്പൊ ഉടനെ പറഞ്ഞ, നിങ്ങളൊക്കെ അമ്മയില്ലാത്തവരാ. ഈ ബന്ധുക്കോസുകാരെന്ന് പറയുന്ന അമ്മയില്ലാത്തവരാ. കോഴിമുട്ട പോലെ മാതാവെന്നായി ബന്ധുക്കോസുകാർ പഠിപ്പിക്കുന്നത്. അത് ശരിയാണ് മമ്മിയുടെ വാദം. ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി കോഴിമുട്ട പോലെയാണ് മറിയം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത്. പക്ഷെ മമ്മി ഒരു കാര്യം മനസ്സിലാക്കണം, അമ്മയില്ലാത്തൊരു ഭൂമിയിലുണ്ട്.
ഞാൻ അമ്മയെ അനുസരിക്കുന്നവരാണ്. മറിയത്തെയാണ് മമ്മി ഉദ്ദേശിക്കുന്നെങ്കിൽ അമ്മ എനിക്കുണ്ട്, ഞാൻ മറിയത്തെ വിശ്വസിക്കുന്നു. പക്ഷെ അമ്മയില്ലാത്തവരെന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് ബൈബിളിൽ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. പക്ഷെ മമ്മി ഒരു കാര്യം ചെയ്യണം, മമ്മി മറിയത്തെ വിശ്വസിക്കുന്നുണ്ടോ? പിന്നെ ഞാൻ എല്ലാ വർഷവും എൻ്റെ അമ്മ 8 നോയമ്പിന് മണനാട് പോയി ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്. മമ്മി മറിയത്തിന്റെ ഭയങ്കര ഭക്തയാണ്. ഞാൻ മമ്മിയോട് ചോദിച്ചു, മമ്മി മറിയത്തെ വിശ്വസിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും വിശ്വസിക്കുന്നുണ്ട്. നീ എന്താ അങ്ങനെ ചോദിച്ചേ? ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കാന്ന് പറഞ്ഞാൽ അനുസരിക്കാന്ന് ബൈബിൾ പറഞ്ഞു. യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ വിശ്വസിക്കുന്നവർ എന്റെ കൽപ്പന അനുസരിക്കുന്നു. അങ്ങനെ ബൈബിളിൽ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മറിയത്തെ വിശ്വസിക്കുന്നെങ്കിൽ മറിയം പറയുന്നത് അനുസരിക്കണം. മമ്മി അത് ചെയ്യുന്നുണ്ട്, പിന്നെ ഉറപ്പായിട്ട് ചെയ്യുന്നുണ്ട്. എല്ലാ വർഷവും ഞാൻ 8 നോയമ്പ് നോക്കാറുണ്ട്. അതിന് മറിയം എപ്പോഴാണ് 8 നോയമ്പ് നോക്കാൻ പറഞ്ഞേ? മറിയം നോയമ്പ് നോക്കാനോ ഉപവാസം എടുക്കാനോ ഒന്നും മറിയം പഠിപ്പിച്ചിട്ടില്ലല്ലോ, പറഞ്ഞിട്ടുമില്ലല്ലോ. മറിയം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ എന്ന് എന്റെ ചോദ്യം. അതെന്തോ മറിയം പറഞ്ഞിട്ടുള്ള കാര്യം? മമ്മിക്ക് ഇത്രയും പ്രായമായിട്ടും മമ്മി ഇത്രയും വലിയ മറിയ ഭക്തിയായിട്ടും മറിയയുടെ ഉപദേശം അറിയത്തില്ലേ? മറിയ മാത്രമേ, യേശുക്രിസ്തു ശിഷ്യന്മാര് മാത്രമല്ല ഉപദേശം പറഞ്ഞിട്ടുള്ളൂ. മറിയയുടെ ഉപദേശം ബൈബിളിലുണ്ട്. മറിയയുടെ ഉപദേശം മമ്മിക്ക് അറിയാം. മമ്മി അത് ഇന്നുവരെ കേട്ടിട്ടുണ്ട്, അനുസരിച്ചിട്ടുണ്ട്. അതെന്തോടാ മറിയയുടെ ഉപദേശം? ഞാൻ മറിയയുടെ ഉപദേശം ബൈബിളിൽ നിന്ന് കാണിച്ചു തരാം. അനുസരിക്കാൻ തയ്യാറുണ്ട്? യേശുക്രിസ്തുവിനെ വിട്ടേര്, മറിയത്തോടുള്ള ഭക്തിയാണ്. മറിയം പറയുന്നത് അനുസരിക്കാൻ തയ്യാറുണ്ട്? ഉറപ്പായിട്ട് എന്റെ അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. ഞാൻ നേരെ ലൂക്കോസിന്റെ സുവിശേഷമാണ്, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കാനാവിലെ കല്യാണത്തിന്റെ സംഭവം എടുത്ത് കാണിച്ചിട്ട് ഞാൻ ചോദിച്ചു, ഇവിടെ മറിയയുടെ ഈ ഒറ്റ ഉപദേശമേ മറിയ പറഞ്ഞിട്ടുള്ളൂ. അവൻ എന്ത് പറയുന്നു അവണ്ണം ചെയ്തി. അയാളോട് ചോദിച്ചു, അവൻ എന്ത് പറയുന്നു അതുപോലെ ചെയ്യാൻ. മമ്മിക്കറിയാം, ആദ്യത്തെ അത്ഭുതം കാനാവിലാണ് നടന്നത്. അപ്പോഴാണ് ജനം അറിയുന്നത് യേശുക്രിസ്തു ദൈവത്തിന്റെ പുത്രനാണ്, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് അത്ഭുതം ചെയ്യാൻ കഴിയുമെന്നൊക്കെ. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീട് രക്തസ്രാവക്കാരി സ്ത്രീയൊക്കെ രംഗത്ത് വരുന്നത്. ഈ രക്തസ്രാവക്കാരുടെ ആശയം പുറത്തു പോലും പറയാം. അവള് പക്ഷെ മമ്മിയുടെ ഇപ്പോഴാണെങ്കിൽ നേരെ എവിടെ പോകേണ്ടത്? മറിയത്തിന്റെ വീട്ടിൽ പോയി മറിയത്തോട് റിക്വസ്റ്റ് ചെയ്യാം. അവള് പോലും മറിയത്തിന്റെ അടുത്ത് റിക്വസ്റ്റിന് പോയില്ല, നേരെ യേശുവിന് തൊമ്മലോടാനും പോയി. പിന്നെ രണ്ടാമത്തെ അത്ഭുതവും ഇതേ സ്ഥലത്ത് വെച്ചാണ്. ഇവരാരും ഇന്ന് വരെ മറിയത്തിന്റെ അടുത്ത് റിക്വസ്റ്റുമായിട്ട് പോയിട്ടില്ല. മോനോടൊന്ന് പറയണേ. അതെന്താ? യേശു തന്നെ ജനത്തിന്റെ ഇടയിൽ ഇറങ്ങി അങ്ങോട്ട് ചെല്ലുക. മക്കളെ സ്നേഹിക്കുന്ന പോലെ അങ്ങോട്ട് ചെന്ന് സ്നേഹിക്കുക. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എന്നോട് ചോദിക്കുന്ന യേശു അങ്ങോട്ട് ഇല്ല. അപ്പൊ പിന്നെ മറിയത്തിന്റെ അടുത്ത് പോകേണ്ട കാര്യമുണ്ട്? നേരെ യേശുവിന്റെ അടുത്ത് തന്നെ ചെന്നാൽ പോരെ. യേശു തന്നെ പറഞ്ഞു, എന്റെ നാമത്തിൽ എന്നോട് പ്രാർത്ഥിക്കുക. തിരുവഴുത്തും പറഞ്ഞു, യേശുക്രിസ്തു മനുഷ്യർക്കും ദൈവത്തിനോടേക്ക് ഒറ്റ മധ്യസ്ഥൻ യേശുക്രിസ്തു. ഈ വചനങ്ങളെല്ലാം എടുത്ത് ഞാൻ മമ്മിയെ കാണിച്ചു. എന്നിട്ട് മമ്മി നേരെ ചെയ്യുന്നത് മറിയെ പറയുന്നതിന് വിരുദ്ധമായി മറിയത്തിന്റെ അടുത്ത് പോയി സംസാരിക്കുക. മറിയം പറയുന്നത് എന്തോ, അവൻ എന്തോ പറയുന്നു അതനുസരിക്കുക. ഞാനല്ലാതെ ഒരു മധ്യസ്ഥൻ നിങ്ങൾക്ക് വേണ്ടെന്ന് യേശു പറയുമ്പോൾ നമ്മൾ എന്താ തീരുമാനം എടുക്കേണ്ടത്? യേശു മാത്രം മതി. അപ്പാ പിതാവേ എന്ന് വിളിച്ചടുത്ത് ചെന്ന് സംസാരിക്കാൻ തക്കവണ്ണം പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നവൻ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിനെ കൈകൊണ്ട് സ്വീകരിക്കുമ്പോൾ നമ്മുടെ മക്കളാകാണ്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ മമ്മിക്കൊരു ചെറിയ ചലനമൊക്കെ. എൻ്റെ ഒരു കസിൻ ഉണ്ട്, അവള് ബന്ധുക്കോസുകാരിയെ. കഴിഞ്ഞ ദിവസം ഞാൻ അവരുടെ വീട്ടിൽ അതിലൂടെ ചെന്നപ്പം അവളോട് ഞാൻ നിന്നെ പറ്റി പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, കൊച്ചമ്മേ, അവനെ നിങ്ങൾ നിരാശപ്പെടുത്തരുത്, നിങ്ങൾ അവനെ തടയരുത്, അവനെ ആത്മീയമായിട്ട് വളരാൻ അനുവദിക്കണം, രാഷ്ട്രീയക്കാരനോട് പോയി നശിച്ചു പോകത്തില്ലയോ അമ്മ, കൊച്ചമ്മ അവനെയും കൂട്ടിക്കൊണ്ടൊരു ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ ചതവിടാം, അത് ഇന്നടന്ന. അപ്പൊ ഞാൻ മമ്മിയെ കുറെ ഉത്സാഹിപ്പിച്ച് കഴിഞ്ഞപ്പോൾ മമ്മി പറഞ്ഞൊരു കാര്യം ചെയ്യും, അവിടെ വീട്ടിലെ മീറ്റിങ്ങിനാണെങ്കിൽ ഞാൻ വരാം. അതായത് മണക്കാലയിൽ നിന്നാണ് അവരുടെ വീട്ടുപേര്. മണക്കാല വേറെ സ്ഥലപ്പേരാണ്, ഇത് അവരുടെ വീട്ടുപേര് മണക്കാലായിരുന്നു. ലീലാമ്മ എൻ്റെ മമ്മിയുടെ കസിൻ അസിസ്റ്ററാണ്. അപ്പൊ പുള്ളിക്കാരി ഇങ്ങനെയൊക്കെ പറഞ്ഞു, അവരുടെ വീട്ടിൽ മീറ്റിംഗ് ഉണ്ട്, ആ മീറ്റിങ്ങിനാണെങ്കിൽ ഞാൻ വരാം എന്നുള്ള ഏകനായി മമ്മിക്ക്. എനിക്കൊരു സംശയം, എന്നെ ഇനിയും വേറെ എന്തെങ്കിലുമൊക്കെ തന്ത്രം പറഞ്ഞ് വേറെ ആരെങ്കിലും കൊണ്ട് ഉപദേശിപ്പിക്കാനായിട്ട് കൊണ്ടുപോകുന്നത് എനിക്ക് ഈ ലീലാമ്മ എന്ന് പറഞ്ഞ ആളെ അറിഞ്ഞുകൂടാ. ഞാൻ ഉടനെ ചോദിച്ചാൽ അവർ സ്നാനപ്പെട്ടതാണോ? സ്നാനപ്പെട്ടതാ. അവര് ഞായറാഴ്ച ദിവസം ഇവിടെ പ്രാർത്ഥനയ്ക്ക് പള്ളിയിലാന്ന് പോകുന്നത് അല്ല, വീട്ടില. ഇതെല്ലാം ഞാൻ ഉറപ്പ് ശരി, അങ്ങനെയാണ് ഞാനും വരാം. അങ്ങനെ ഞാനും അമ്മയുടെ കൂടെ എന്റെ വൈഫിനെ കൂടെ കൂട്ടി ഇലാമ്മയുടെ വീട്ടിൽ പ്രാർത്ഥനയ്ക്ക് പോയി. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതൊരു ബന്ധുവസ് കൂട്ടായ്മയാണെന്നൊക്കെ മനസ്സിലായി. അത് കഴിഞ്ഞപ്പോൾ മമ്മി എന്നോട് പറയാം, ഇവിടെ പ്രാർത്ഥനയ്ക്ക് വരാനാണെങ്കിൽ ഞാൻ വരാം, മറ്റേ ന്യൂ ഇന്ത്യ ചർച്ചിന് മമ്മിക്ക് വരാൻ വയ്യ, ഇവിടെ ഞാൻ ഉടനെ ഞങ്ങൾ അവിടുത്തെ ന്യൂ ഇന്ത്യയിലെ പാസ്വേഡ് ചെയ്യുന്ന വിഷയം പറഞ്ഞു. പക്ഷേ ഇങ്ങനെ മമ്മി ഇങ്ങനെ താല്പര്യം പറഞ്ഞിരിക്കുന്നു. ആശയോട് മോനെ ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് പോയിക്കും, അവിടെ തന്നെ പ്രാർത്ഥനയ്ക്ക് പോകും, മമ്മിയുടെ രക്ഷാനുഭൂതി വരുന്നതല്ലേ, അങ്ങനെ വിൽക്കണം പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മണക്കാലായ ഒരു വീട്ടിലെ കൂട്ടായ്മയിൽ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് ഞാൻ പിന്നെ എന്നെ പതിയെ എന്റെ കൂട്ടുകാരെ ഓരോരുത്തർ കൂട്ടായ്മ കൊണ്ടുവരാൻ തുടങ്ങി. കർത്താവിന്റെ വേലയിൽ മുന്നോട്ട് പോകാൻ തുടങ്ങി, ബൈബിൾ പഠനം തുടങ്ങി, സഭയിൽ എഴുന്നേറ്റ് ചെറിയ തോതിൽ പ്രബോധനം തുടങ്ങി. ഇങ്ങനെ പ്രബോധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ സഭയ്ക്കകത്ത് ഇടയ്ക്കിടയ്ക്ക് പ്രവാചകന്മാർ പലരും വരും. ചില പ്രവാചകന്മാരുടെ ചില പ്രവചനങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ പണ്ട് പള്ളിയിലായിരുന്നപ്പോൾ ആശയക്കുഴപ്പത്തിലായ പോലെ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. ഞാൻ എഴുന്നേറ്റത് ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ പള്ളിയിൽ മോശക്കാരനായ പോലെ ഞാൻ അവിടെ മോശക്കാരനായി. നിനക്കെന്തറിയാം, ഇന്നലെ വന്ന നീയാണോ വർഷങ്ങൾക്ക് മുമ്പ് അഭിഷിക്തന്മാരായിട്ടുള്ള ദേവാസന്മാർക്കെതിരെ വെറുതെയുണ്ടെന്ന് എന്നൊക്കെ ഉള്ളത്. അതിലൊരു പ്രവാചകന്റെ ഒരു ഭാഗം, പ്രവാചകൻ നിങ്ങൾ എന്നെ വിവേചിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ഗതികേടിന് എന്റെ ഉള്ളിലിരിക്കുന്ന ദൈവാത്മാവാണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ കൃഷ്ണമണിയെ തൊടുന്ന പോലായി തീരും എന്നൊക്കെ പറഞ്ഞൊരു ഭയപ്പെടുത്തില്ല. അപ്പോഴത്തേക്ക് എല്ലാ സൗകര്യന്മാരും ഭയപ്പെട്ടുള്ള ഭയങ്കര പ്രാർത്ഥനയൊക്കെ. പക്ഷെ എന്നെ അത് വല്ലാതെ ചിന്തിപ്പിച്ചു.
ദൈവവചനം തന്നെ പറയുന്നു, ആത്മാക്കൾ എല്ലാവരെയും വിശ്വസിക്കുക, ആത്മാക്കൾ ദൈവത്തിൽ നിന്നുള്ളതോ എന്ന് വിവേചിപ്പിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വിവേചിച്ച് പരിശുദ്ധാത്മാവാണ് ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇനി അതല്ല പരിശുദ്ധ വിവേചിച്ചു എന്ന കാരണത്താൽ പരിശുദ്ധാത്മാവ് നമ്മളെ എന്നെ ഉപദ്രവിക്കാൻ വരികയാണോ? ഇങ്ങനെ ഒരു വല്ലാത്ത ചിന്ത. അവിടെ മുതൽ ഞാൻ തിരുവഴുത്തിന്റെ പരിശോധന വീണ്ടും ശരിക്കും തുടങ്ങി. കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ മക്കളെ ചുരുക്കാം, സഹോദരങ്ങളെ, അങ്ങനെ ഞാൻ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പം ഈ പെന്തക്കോസിനകത്ത് പോലും അലിഖിതങ്ങളായിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങളുണ്ട്. കാലങ്ങളായി പറഞ്ഞ് ശീലിച്ച് അങ്ങനെ ഫോളോ ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ടു. അത് ഓരോന്നോരോന്നായി ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ അഭിമാനനാകാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് ദൈവം എനിക്ക് പ്രേരണ തന്നു, എന്റെ വീടും വസ്തുവും വിറ്റ് സുവിശേഷ വേല. കാരണം എനിക്ക് കുറച്ച് കടബാധ്യതകളുണ്ട്, കർത്താവിന്റെ വേലയ്ക്ക് നന്നായിട്ട് ഓടും. ഈ കച്ചവട രംഗത്തൊക്കെ നടന്ന വ്യക്തിയായതുകൊണ്ട് ഇനി അതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമൊക്കെ വന്നപ്പോൾ എനിക്ക് ഉള്ളിലൊരു പ്രേരണ തോന്നി, അബ്രഹാം ഇറങ്ങി പോലെ ഇറങ്ങണം. അപ്പൊ ഇതിനിടയ്ക്ക് പല പ്രവാചകന്മാരും ഒന്ന് പറയുന്നുണ്ട്, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് കണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. ഞാനൊരു തീരുമാനം എടുത്തില്ല, കടം മുഴുവൻ വീടുന്നു. കടങ്ങൾ വിട്ടുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഈ കടങ്ങൾ വീടാനായിട്ട് ഒരു വഴിയേ ഉള്ളൂ, എന്റെ വസ്തു വിൽക്കുക. അത് തീരുമാനം എടുത്തപ്പോൾ വസ്തു മേടിക്കാനാവില്ല. അവസാനം ഞാൻ തീരുമാനം, കിട്ടുന്ന വിലയ്ക്ക് വസ്തു വിൽക്കുക. എത്ര രൂപ കടമുണ്ടോ കടം പൂർണ്ണമായിട്ട് വിൽക്കുക, ബാക്കി പൈസ മുഴുവൻ കർത്താവിന്റെ വേലയ്ക്ക് കൊടുക്കുക. 2 കുഞ്ഞുങ്ങളായി. രണ്ടാമത് എനിക്കൊരു മകളോടെ ജനിച്ചു. ഈ 2 കുഞ്ഞുങ്ങളും എന്റെ ഭാര്യയുമായിട്ട് ഞാൻ അബ്രഹാം എങ്ങോട്ടെന്ന് അറിയാതിറങ്ങിയ പോലെ ഞാൻ ഇറങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ വസ്തുവിന്റെ കച്ചവടം നടന്നു. എന്റെ കടം, ബാങ്കിലെ കടവാൾ, മറ്റു പല കടകളുണ്ട്, അതിനെ വീട്ടാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ കുറെ ഇളച്ചു തന്നു. കുറെ പൈസ അധികം കൈ വന്നു. ഈ പൈസയിൽ 1 രൂപ പോലും ഞാൻ എടുത്തില്ല. മേടിച്ചു ഒരു ഗ്യാസ് കുറ്റി, കാരണം വാടകയ്ക്ക് കിടക്കുക ഗ്യാസ് കുറ്റി ഉണ്ട്, ഗ്യാസ് കുറ്റി അടുപ്പ് മേടിച്ചു. പിന്നെ മേടിച്ച് 2 ഹാൻഡ് മൈക്ക് മേടിച്ചു. മലബാറിലൊരു നിവാസിന് ഒരു ഹാൻഡ് മൈക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു ഹാൻഡ് മൈക്ക് മേടിച്ചു, ഞാനും ഒരു ഹാൻഡ് മൈക്ക് മേടിച്ചു. ബാക്കി പണം മുഴുവൻ സുവിശേഷ വേലയ്ക്ക് പലർക്കായിട്ട് വീതിച്ചു. എന്നെ ദൈവവചനം പഠിപ്പിച്ചുണ്ടാക്കാതെ നടന്ന ഒരു ദേവാസനുണ്ട്, ഞാൻ എന്റെ ആത്മീയ ഗുരുവായിട്ട് കണ്ടുന്ന ഒരു ദേവാസനം. ബാക്കി പണം കൊണ്ടുവന്ന് അദ്ദേഹത്തിലേക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, ഇത് പാവപ്പെട്ട അർഹതയുള്ള സുവിശേഷത്തിൽ വീതിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ എന്റെ വീട് വിട്ട് 2 കുഞ്ഞുങ്ങളുമായിട്ട് നടക്കാൻ തുടങ്ങി. വാടകയ്ക്ക് പല സ്ഥലങ്ങളിലായി. അങ്ങനെ കർത്താവിന്റെ വേല മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഞാൻ നേരത്തെ പോയിരുന്ന ചർച്ചിൽ ഞാൻ മാറി. കാരണം അവിടെ ഊതി വീഴ്ത്തലും ഉരുട്ടി വീഴ്ത്തലും എന്താ പറയണ്ടേ, ഭൂമിയിലെ ബന്ധന വഴിക്കലും പരിപാടികളും ഒക്കെ ആയിട്ട് അത് ദൈവവചനത്തിന് വിരുദ്ധമായ പല കാര്യങ്ങള്. അവിടെ പാടുന്ന ഒരു പാട്ടാണ്, എന്റെ ദൈവത്താൽ ആഴ്ചയല്ല ഉയർച്ച ഭാവിക്കും, കടം മേടിക്കത്തില്ല കടം കൊടുക്കും എന്ന് പറഞ്ഞ ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിലെ പാട്ടുകളൊക്കെ അവർ പാടി ആനന്ദിച്ച് ആരാധിക്കുന്നത്. പക്ഷെ ആ പാട്ടിന്റെ പകുതി വരെ, ആ അധ്യായത്തിന്റെ പകുതി വരെ അവർ പാടത്തുള്ളൂ, ബാക്കി താഴോട്ട് പാടത്തില്ല. ബാക്കി താഴോട്ട് എഴുതിയിരിക്കുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു വചനം നീ അനുസരിച്ചില്ലെങ്കിൽ സകല ബാധ നിന്റെ വീട്ടിൽ വരും, അത് ഇവർ പാടത്തില്ല. ഇനി എപ്പോ പ്രാർത്ഥിക്കാനിരുന്നാലും ആത്മാവിനോട് പോരാടുന്ന അന്ധകാരശക്തി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സ്പർശിക്കുന്നു. ഞാനൊരിക്കൽ ചോദിച്ചു, ഈ ആരാധന 2-3 പേര് കർത്താവിന്റെ നാമത്തിൽ കൊടുത്തെങ്കിൽ അവിടെ കർത്താവാ വരുന്നത്? കർത്താവിനെ കുറിച്ച് വെളിച്ചമെന്നാണ്, വെളിച്ചമുള്ളവരുടെ ഇരുട്ട് വസിക്കത്തില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കൂടുന്ന നമ്മുടെ മധ്യത്തിൽ യേശുക്രിസ്തു ഉണ്ടല്ലോ, പിന്നെ എങ്ങനെ ഇവിടെ ഇരുട്ട് വരുന്നത്? അപ്പൊ ഇല്ലാത്ത ഇരുട്ടിനെ വെറുതെ ശാസിക്കേണ്ട കാര്യമുള്ളൂ. അങ്ങനെയുള്ള ആരാധനയോട് അന്ധകാര ശക്തി പോരാടും. ശരി, അപ്പൊ ആരാധനയോട് അന്ധകാര ശക്തി പോരാടുമെങ്കിൽ പിന്നെ ആരാധിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരിക്കലും ഒരു പ്രവാചക സഭായോഗത്തിൽ വന്നിട്ട് അവിടുത്തെ സഭായോഗത്തിൽ നമ്മുടെ സഹോദരനോട് പറഞ്ഞു, ദൈവം നിനക്ക് ചില വഴികൾ തുറന്നു വെച്ചിരിക്കുകയാണ്, പക്ഷെ അന്ധകാര ശക്തികൾ അത് ബന്ധിച്ചു വെച്ചിരിക്കുക, ആരാധിച്ച് വിടുതലേറ്റെടുക്കണം. എനിക്കത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ പാർശ്വവും അവിടുത്തെ ആന്റിമാരും ഒക്കെ ഇത് കേട്ടപ്പോൾ ആരാധിക്കാൻ തുടങ്ങി. ഞാൻ അവസാനം ഇവരോട് ചോദിച്ചു, ദൈവം തുറന്നു, അന്ധകാര ശക്തി അടച്ചു. ഇനി ഇവരാരാധിച്ചിട്ടാണ് അന്ധകാര ശക്തിയുടെ പിടിയിൽ ഈ പറയുന്ന അനുഗ്രഹത്തെ എടുക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ദൈവം അശക്തനല്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ തുറന്നാൽ ആരടയ്ക്കും, ഞാൻ അടച്ചാൽ ആര് തുറക്കും. ആ കർത്താവിന്റെ ശക്തിയെ കുറച്ച് കാണിക്കുക. ഇങ്ങനെ ഇത്തരത്തിലുള്ള കുറെ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ പിന്നെ ബൈബിൾ കോളേജ് പഠിക്കാൻ പോയി. വടക്കേണ്ടിയിൽ പഠിപ്പിക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോ ഈ പണ്ട് നമ്മുടെ മലയാളത്തിലൊരു ഭാഷയുണ്ട്, പട മേടിച്ച് പന്ത്രണ്ട് തീരുമ്പോ പന്തവും കൊളുത്തിപ്പട എന്ന് പറഞ്ഞ പോലെ ഇതിനെക്കാട്ടി ഒരുപാട് വഴിതെറ്റിയ ഉപദേശങ്ങൾ അവിടെ. ഇതെല്ലാം കണ്ട് മനസ്സ് മേടിച്ച് തിരിച്ച് നാട്ടി വന്നു. ഞാൻ പൂർണ്ണസമയം സുശേഷകരിക്കായിട്ട് ഇറങ്ങിയതാണ്. ദശാംശം എന്ന് പറയുന്ന ഒരു ഉപദേശം പുതിയ നിയമത്തിന്റെ വ്യവസ്ഥകളിൽ ഇല്ല. ശരിയാണ്, പരീക്ഷന്റെ നീതിയെ കവിയണം എന്ന വചനം എടുത്തുകൊണ്ട് പരീക്ഷ കൊടുക്കുന്നത് കൂടുതൽ കൊടുക്കണമെന്നൊക്കെയാണ് പറയുന്നത്. ദശാംശത്തെ കുറിച്ച് ഇവിടെ നന്നായിട്ട് പഠിപ്പിക്കണം. ആരെങ്കിലും വല്ലതും തന്നെങ്കിൽ എനിക്ക് എന്റെ കുഞ്ഞുങ്ങളെ പോറ്റാനേ പറ്റുള്ളൂ. പക്ഷെ ആരെങ്കിലും വലുതും തരുമെന്ന് പ്രതീക്ഷിച്ച് കർത്താവിന്റെ വേല ചെയ്യാനും പാടില്ല. ദശാംശം ചോദിച്ചു വാങ്ങാനും, എബ്രായലേഖനത്തിൽ പറഞ്ഞ കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോർത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത യാഗങ്ങളാണ് നമുക്കുള്ളത്. ന്യായപ്രമാണത്തിലുണ്ട്, ലേവിക്കുണ്ട് അവകാശം കൊടുക്കണം. പക്ഷെ ലേവി വേറെ ഒരു തൊഴിലിന് പോകാൻ പാടില്ല, ലേവിക്ക് വേറെ ഒരു ഓഹരി ഉണ്ടാകാൻ പാടില്ല. ഈ കിട്ടുന്ന ദശാംശം കൊണ്ട് നാട്ടിലെ മുഴുവൻ വിധവകളെയും മുഴുവൻ അനാഥരെയും മുഴുവൻ പരദേശികൾക്കും ആഹാരം ഉണ്ടാക്കണം ആലയത്തിൽ. അതിനുവേണ്ടിയാണ് അവിടെ ദശാംശം കൊടുക്കുന്നത്. ഇവിടെ ദശാംശം വാങ്ങിയിട്ട് ഏത് ആലയത്തിലാണ് നാട്ടുകാർക്ക് ഭക്ഷണവും വിധവകൾക്ക് ആഹാരവും പരദേശിക്ക് ആഹാരം കൊടുക്കുന്നത്? വോട്ട് നാട്ടുകാരുടെ വിട്ടോ സ്വന്തം സഭയിലുള്ള വിധവകളെ സംരക്ഷിക്കുന്ന എത്ര ദശാംശം വാങ്ങിക്കുന്നവരുണ്ട്? ഇതൊക്കെ ഞാൻ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവരുടെ മുമ്പിൽ നമ്മുടെ മോശക്കാരനായി. അവിടെ ഞാൻ വടക്കേണ്ടി പോയി. അവർ ശമ്പളത്തിനോട് അവിടെ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ.
ഞാൻ കർത്താവ് തിരുവഴുത്തിൽ വിരുദ്ധം, തിരുവഴുത്തി കാണാത്തൊരു കാര്യത്തിന് ആമീൻ പറയാൻ എനിക്ക് വയ്യ. ഞാൻ ഈ തിരുവഴുത്ത് അനുസരിക്കാൻ അറിയുന്നത്. അതുകൊണ്ട് ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഉപദേശിപ്പണി, എനിക്ക് പറ്റിയ പണിയല്ല ഉപദേശിപ്പണി എന്നൊക്കെ തീരുമാനിച്ചപ്പോൾ കർത്താവ് എന്റെ ഹൃദയത്തോട് സംസാരിക്കാൻ തുടങ്ങി. എന്റെ ദാസനായ പൗലോസിനെ നീ കണ്ടുപഠിക്കുക. അവൻ ഒരു നാഴിക പോലും ആർക്കും വഴങ്ങി കൊടുത്തു. അവൻ പട്ടിണി വന്നാൽ പണിയെടുക്കും. കർത്താവിന്റെ നാമത്തിലായാലും കൊടുത്താൽ സന്തോഷത്തോടെ സ്വീകരിക്കും. പക്ഷെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപദേശം അവൻ ഒരിക്കലും അവിടെ നടത്തിയിട്ടില്ല. ഞാനൊരു തീരുമാനം എടുത്ത് നാട്ടിൽ പോവുക, ജോലി ചെയ്യുക, എനിക്ക് പറ്റുന്ന രീതി കർത്താവിന്റെ വേല ചെയ്യുക. ഞാൻ നാട്ടിൽ വന്നു. എന്നെ ആത്മീയമായി നടത്താൻ ദൈവം അന്ന് ഉപയോഗിച്ചൊരു കർത്താദാസുണ്ട്. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹം എന്നോട് നീ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഞാൻ പറഞ്ഞത്, ഞാൻ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നല്ല പരസ്യമൊക്കെ നടത്തി പ്രാക്ടീസ് ഏതെങ്കിലും സഭയുടെ മൂലയ്ക്ക് പോകണം, എനിക്കൊരു ഉപദേശിയാകാൻ താല്പര്യമില്ലെന്ന്. അപ്പോ ഷാജ പറഞ്ഞ എന്ത് ജോലിയാ? നമ്മൾ എനിക്ക് ആകെപ്പാട് അറിയാവുന്ന ഡ്രൈവിംഗ് പണിയാ. അതെല്ലാം കളഞ്ഞിട്ടാണല്ലോ ഞാൻ പോയത്. എനിക്കൊരു ചെറിയ ഓട്ടോറിക്ഷ പലതുപോലെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ സ്കൂൾ കുട്ടികളുടെ ഓട്ടം രാവിലെ പോയിട്ട് ഓടി ബാക്കിയുള്ള സമയം പരസ്യമൊക്കെ നടത്തി ഇങ്ങനെ പോകാം. ഇതാണ് ആഗ്രഹം. പക്ഷെ ഷാജ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, എന്റെ കാർ എടുത്ത് നീ സ്കൂൾ കുട്ടികളെ ഓടിക്കും. അദ്ദേഹത്തിന്റെ ഒരു കാറ്, കാറിൽ ഇത് ചെയ്താൽ എങ്ങനെ ഇരിക്കാൻ പറ്റും? കാറിലാകുമ്പോൾ കുറച്ചുകൂടെ സുരക്ഷിതത്വമാണ്, സംഗതി ശരിയാണ്. പക്ഷെ കാറിന് നീ വിലയുടെ ഭാഗം ചിന്തിക്കണം. നീ ഇപ്പൊ അതുകൊണ്ട് സ്കൂൾ കുട്ടികളുടെ ഓട്ടം കൊടുത്തോടെ. ഞാൻ അങ്ങനെ പുതിയ സ്കൂൾ കുട്ടികളുടെ ഓട്ടോ ഓടി തുടങ്ങി. ഷാജാൻ ഈ കാറ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു. അത് പിന്നീട് എന്റെ പേരിൽ എഴുതി തന്നു. അത് കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ എണ്ണം പതിയെ കൂടി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു വണ്ടി എടുക്കേണ്ട സാഹചര്യം ഷാജാൻ തന്നെ ആ കാര്യത്തിൽ എന്നെ ഉത്സാഹിപ്പിച്ചു. അങ്ങനെ വണ്ടികൾ ഒന്ന് രണ്ടെണ്ണം മാറി. അപ്പോൾ ഒന്ന് രണ്ട് അത്യാവശ്യം സാമ്പത്തിക സഹായമൊക്കെ ചെയ്ത് ഞാൻ ചെറിയ മിനി ബസ്സും ഒക്കെ എടുത്ത് സ്കൂൾ കുട്ടികളുടെ ഓട്ടോ ഓടുക. പകലുള്ള സമയം, ബാക്കിയുള്ള സമയങ്ങളെല്ലാം പരസ്യങ്ങളും പ്രവർത്തനങ്ങളായിട്ട് പോയി. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചില സഹോദരങ്ങൾ വിശ്വാസത്തിലേക്ക് വന്നപ്പോൾ അവർ ഈ ചർച്ചിൽ വന്നിട്ട് ഈ ചർച്ചിലെ പലതരത്തിലുള്ള ഉപദേശങ്ങൾ കേൾക്കുമ്പോൾ ഇവർ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കും, ഇന്ന ദിവസം ഇങ്ങനെ പ്രസംഗിച്ചത്. ഞാൻ പറഞ്ഞു, തിരുവഴുത്തിൽ ഇങ്ങനെയാ പറയുന്നത്, ഞാൻ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളെ എന്തിനാ ഈ വചനവിരുദ്ധം പഠിപ്പിക്കുന്നിടത്ത് കൊണ്ടത് വിടുന്നത്? ഞങ്ങൾക്ക് ഈ വചനം പഠിപ്പിക്കാൻ സൗഹാർദ്ദം തന്നെ ഒരു കൂട്ടായ്മ ആരംഭിച്ചുകൂടെ? ഞാനും കുറെ ദിവസം പ്രാർത്ഥിച്ചു. കർത്താവ്, ഈ പലയിടത്തും വചനവിരുദ്ധം. ഒന്ന് രണ്ട് ഉദാഹരണം ഞാൻ പറയാം. സങ്കീർത്തനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്, ബാലസിംഹങ്ങൾ വില കിട്ടാതെ വിശന്നിരിക്കും, യഹോവയുടെ ഭക്തന്മാർക്കോ ഒന്നിനും മുട്ടില്ലല്ലോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ വിശ്വാസികൾക്ക് ഭയങ്കര സുഖം. ഞാൻ ഒരിക്കൽ ചോദിച്ചു, ഒന്നിനും മുട്ടില്ലാത്തവരെന്ന് കൈവക്കാൻ പറഞ്ഞു. ഒന്നിനും മുട്ടില്ലാത്തവരാരുമില്ല, എല്ലാവർക്കും ഓരോ മുട്ടുകളാണ്. നിങ്ങൾ വായിച്ചത് എന്താ? ബാലസിംഹങ്ങൾ ഇര കിട്ടാതെ വിശന്നിരിക്കും, യഹോവ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല, യഹോവയുടെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. ഈ വാക്യങ്ങളൊക്കെ സങ്കീർത്തനം 34-ാം അധ്യായത്തില് ഇതൊക്കെയാണല്ലോ നിങ്ങൾ വായിച്ചത്. എന്നിട്ട് നിങ്ങൾക്ക് മുട്ടുമാറാത്തത്? അപ്പൊ ഒന്നെങ്കിൽ നിങ്ങൾ യഹോവയുടെ ഭക്തന്മാരല്ല, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് മുട്ടങ്ങനെ വരുന്നത്, മുട്ട് കാണാൻ പാടില്ല. ഒരു കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞ സഹോദരങ്ങളെ, യഹോവയുടെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള സമൃദ്ധി എല്ലാം കിട്ടുമെന്നല്ല അതിന്റെ അർത്ഥം. യഹോവയുടെ ഭക്തന്മാർക്ക് ഒന്നും മുട്ടല്ലെന്ന് അത് മനസ്സിലാക്കണമെങ്കിൽ പൗലോസിന്റെ അടുത്ത് ചെല്ലണം. പൗലോസ് പറഞ്ഞു, താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും ശീലിച്ചിരിക്കുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എന്ന് പറഞ്ഞാൽ ഇതൊന്നും എനിക്കൊരു ബുദ്ധിമുട്ടല്ല. യഹോവയുടെ ഭക്തന് പട്ടിണി മുട്ടല്ല, യഹോവയുടെ ഭക്തന് സമൃദ്ധി മുട്ടല്ല. ശലോമോൻ രാജാവ് പറഞ്ഞു, കർത്താവേ, നീ എന്നെ ദരിദ്രനാക്കിയിട്ട് ഞാൻ പിറുപിറുക്കാൻ ഇടയാകരുത്, നീ എന്നെ സമ്പന്നനാക്കിയിട്ട് ഞാൻ നിന്നെ മറന്നു പോകാൻ ഇടയാകരുത്. അപ്പൊ ശലോമോൻ രാജാവാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി. ശലോമോൻ രാജാവ് സമൃദ്ധിയെ ഭയപ്പെടുന്നു, ദാരിദ്ര്യത്തെ ഭയപ്പെടുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ സകലം ചവറം തന്നെ യേശുവിന്റെ കൂടെ കൂടിയും പറയാം, ഞാൻ സമൃദ്ധിയെ ഭയപ്പെടുന്നില്ല, ദാരിദ്ര്യത്തെയും ഭയപ്പെടുന്നില്ല, ഏത് അവസ്ഥയിലും പൂർണ്ണ തൃപ്തിയോടെ ഇരിപ്പാൻ അവൻ എന്നെ സഹായിക്കും. ഇതാണ് യഹോവയുടെ ഭക്തന്റെ പ്രത്യേകത. സങ്കീർത്തനക്കാരൻ ഇത് പറയുമ്പോൾ സങ്കീർത്തനക്കാരൻ തന്നെ 23-ാം സങ്കീർത്തനത്തിലൊക്കെ പറഞ്ഞ് യഹോവന്റെ ഇടയനാകുന്ന എനിക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. വാസ്തവത്തിൽ ദാവീദിന് മുട്ടില്ലേ? അതേ ഉള്ളൂ. അപ്പൊ ഇത് വചനം കൃത്യമായി പഠിപ്പിക്കാതെ തങ്ങളുടെ ഹൃദയത്തിലെ ബോധ്യങ്ങൾക്കനുസരിച്ച് വചനത്തെ വ്യാഖ്യാനിക്കുന്ന ധാരാളം ശുശ്രൂഷകന്മാർ പെന്തക്കോസ്ത് മേഖലയെ ഇഷ്ടം പോലെ വീടുണ്ട്. ഇച്ചിരി കടത്തി ഞാൻ പറയുന്നൊരു ഭാഗം സ്വപ്ന വ്യാപാരികൾ എന്നാണ് അവർക്ക് ഞാൻ കൊടുക്കുന്ന പേര്. അവര് സഭയിൽ വന്നിട്ട് ദൈവം നിന്റെ വഴി തുറക്കാൻ പോകുന്നു, പാസ്പോർട്ട് ഓപ്പൺ ആകാൻ പോകുന്നു, കടബാധ്യത മാറാം, സ്വപ്നം കാണാൻ പഠിപ്പിക്കുക. കർത്താവിന്റെ നാളെ പറ്റി നീ ചിന്തിക്കരുത്, നാളത്തെ പറ്റി ചിന്തിക്കുന്ന ജാതികളാ. നാളത്തെ കാര്യം നിന്റെ പിതാവ് ഞാൻ നോക്കിക്കോളാം, നീ കർത്താവിന്റെ രാജ്യം നീ അന്വേഷിക്കുക. ഇതാണ് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്. പക്ഷെ ഇവര് നാളത്തെ പറ്റി ചിന്തിക്കാനാണ് പ്രോത്സാഹിപ്പിക്കുന്നത്. സ്വപ്നങ്ങൾ വിൽക്കുക, കാശ് മേടിക്കുക, ഇതൊക്കെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ വന്ന് ആകെപ്പാടെ കൺഫ്യൂഷനായി. പിന്നെ ദൈവം എന്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ തന്നു. ഒരു കൂട്ടായ്മയിലുമില്ല, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നു, സുവിശേഷം പ്രസംഗിക്കുന്നു, ആളുകൾ വിശ്വസിക്കുന്നു, സ്നാനമേൽക്കുന്നു, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുന്നു, അഭിഷേകം പ്രാപിക്കുന്നു, അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവത്തിന്റെ വചനം ശബ്ദമായി പഠിക്കുന്നു. ആ നിലവാരത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചെറിയൊരു കൂട്ടമാണ്. ചെറിയ കൂട്ടമാകാൻ കാരണം ഈ തിരുവെഴുത്ത് പഠിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പരമപ്രധാനമായി പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ബാക്കിയുള്ള പ്രശ്നപരിഹാരം, കണിയാന്മാരുടെ പണികളും പ്രശ്നങ്ങൾ അഴിക്കുന്നതും ബന്ധനമഴിക്കുന്നതും കെട്ടുകളഴിക്കുന്നതും പരിപാടികൾക്കൊന്നും ഇവിടെ ഇല്ല. കാരണം ഞാൻ സഹോദരനോട് പറയാറുണ്ട്, ഈ ആരാധിക്കുമ്പോൾ വിടുതൽ എന്നൊക്കെയാണ് പലയിടങ്ങളിലും പാടുന്നത്. നമ്മൾ വിടുതൽ കിട്ടിയവനെ ആരാധിക്കുന്നത്, അല്ലാതെ ആരാധിച്ചിട്ടല്ല വിടുതല്.
ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരു കൂട്ടായ്മയിലധികം സഹോദരങ്ങൾക്ക് വലിയ താല്പര്യമില്ല. എങ്കിലും കുറച്ചുപേര് ശാന്തമായിട്ട് ഞങ്ങൾ ചേർന്ന് വരുന്നു. ഞാൻ 1-2 വാക്കുകൂടെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണെന്ന് നമ്മൾ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് അർപ്പാകുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന് അർപ്പാകുന്നു. ഏതെങ്കിലും അപ്പന്മാർക്ക് അറപ്പുള്ളത് അവരുടെ മക്കൾക്ക് കൊടുക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് അറപ്പായത് മക്കൾ ചോദിച്ചാലും ദൈവം കൊടുക്കില്ല എന്ന് വേണ്ടേ മനസ്സിലാക്കാൻ. ഇവിടെ പലരും സമൃദ്ധിയുടെ സന്ദേശവുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, അബദ്ധങ്ങളിലേക്ക് നമ്മളായി പോകരുത്. ചിലരുടെ ദൈവം വയറ് എന്ന് തിരുവെഴുത്ത് പറയുന്നത്, പൗലോസ് പറയുന്നു. ഒരുപാട് കാര്യങ്ങൾ തിരുവചനം അനുസരിച്ച് പരിശോധിക്കാനും അതിനനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ചിന്തിച്ചൊരു ഭാഗമാണ് എഫേസ്യ ലേഖനത്തിന്റെ അവസാനം പറയുന്നു, സഭ കർത്താവിന് കീഴടങ്ങിയിരുന്നത് പോലെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കട്ടെ. ഇന്നത്തെ ഭാര്യമാരോടൊക്കെ പറഞ്ഞ, ഇന്നത്തെ മിക്കവാറും കല്യാണ വേദിയിലായി ഈ കാര്യങ്ങൾ കേൾക്കാറുള്ളത്. ഇന്നത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയോടോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച സഹോദരിമാരോടോ ഒക്കെ പറഞ്ഞ് അവരെന്താ പറയാൻ സാധ്യത എന്നറിയോ? അത് ഞങ്ങളുടെ സഭ എങ്ങനെയാണോ അങ്ങനെയാ ഞങ്ങളുടെ വീട്ടിൽ പോകുന്നത്. ഇവരുടെ വീക്ഷണത്തിൽ ഞാൻ പല പെൺകുഞ്ഞുങ്ങളോട് പറയും, എന്റെ കുഞ്ഞുങ്ങളെ, ഈ വചനം നിങ്ങൾ പോകുന്ന സഭയെ നോക്കി അല്ല തീരുമാനം എടുക്കേണ്ടത്. ഇന്നത്തെ സഭകൾ കർത്താവിന് കീഴടങ്ങുകയല്ല, കർത്താവ് സഭയ്ക്ക് കീഴടങ്ങുക ചെയ്യുന്നത്. കാരണം സഭ കർത്താവിനോട് പറയുന്നു, കർത്താവ് അനുസരിക്കുന്നു. സഭ കർത്താവിനോട് പറയുന്നു, കർത്താവ് അനുസരിക്കുന്നു. ഏതെങ്കിലും കാര്യങ്ങൾ കർത്താവ് അനുസരിക്കാൻ താമസിച്ചാൽ സഭ സത്യാഗ്രഹം ഉപവാസം വിരിഞ്ഞ് പറഞ്ഞ് കർത്താവിനെ കൊണ്ട് അനുസരിപ്പിക്കുന്നു. ഇതാണ് സഭകൾ നടക്കുന്നത്. ഇങ്ങനെയല്ല വേണ്ടത്. തിരുവെഴുത്ത് പറയുന്നത് സഭ കർത്താവിന് കീഴടങ്ങും. കർത്താവ് പറയും സഭ അനുസരിക്കണം, കർത്താവ് പറയും സഭ അനുസരിക്കണം. അതായിരിക്കണം ഭാര്യാഭർത്തൃ ബന്ധവും. ഇന്ന് മിക്ക വീട്ടിലും നടക്കുന്നത് നേരെ തിരിച്ച. സഭകൾ, ഇന്നത്തെ സഭകൾ ചെയ്യുന്നില്ല. അവർ ഭർത്താവിനോട് പറയുന്നു, ഭർത്താവ് അനുസരിക്കുന്നു, ഭർത്താവിനോട് പറയുന്നു, ഭർത്താവ് അനുസരിക്കുന്നു. എപ്പോഴെങ്കിലും ഭർത്താവ് അനുസരിക്കാതെ വരുന്നെങ്കിൽ പിടിച്ചു വെച്ച് നിർബന്ധിച്ച് പറയുന്നു ഭർത്താവ് അനുസരിക്കുന്നു. ഇതാണ് സ്ഥിതി. ഈ സിസ്റ്റം തെറ്റാണ്. ഇന്ന് കാണുന്ന സഭാ സിസ്റ്റമേ തെറ്റാണ്. നാം കർത്താവിനാൽ വിളിക്കപ്പെട്ട് കർത്താവിന്റെ ശരീരത്തിൽ അവയവങ്ങളായെങ്കിൽ നാളത്തെ പറ്റി വിചാരപ്പെടേണ്ടതില്ല എന്ന് കർത്താവ് നമ്മളോട് പറയുന്നെങ്കിൽ, കർത്താവ് പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് കർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് പറഞ്ഞു, മുന്നമേ നീ ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി നിനക്ക് ലഭിക്കും. ഏതാണ്? ഉണ്ണാനും ഉടുക്കാനും ഉള്ളത്, അതിൽ തൃപ്തിപ്പെടെ. ഇതൊക്കെയാണ് നമ്മുടെ കർത്താവ് പഠിപ്പിക്കുന്നത്. മറ്റൊരിടത്ത് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ കർത്താവിന് യോഗ്യമാമണ്ണം നടക്കണം. കർത്താവിന് യോഗ്യമാമണ്ണം നടക്കണം. കർത്താവിന് യോഗ്യമാമണ്ണം നടക്കണമെന്ന് കൊലീസ് ലേഖനത്തിൽ പറയുന്നു. കർത്താവിന് യോഗ്യമാമണ്ണം നടക്കുക എന്നുള്ളത് എന്താണ്? കർത്താവ് പറഞ്ഞു, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ മക്കളെയോ ഭാര്യയോ ഒക്കെ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിച്ച് എന്നോട് പറഞ്ഞ് അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും കർത്താവിനെയാണോ ഏറ്റവും യോഗ്യനായി കാണുന്നത്, മക്കളെയാണോ? അത് നമ്മുടെ പ്രാർത്ഥനയൊക്കെ പറയാം. പലപ്പോഴും നമ്മൾ കർത്താവിനോട് റിക്വസ്റ്റ് ചെയ്യുക മക്കൾക്ക് വേണ്ടി. അവർ പഠിക്കുന്ന കർത്താവ് നല്ല മാർക്ക് കൊടുക്കണം, അവർക്ക് നല്ല ജോലി കൊടുക്കണം. കർത്താവിനോട് റിക്വസ്റ്റ് ചെയ്ത് മക്കളുടെ കാര്യം, മക്കൾക്കാണ് നമ്മുടെ പ്രാധാന്യം. ഇത് നേരെ തിരിച്ചാണ് വരേണ്ടത്. നമ്മൾ മക്കളോട് റിക്വസ്റ്റ് ചെയ്യണം കർത്താവിനെ അനുസരിക്കാൻ, കർത്താവിന്റെ ഇഷ്ടങ്ങൾ ചെയ്യാൻ മക്കളോട് റിക്വസ്റ്റ് ചെയ്യണം. ഇത് നേരെ തിരിച്ച് പല സഭകളിൽ നടക്കുന്നത് നേരെ തിരിച്ചാ. ഇന്ന് മക്കളുടെ കാര്യം, മക്കളുടെ ആഗ്രഹങ്ങൾ, മക്കളുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി കർത്താവിനോട് റിക്വസ്റ്റ് ചെയ്ത് കർത്താവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. വലിയ അപകടം പിടിച്ച അവസ്ഥയിലേക്കാണ് ഇന്ന് ആത്മീയ ലോകം പോയിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് മനസ്സിലാകുന്നത്. നമ്മുടെ കർത്താവ് പറഞ്ഞു, മനുഷ്യപുത്രം വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ്. ചിലർ ഭക്തി ആദായ സൂത്രം, അവരുടെ ഭക്തിക്ക് അവർക്ക് ലഭിക്കുന്ന ആദായത്തെ കുറിച്ചുള്ള കണക്ക് വെച്ചിട്ടാണ് അവരുടെ ഭക്തിയുടെ ലെവൽ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, അലംഭാവത്തോടു കൂടിയ ദൈവഭക്തി വലിയ ആദായമാണെന്ന് തിരുവെഴുത്ത് പറയുന്നത് കൊണ്ട് ഈ അലംഭാവം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം എന്റെ മനസ്സിൽ വന്നിട്ടുള്ള അലസത എന്നുള്ള ചിന്തയാണ്. അലസതയും അലംഭാവവും തമ്മിൽ വ്യത്യാസമുണ്ട്. അലംഭാവത്തോട് ഇരിപ്പാൻ ഞാൻ ശീലിച്ചിരിക്കുന്നു പൗലോസ് പറയുമ്പോൾ, ഒരു ഭാവ വ്യത്യാസവും ഇല്ലാതിരിപ്പാൻ ഞാൻ ശീലിച്ചിരിക്കുന്നതാണ് പൗലോസ് പറയുന്ന വാക്കിന്റെ അർത്ഥമെങ്കിൽ, തീർച്ചയായിട്ടും അലംഭാവത്തോടുള്ള ഭക്തി എന്ന് പറഞ്ഞാൽ പ്രത്യേക ഡിമാൻഡുകളൊന്നുമില്ല. കർത്താവേ, നിന്റെ ഇഷ്ടം അതിന് ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു, നീ എന്നോട് കൽപ്പിക്കണമേ, ഞാൻ അനുസരിക്കാം. ഞാൻ എന്റെ ആവശ്യങ്ങൾ നിന്നോട് പറയുന്ന അവസ്ഥയിലേക്കല്ല, നീയാണ് എന്റെ കർത്താവ് എന്ന് പറയുന്ന തലത്തിൽ തന്നെ താഴ്ത്തി കർത്താവിന്റെ ഇഷ്ടത്തിന് യാത്ര ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതം എപ്പോഴും സന്തോഷ സമൃദ്ധിയുള്ള ഒരു ജീവിതമായി നയിച്ചുകൊണ്ട് മാറാനായിട്ട് നമുക്ക് കഴിയും. ഇതാണ് എനിക്ക് ക്രിസ്തീയ ജീവിതത്തിൽ ഞാൻ വന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ എന്നെ ക്രിസ്തീയ മാർഗത്തിലേക്ക് വരാൻ ഇടയാക്കിയ അനുഭവങ്ങളും ഇന്ന് ഞാൻ ക്രിസ്തീയ വചനത്തിൽ നിന്ന് മനസ്സിലാക്കി ക്രിസ്തീയ മാർഗത്തിൽ നിൽക്കുന്നതുമായ എന്റെ ഹൃദയത്തിൽ സന്തോഷത്തോടും അഭിമാനത്തോടും പ്രത്യാശയോടും ധൈര്യത്തോടും കൂടി ഞാൻ ഈ മാർഗത്തിൽ നിൽക്കുന്നതിൻ്റെതുമായിട്ടുള്ള സാക്ഷ്യങ്ങൾ ഇതാണ്. ഇത് എന്നെ കേൾക്കുന്ന സഹോദരങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ക്രിസ്തുവിൽ വളരെ സന്തോഷമാണ്. നാളെ വലിയ പീഡനങ്ങൾ വരാം.
വലിയ ഉപദ്രവങ്ങൾ വരെ. ചിലർ പറയുന്ന പീഡനത്തിനൊന്നും നമ്മളെ വിടത്തില്ല, അതിനു മുമ്പ് നമ്മളെ കർത്താവ് കൊണ്ടുവന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അതൊന്നും എനിക്ക് വേണ്ടതുപോലെ അങ്ങോട്ട് ബോധ്യമായിട്ടില്ല. തിരുവഴുത്തി ഞാൻ പഠിക്കുന്നതൊക്കെ ലോകത്ത് ഇന്ന് വരെ ഉണ്ടായിട്ടില്ലാത്ത കഷ്ടങ്ങൾ വരാം. ഏത് തീക്കകത്തൂടെ ദൈവം നമ്മളെ കയറ്റിവിടാം. പൊന്നുപോലെ പുറത്തു വരണം, പൊന്നുപോലെ പുറത്തു വരാൻ കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ പറഞ്ഞില്ല, ഈ തീയിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാൻ അവൻ ശക്തനാണ്. അവൻ ഞങ്ങളെ വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞങ്ങൾ അവനെ അല്ലാതെ മറ്റൊന്നിനെയും നമസ്കരിക്കുവാൻ ഇടയാകുന്നില്ല. ഇതാണ് അവരുടെ ഒരു നിലപാട്. ഒരിക്കലും ഒരു ദേവദാസൻ പറഞ്ഞത്, ഏതെങ്കിലും മണവാളൻ തന്നെ മണവാട്ടിയെ പീഡനത്തിന് അയക്കുമോ? അത് നമ്മൾ മണവാട്ടിയെ നമ്മളെ ഒരിക്കലും പീഡനത്തിന് അയക്കത്തില്ല. ഞാൻ പറഞ്ഞു, എന്നാൽ കർത്താവ് നേരെ തിരിച്ചാ പറഞ്ഞിരിക്കുന്നത്. കർത്താവ് ഒരു ശിഷ്യന്മാരോട് പറഞ്ഞ വാക്ക, ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ അയക്കും. ഏതെങ്കിലും ഒരിടയൻ തന്റെ ആടുകളെ ചെന്നായ്ക്കളുടെ നടുവിലോട്ട് വിടുവോ? ഇല്ല. പക്ഷെ ലോകത്തിന്റെ ജ്ഞാനത്തെ മോശത്വമാക്കിക്കൊണ്ട് യേശു ശിഷ്യന്മാരോട് പറയാണ്, നിങ്ങളെ ഞാൻ ചെന്നായ്ക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ അയക്കും. എന്താണെന്നറിയാമോ? ലോകാവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. എനിക്ക് നിങ്ങളെ കുറിച്ച് നല്ല ഉറപ്പുണ്ട്. ഇയ്യോബിനെ പരീക്ഷിക്കാൻ പിശാചിന് അനുവാദം കൊടുക്കുമ്പോൾ കർത്താവ് ഒരു വാക്കുണ്ട്, അവൻ എന്റെ ദാസൻ, ദോഷം വിട്ടകുന്നവൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ, അവനെ പരീക്ഷിക്കണം. പരീക്ഷിച്ചോ? കർത്താവ് പത്രോസിനോട് പറഞ്ഞു, ഗോതമ്പ് പാറ്റേണ്ടതുപോലെ നിന്നെ പാറ്റാൻ അനുവാദം ചോദിച്ചു, പക്ഷെ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ ഞാൻ സമ്മതിച്ചില്ലെന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ക്രിസ്തുവിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുക. കർത്താവിന്റെ വചനം അനുസരിച്ച് യേശു ക്രിസ്തുവിനെ ജീവിതത്തിന്റെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിച്ച് അവനെ അപ്പൻ എന്ന് വിശ്വസിച്ച് ബോധ്യപ്പെട്ട് അവന്റെ ഇഷ്ടങ്ങൾ പരിശോധിച്ച് അതനുസരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്ത് അവന്റെ കർത്തൃത്വത്തിന് കീഴിൽ ഇരുന്ന് യാത്ര ചെയ്യാനാണ് നിങ്ങൾ തീരുമാനമെടുക്കുന്നതെങ്കിൽ അവൻ അനുവദിക്കാത്ത ഒരു ഇരുട്ടിന്റെ ശക്തിയും നിന്റെ ജീവിതത്തിൽ വരികയില്ല. ഏതെങ്കിലും ഒരു ഇരുട്ടിന്റെ ശക്തി വന്നാൽ അതിന് നിന്നെ കീഴ്പ്പെടുത്താനും കഴിയില്ല. കാരണം കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഇത് ഞാൻ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം. നാളെ ഇന്ന് കാലാൽപ്പടയോട് ഞാൻ ഓടുന്നു, നാളെ കുതിരപ്പടയോട് ഓടേണ്ട സാഹചര്യങ്ങൾ വന്നേക്കാം. അവിടെയും തളർന്നു പോകാതെ നിർത്താൻ എന്റെ കർത്താവ് ശക്തന. അവൻ അവസാനത്തോളം എന്നെ നിലനിർത്തും. ലോകാവസാനം വരെയും അവൻ എന്നോടൊപ്പമുണ്ട് എന്ന ഉറപ്പ് തന്നിട്ടുണ്ട്. ആ കർത്താവിനുള്ള ഉറപ്പിലൂടെ ഞാൻ എന്റെ കുടുംബവുമായിട്ട് മുന്നോട്ട് പോകുന്നു. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സാക്ഷ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ അറിയിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും. കർത്താവിന്റെ ദാസനെ ഒരു നല്ല അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു അനുഭവ സാക്ഷ്യം എന്ന പകലിൽ ശ്രദ്ധിക്കുവാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. വേദപുസ്തക സത്യങ്ങളെ സ്വന്തമായി വായിച്ച് മനസ്സിലാക്കി, അതിൻ്റെ സത്യങ്ങളെ മനസ്സിലാക്കി ആ ഒരു ആത്മീയ അനുഭവത്തിലേക്ക് കർത്താവ് നടത്തി. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഭയുടെ ശുശ്രൂഷകനായി കേരളക്കരയിൽ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സുവിശേഷ സത്യത്തിനു വേണ്ടി ഇന്ന് നിലനിൽക്കുന്നത് പോലെ തന്നെ എക്കാലവും കർത്തൃഭൃത്തിനെ കർത്താവ് നിലനിർത്തട്ടെ. കുടുംബമായി ദൈവം നിങ്ങളെ പട്ടണത്തിൽ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ഒരു വാക്കിൽ പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗസ്നായ ഞങ്ങളുടെ നല്ല പിതാവേ, കർത്താവേ, കാലാകാലങ്ങളിൽ അവിടുന്ന് അങ്ങയ്ക്ക് വേണ്ടി മുൻ നിശ്ചയിച്ചിട്ടുള്ളവരെ വേർതിരിച്ചിരിക്കുന്നുണ്ടല്ലോ. ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അങ്ങയ്ക്കുള്ളവരെ അവിടുന്ന് തിരിച്ചറിയുന്നു, അവരെ വിളിക്കുന്നു, വിളിച്ചവരെ നീതീകരിച്ച് തേജസ്സിലേക്ക് നടത്തുന്നു. കർത്താവേ, ആ പട്ടികയിലേക്ക് ഞങ്ങളെയും അവിടുന്ന് തിരഞ്ഞെടുത്ത് തോർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഇരുളിന്റെ അധികാരത്തിൽ ഞങ്ങളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ അങ്ങയുടെ രാജ്യത്തിൽ ഞങ്ങളെ അവകാശികളാക്കി തീർത്ത് തോർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം കരയറ്റുന്നു. പിതാവേ, ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒരു വീഡിയോയിലൂടെ ഈ സഹോദരങ്ങളെ ജോയ്സ് TV ഇത് പ്രദർശിപ്പിക്കുമ്പോൾ പരിശുദ്ധ പിതാവേ, ആ TV-യുടെ പ്രേക്ഷകരായി വരുന്ന സഹോദരങ്ങളെയൊക്കെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധ പിതാവേ, ലോകം നാശത്തിലേക്ക് നീങ്ങുമ്പോൾ അങ്ങയ്ക്കുള്ളവരെ അവിടുന്ന് അറിയുന്നു. അവിടുത്തെ ആടുകൾ അവിടുത്തെ ശബ്ദം കേൾക്കും, അവ അങ്ങേ അനുഗമിക്കും എന്ന് അവിടുന്ന് പറയുന്നു. പിതാവേ, അങ്ങയുടെ ശബ്ദം കേട്ട് അങ്ങേ അനുഗമിക്കുവാൻ ഇറങ്ങി തിരിച്ച അവിടുത്തെ ആടുകൾ ഈ ഭൂമിയിലെ കർത്താവെ കഷ്ടങ്ങളുടെയും നഷ്ടങ്ങളുടെയും ഞെരുക്കങ്ങളുടെയും ഒക്കെ മുമ്പിൽ വരുമ്പോൾ, ഉപദേശത്തിന്റെ കാറ്റുകൾ പലത് അവർക്ക് നേരെ ആഞ്ഞടിക്കുമ്പോൾ അവർ വലഞ്ഞു പോകാനിടയാകാതെ പരിശുദ്ധ പിതാവേ, അവിടുത്തെ വചനത്തെ കുറിച്ച് നിശ്ചയമുള്ളവരായി അവിടുന്ന് തന്നെ തിരുവെടുത്തി പറയുന്നുണ്ടല്ലോ, ദൈവശക്തിയെ കുറിച്ചും തിരുവെടുത്തുകളെ കുറിച്ചും അറിയായിയാൽ നിലം നശിക്കുന്നു. കർത്താവേ, നിന്റെ മക്കൾ ആരും അങ്ങനെ നശിക്കുവാൻ ഇടയാകരുത്. ഈ ദിവസങ്ങളിൽ അവർ ഓരോരുത്തരും തിരുവെഴുത്തുകൾ കൂടുതൽ പരിശോധിക്കുവാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും ഏത് പ്രതിസന്ധിയിലും സന്തോഷത്തോടെ കർത്താവേ അതിനെ കവർ ചെയ്ത് മുന്നോട്ട് പോകുവാനും തക്കവണ്ണം മക്കളെ അഭിഷേകം ചെയ്യണം. പരിശുദ്ധനാഥ, അങ്ങയുടെ മഹത്വത്തെ ലോക ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ തക്കവണ്ണം അധ്വാനിക്കുന്ന ജോയ്സ് TV-യുടെ പാസ്റ്റർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, സഹോദരി ഓർത്ത് പ്രാർത്ഥിക്കുന്നു, കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ എളിയ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബോംബെയുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് അവർ കർത്താവിന്റെ വേല ചെയ്യുന്നല്ലോ, അവർക്ക് ചെയ്യാൻ
കഴിയുന്ന നിലയിൽ അവർക്ക് അവരുടെ പ്രാപ്തിക്ക് കർത്താവ് കൊടുത്തിരിക്കുന്ന കഴിവിനൊത്തവണ്ണം അവരത് ചെയ്യുമ്പോൾ പരിശുദ്ധനാഥ വലിയ അനുഗ്രഹങ്ങൾ കാണുവാൻ, വലിയ 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 കർത്താവെ അനേകർ വിടുവിക്കപ്പെടുന്നത് കണ്ട് സന്തോഷിപ്പാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണം. നിശ്ചയമായിട്ടും അവർക്കുമുള്ള പ്രതിഫലം അവിടുന്ന് വർദ്ധിപ്പിക്കുമല്ലോ. ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവ് ഞങ്ങളുടെ സന്നിധിയിൽ അവിടുത്തെ രാജ്യത്തിൽ, അവിടെ വരാനിരിക്കുന്ന രാജ്യത്തിലും ഇവിടെയും ഒരുമിച്ച് കർത്താവിൽ ആനന്ദിപ്പാൻ അവിടെ ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ.